പ്രിയ സുഹൃത്തെ, അനേക ലക്ഷങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായിരുന്ന ഒരു പുസ്തകമാണ് ഡോക്ടർ PG വർഗീസ് രചിച്ച ഇതാ അത്ഭുതങ്ങളുടെ താക്കോൽ. ഈ കേൾക്കുന്നത് അതിൻ്റെ ഓഡിയോ ആവിഷ്കാരമാണ്. ഡോക്ടർ PG വർഗീസിൻ്റെ തന്നെ ശബ്ദത്തിൽ ശ്രവിച്ചാലും. 1983 ഞാൻ മലേഷ്യയിലായിരിക്കുന്ന സമയത്ത് മനുഷ്യപുത്ര എഴുതുക എന്നൊരു ശബ്ദം കേട്ടു. എന്തെഴുതണം? 10ാം ക്ലാസ് മാത്രം പഠിച്ച, കേരളം വിട്ടിട്ട് ഏകദേശം 20-ലധികം വർഷങ്ങളായ ഞാൻ എന്തെഴുതാനൊക്കും? എങ്കിലും ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ എഴുതി. ആ പുസ്തകമാണ് 1 കോടി കോപ്പിയിലധികം വിറ്റഴിഞ്ഞ ഇതാ അത്ഭുതങ്ങളുടെ താക്കോൽ. വായിക്കാം. കർത്താവിൽ പ്രിയ സഹോദര സഹോദരി, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്നരുളി ചെയ്ത ശ്രീ യേശുക്രിസ്തുവിൻ്റെ പാവനനാമത്തിൽ നിങ്ങൾക്ക് സമാധാന വന്ദനം. ഇന്ന് എന്നെ രക്ഷിക്കുവാൻ കർത്താവിന് ഉള്ളം കനിഞ്ഞിട്ട് 35 വർഷം തികയുന്നു. 2007. ഈ 35 വർഷത്തെ അനുഭവങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഞാൻ ഭാഗ്യവാനാണ് എന്ന് പറയുവാൻ എനിക്ക് കഴിയും. ഭാഗ്യം എന്ന് നാം മലയാളത്തിൽ പൊതുവെ ഉപയോഗിക്കുന്ന വാക്ക് ഇംഗ്ലീഷിലെ ലക്കി എന്നും ബ്ലസ്സഡ് എന്നുമുള്ള 2 അർത്ഥങ്ങളിൽ ഉപയോഗിക്കാം. ബ്ലസ്സഡ്, അനുഗ്രഹീതം എന്ന അർത്ഥത്തിലാണ് ഈ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത്. അതെ, ഞാൻ അനുഗ്രഹീതനാണ്. എങ്ങനെ അനുഗ്രഹീതനായി? എൻ്റെ കഴിവുകൊണ്ടോ, പുണ്യപ്രവൃത്തി കൊണ്ടോ, ജീവിത വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടോ, ത്യാഗജീവിതം കൊണ്ടോ, അതോ മറ്റു വല്ല ഗുണവിശേഷങ്ങൾ കൊണ്ടോ ഈ അവസ്ഥ നേടിയെടുത്തു എന്നാണോ? അല്ല, കർത്താവിന് എന്നിൽ കൃപ തോന്നിയതിനാൽ ഞാൻ അനുഗ്രഹീതനായിരിക്കുന്നു. എന്നാൽ അതിനുവേണ്ടി ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. വിശ്വാസത്താൽ ഭാവന ചെയ്തിട്ടുണ്ട്. 100-ൽ 90-ഓ 99-ഓ കാര്യങ്ങൾ നടന്നില്ലെന്ന് വരാം. എന്നാൽ 10-ഓ അതല്ലെങ്കിൽ 1-ഓ വലിയ കാര്യങ്ങൾ നടക്കുന്നു. അതെന്നെ അനുഗ്രഹീതനാക്കുന്നു. ഒരു ഭാവനയും ഇല്ലാതെ ഒന്നും നേടാതെയും കഴിയുന്നതിനേക്കാൾ എത്രയോ മഹത്വപൂർണമാണ് ഭാവനയോടെ ജീവിക്കുകയും ഏതാനും ചില വൻകാര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്നത്. വിശ്വാസത്തോടു കൂടിയ സംസാരം, ഭാവന ഇവയുമായി വിശ്വാസത്തിന് വലിയ ബന്ധമുണ്ട്. ദൈവവചനത്തെ അംഗീകരിക്കുമ്പോൾ വിശ്വാസമുണ്ടാകുന്നു. അതിലുള്ള ഭാവന വലുതാകുമ്പോൾ വിശ്വാസത്തിന് വ്യക്തമായ രൂപമുണ്ടാകുന്നു. ഭാവനയും വിശ്വാസവും കൂടി ഒന്നിച്ചു കൂടുമ്പോൾ വിശ്വസിക്കുന്നത് മാത്രം സംസാരിക്കുവാൻ തുടങ്ങുന്നു. ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ വലിയ അത്ഭുതങ്ങൾ കാണുന്നു. മരിച്ചവർ ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നതൊഴികെ മറ്റെല്ലാവിധ അത്ഭുതങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. മരിച്ചവർ ജീവിക്കുന്നത് കാണുന്നതിന് വേണ്ടി ഭാവിയിൽ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചേക്കാം. ഈ അത്ഭുതങ്ങൾ നടക്കുന്നതായി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത് പോലെ സംഭവിക്കുന്നു. സംഭവിക്കാതെ ഇരുന്നാലും ഞാൻ നിരാശപ്പെടുന്നില്ല. അടുത്ത പ്രാവശ്യം സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാനത് എനിക്ക് തന്നെ കേൾക്കത്തക്ക വിധം പറയുന്നു. പല പ്രാവശ്യം പറയുന്നു. സംഭവിക്കുവോളം പറയുന്നു. അടുത്ത പ്രാവശ്യമോ അതിനടുത്ത പ്രാവശ്യമോ ഞാൻ പറഞ്ഞതുപോലെ വിശ്വസിച്ചതുപോലെ സംഭവിക്കുക തന്നെ ചെയ്യുന്നു. അതെ, വിശ്വാസത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് എൻ്റെ ജീവിതം അത്ഭുതങ്ങളുടെയും നേട്ടങ്ങളുടെയും നിറകുടങ്ങളാണ്. ഇതൊന്നും പണ്ട് ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ച മന്ന പൊഴിയുന്നതുപോലെ എൻ്റെ വീട്ടുമുറ്റത്ത് സ്വയം പൊഴിഞ്ഞു വീണതല്ല. വേദപുസ്തകം പറയുന്നത് കണ്ണുമടച്ച് വിശ്വസിക്കുകയും സംശയം ഉള്ളിൽ കടക്കുവാൻ നോക്കുമ്പോൾ അതിനെ ഇടം കൊടുക്കാതെ വിശ്വാസത്തോടെ ചെറുത്തുനിന്ന് ദൈവത്തിൽ നിന്ന് ബലാത്കാരമായി പ്രാപിച്ചതുമാണ്. ചിലത് പിടിച്ചെടുത്തത് കൈയും നഖവും ഉപയോഗിച്ച് വലിയൊരു പാറയിൽ അള്ളിപ്പിടിച്ചു കയറുന്നത് പോലെ പ്രയാസപ്പെടുവാൻ തുനിഞ്ഞപ്പോഴാണ്. എങ്കിലും ഒടുവിൽ ഞാനത് പ്രാപിച്ചു. സ്തോത്രം. ഞാൻ വേദപുസ്തകം പഠിച്ചപ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിച്ചതിൻ്റെ പുറകിൽ ഒരാളുടെയോ ചിലരുടെയോ കുലുങ്ങാത്ത അടിയുറച്ച വിശ്വാസമുണ്ടെന്ന പരമാർത്ഥത്തെ കണ്ടെത്തി. ദൈവത്തിന് കഴിയും എന്നതല്ല, ദൈവം എനിക്ക് വേണ്ടി ചെയ്തു തരും എന്നതായിരുന്നു ആ ഉറപ്പ് എന്ന് എനിക്ക് മനസ്സിലായി. പുതിയ നിയമത്തിൽ ഞാൻ മറ്റൊരു പരമാർത്ഥം കൂടി കണ്ടെത്തി. പഴയ നിയമത്തിൽ നിന്നും അല്പം കൂടുതൽ അനുഗ്രഹമാണ് പുതിയ നിയമത്തിൽ വിശ്വാസികൾക്ക് ഉള്ളത്. യേശുക്രിസ്തു എന്ന മധ്യസ്ഥനിലൂടെ പിതാവാം ദൈവത്തോട് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്കെതിരെ മുഖം മറയ്ക്കുന്നില്ല. പഴയ നിയമത്തിൽ തങ്ങളുടെയോ പൂർവികന്മാരുടെയോ യോഗ്യതകൾ കൊണ്ടും എന്തെങ്കിലുമൊക്കെ നേടുവാൻ കഴിഞ്ഞുവെന്ന് കാണാം. എന്നാൽ പുതിയ നിയമത്തിൽ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ നാം പിതാവിനോട് ചോദിക്കുന്നു. അത് പിതാവിന് നിരസിക്കുവാൻ കഴിയുന്നില്ല.
അവനത് നമുക്ക് നൽകുന്നു. അതുകൊണ്ട് ഞാൻ വിശ്വാസത്തോടെ യേശുവിനോട് ചോദിക്കുന്നു, ലഭിക്കുവോളം വിശ്വസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലാകിയാൽ പിതാവാം ദൈവം അത് നൽകുന്നു. അങ്ങനെ ഞാൻ പ്രാപിക്കുന്നു. ഞാൻ പറയട്ടെ, വിശ്വാസത്തിന് നേടിയെടുക്കുവാൻ കഴിയാത്തത് യാതൊന്നുമില്ല. വിശ്വസിച്ചാൽ, നിരാശപ്പെടുവാൻ വിസമ്മതിച്ചാൽ, നാം വിശ്വസിക്കുന്നതെല്ലാം നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. ഞാൻ ഈ പുസ്തകം എഴുതിയത് യാത്രയിലായിരുന്നപ്പോഴാണ്. എഴുതിക്കഴിഞ്ഞ് വായിച്ചു നോക്കിയപ്പോൾ എന്നോട് പിശാച് പറഞ്ഞു, ഈ പുസ്തകം നീ അച്ചടിപ്പിക്കരുത്. ഇതാരെങ്കിലും വായിച്ചാൽ അവർ ആരും പിന്നീട് നിനക്ക് രൂപ തരികയില്ല. അത് ശരിയാണെന്ന് എൻ്റെ ബുദ്ധി പറഞ്ഞു. കാരണം സാധാരണ ഒരു മലയാളി കഷ്ടപ്പെടുന്നതും പട്ടിണി കിടക്കുന്നതുമായ ഒരു സുവിശേഷകനാണ് രൂപ കൊടുക്കുന്നത്. എന്നാൽ ഈ പുസ്തകം പറയുന്നത്, എനിക്ക് വണ്ടിയുണ്ട്, ബൈബിൾ സ്കൂളുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഇതെല്ലാമുള്ള ഒരാൾക്ക് ആര് രൂപ അയച്ചു കൊടുക്കും? ഈ പുസ്തകം അച്ചടിക്കേണ്ട എന്ന് എൻ്റെ മനസ്സ് പലതവണ എന്നോട് മന്ത്രിച്ചു. എന്നാൽ മറ്റൊരു ശബ്ദവും ഞാൻ കേട്ടു, അച്ചടിക്കുക, ജനങ്ങൾക്ക് കൊടുക്കുക, അവർക്ക് വിശ്വാസം ഉണ്ടാകട്ടെ, ഞാൻ അവരെ വിടുവിക്കും, അവർ അനുഗ്രഹിക്കപ്പെടുന്നത് നിനക്ക് അനുഗ്രഹമാകും. 1984 ഈ പുസ്തകം അച്ചടിച്ച് പ്രസ്സിൽ നിന്നും വന്നപ്പോൾ പത്താംകോട്ട് കൺവെൻഷൻ നടക്കുകയായിരുന്നു, ഞങ്ങളുടെ കൺവെൻഷൻ. ഞാൻ എൻ്റെ കൂടെയുള്ള സഹോദരന്മാരോട് പറഞ്ഞു, ടീമിന് വരുന്ന പണം നിർത്തിക്കളയുവാൻ ശക്തിയുള്ള അപകടകാരിയായ ഈ പുസ്തകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളെല്ലാം കൂടി ഈ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു. പുസ്തകങ്ങൾ അനേകർക്ക് അയച്ചു. ഞങ്ങൾ ഭയന്നതുപോലെയല്ല സംഭവിച്ചത്. അനുഗ്രഹിക്കാമെന്ന് വാക്ക് പറഞ്ഞ ദൈവം ഈ പുസ്തകം വായിച്ചവരെ അനുഗ്രഹിച്ചു, രോഗസൗഖ്യം നൽകി, പരിശുദ്ധാത്മാഭിഷേകം കൊടുത്തു, പിശാചിൻ്റെ പിടിയിൽ നിന്നും അനേകരെ വിടുവിച്ചു. മാത്രമോ, അനുഗ്രഹം പ്രാപിച്ചവർ വലുതും ചെറുതുമായ സംഭാവനകൾ ഞങ്ങൾക്ക് അയച്ചു തന്നു. ആദ്യത്തെ 5000 കോപ്പി അയച്ചു കഴിഞ്ഞപ്പോൾ ടീമിലേക്ക് 1.5 ലക്ഷത്തിലധികം രൂപ വന്നു. സ്തോത്രം, ഹല്ലേലൂയ. പിശാച് കള്ളം പറയും. പോഷ്കിൻ്റെ അപ്പനാണവൻ. അവൻ പറഞ്ഞത് ഞാൻ അനുസരിക്കാതെ ഇരുന്നത് ദൈവകൃപയാലാണ്. ഞാൻ വീണ്ടും പറയട്ടെ, യേശു പറയുന്നത് അനുസരിക്കുന്നവനെ അവൻ അനുഗ്രഹിക്കുന്നു. അവൻ്റെ വാക്കിന് വലയിറക്കിയപ്പോഴൊക്കെ വല നിറയെ പെരുത്ത മീൻകൂട്ടം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചതിന് ശേഷം ടീമിലെ സുവിശേഷകരുടെ എണ്ണം പല മടങ്ങ് ഇരട്ടിച്ചു. കൂടുതൽ പണം ലഭിച്ചതിനാൽ കൂടുതൽ കൺവെൻഷൻ നടത്തി, കൂടുതൽ പേരെ പരിശീലനം നൽകി ഗ്രാമങ്ങളിലേക്ക് അയച്ചു. സഹായം അർഹിക്കുന്ന പലരെയും സഹായിക്കുവാൻ കഴിഞ്ഞു. എനിക്ക് ലഭിച്ച ചില എഴുത്തുകളിലൂടെ ജനങ്ങൾക്കുണ്ടായ വിശ്വാസത്തെപ്പറ്റിയും അതുമൂലമുണ്ടായ അത്ഭുതങ്ങളെപ്പറ്റിയും വായിച്ചപ്പോൾ ഞാൻ ദൈവത്തെ അറിയാതെ സ്തുതിച്ചുപോയി. അതിൽ ഏതാനും ചിലത് മാത്രം പറയട്ടെ. എനിക്ക് +2 പരീക്ഷയിൽ ഉയർന്ന മാർക്ക് ലഭിച്ചു. കുളനടയിൽ നിന്നും സോഫിയ എഴുതുന്നു. അത്ഭുതങ്ങളുടെ താക്കോൽ എന്ന പുസ്തകം, 2ാമത്തെ സാക്ഷ്യം. ദൈവം ചെയ്ത അത്ഭുതം. അത്ഭുതങ്ങളുടെ താക്കോൽ എന്ന പുസ്തകം ഞാൻ വായിച്ചു. എനിക്ക് വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്തു തന്നു. മിസ്സിസ് സൂസി ജോൺ കൊട്ടാരക്കരയിൽ നിന്ന് എഴുതുന്നു, ദൈവം എനിക്ക് വലിയൊരു അത്ഭുതം ചെയ്തു. ഒരു കെട്ടിടം പണിയുന്ന സമയത്ത് മഴ പെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. 30 ദിവസത്തോളം മഴ പെയ്തില്ല കേട്ടോ, 30 ദിവസത്തോളം മഴ പെയ്തില്ല. ഇതാ അനിത കൊല്ലത്തു നിന്ന് എഴുതുകയാണ്, വിശ്വാസത്താൽ ഞാൻ ഒരു വലിയ പരീക്ഷണം നടത്തി. അങ്കിളിന് ബട്ടൺസ് കിട്ടിയതുപോലെ ഞാനും പ്രാർത്ഥിച്ചു. എൻ്റെ കർത്താവേ, അവന് സ്ലേറ്റിൽ എഴുതാൻ ഒരു കല്ല് പെൻസിലില്ല, ഞാൻ പാവപ്പെട്ടവളാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ കൂടെ നടക്കുമ്പോൾ ഇതാ റോഡിൽ കിടക്കുന്നു ഒരു കല്ല് പെൻസിൽ. നമ്മുടെ ദൈവം ആരാണ്? ഇതാ ഉദരരോഗം മാറിയ വേറൊരാളുടെ എഴുത്ത്, മിസ്സിസ് മോളമ്മ തിരുവല്ല. വീട് വാങ്ങിക്കുവാൻ സഹായിച്ചു, വത്സൻ മാത്യു ജയ്പൂർ. എനിക്ക് സ്ഥലം മാറ്റം ലഭിച്ചു, ജെസ്സി ഡാനിയൽ പാലക്കാട്. എനിക്ക് വിസ ലഭിച്ചു, ഉഷ ജോർജ് കൊച്ചി. എനിക്ക് 2ാമതും ജോലി ലഭിച്ചു, പൊന്നമ്മ ബേബി താനെ മഹാരാഷ്ട്ര. എൻ്റെ എയ്ഡ്സ് രോഗം സൗഖ്യമായി, പേര് പറയാത്ത ഒരു സഹോദരൻ. ഇനിയും ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന കത്തുകളിലേതുകൂടി പകർത്തിയാൽ കത്തുകൾക്ക് മാത്രമായി ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കേണ്ടി വരും. ഇതാ അത്ഭുതങ്ങളുടെ താക്കോൽ പ്രസംഗിക്കുമ്പോഴാണ് ഒറീസയിൽ ശരീരം മുഴുവൻ തളർന്ന ഒരു സ്ത്രീയെ കുട്ടയിലിരുത്തി പ്രാർത്ഥിക്കുവാൻ കൊണ്ടുവന്നത്. ഞാൻ പ്രാർത്ഥിച്ചു. ആ സ്ത്രീ എഴുന്നേറ്റ് നടന്നു. 3 കിലോമീറ്റർ പരോസഹായം കൂടാതെ നടന്നു തൻ്റെ ഗ്രാമത്തിലേക്ക് തിരികെ പോയി. ഇതേ വചനം പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ വലതുവശത്തെ കൈയും കാലും തളർന്ന ഒരു പെൺകുട്ടി പഞ്ചാബിലെ ഹർച്ചോവാൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് 3-ാം ദിവസം സൗഖ്യമായി. ഞാൻ ഇതേ ദൂത് തന്നെ പ്രസംഗിക്കുമ്പോഴാണ് മഹാരാഷ്ട്രയിലെ കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചത്. ഞാൻ എൻ്റെ വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നു. അതെ, ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും
എന്നേക്കും അനന്യനാകിയാൽ ഇന്നലെ അവൻ ചെയ്തതെല്ലാം ഇന്നും ചെയ്യും, നാളെയും ചെയ്യും. മത്തായിയുടെ സുവിശേഷത്തിൽ, മർക്കോസിന്റെ സുവിശേഷത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ, യോഹന്നാന്റെ സുവിശേഷത്തിൽ, തുടർന്നും അപ്പോസ്തല പ്രവൃത്തിയിൽ കർത്താവ് ചെയ്തതെല്ലാം ഇന്നും ചെയ്യും, അവൻ നമുക്ക് വേണ്ടി നാളെയും ചെയ്യും. ഇന്നലെ ചെയ്തത് ഇന്ന് ചെയ്യും, ഇന്ന് ചെയ്യുന്നതെല്ലാം നാളെയും ചെയ്യും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി യേശു അത് ചെയ്യും. ലൂക്കോസ് 1-ാം അധ്യായത്തിൽ 2 വലിയ അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമതായി, പുരോഹിതനായ സക്കറിയാവിന്റെ ഭാര്യ വൈസി എന്നവളായ എലിസബത്ത് ഗർഭിണിയായി. 6 മാസം കഴിഞ്ഞ് ദൈവദൂതൻ കന്യകയും അവിവാഹിതയുമായ മറിയയുടെ അടുക്കലെത്തി. അവളും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞു. ഈ അസംഭവ്യമായ കാര്യം എങ്ങനെ സംഭവിക്കും എന്ന് മറിയ ചോദിച്ചു. ദൈവദൂതൻ അവളോട്, കേട്ടാട്ടെ, ലൂക്കോസ് 1:36-37, നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറയുന്ന അവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ദൈവദൂതൻ പറഞ്ഞത് മറിയയ്ക്ക് മനസ്സിലായി. നിന്റെ ദൈവം മറ്റൊരാൾക്ക് വേണ്ടി ചെയ്തെങ്കിൽ നിനക്ക് വേണ്ടിയും ചെയ്യും. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. മറിയയ്ക്ക് വിശ്വാസമായി. എലിസബത്തിനും ദൈവം അസാധ്യമായത് ചെയ്തെങ്കിൽ എനിക്കും ചെയ്യും. വാക്യം 38. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. മറിയ വിശ്വസിച്ചു. മറിയ അത് ഏറ്റുപറഞ്ഞു. ഗർഭിണിയായ എലിസബത്തിനെ അവൾ ഭാവനയിൽ കണ്ടു. താനും ഗർഭിണിയാകുന്നത് ഭാവനയിൽ കണ്ടു. ചോദ്യം ചെയ്യാതെ അവൾ വിശ്വസിച്ചു. അവൾക്കത് സംഭവിച്ചു. എപ്പോഴാണ് മറിയ ഗർഭിണിയായത്? എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ, വിശ്വാസത്തോടെ പറഞ്ഞപ്പോൾ. വിശ്വസിക്കുക, പറയുക, ലഭിക്കുവോളം പറയുക. പ്രിയപ്പെട്ട സഹോദര സഹോദരി, മറ്റൊരാൾക്ക് വേണ്ടി ദൈവം ചെയ്തത് നിനക്ക് വേണ്ടിയും ചെയ്യും. വിശ്വസിക്കുക. മറിയ വിശ്വസിച്ചു. അവൾക്കത് ലഭിച്ചു. ലോകത്തിലേക്കും അസാധ്യമായ ഒരു കാര്യമാണിത്. അവിവാഹിതയും കന്യകയുമായ ഒരു പെൺകുട്ടി ഗർഭിണിയാവുക. അസാധ്യങ്ങളിലേക്കും അസാധ്യമായ അത് വിശ്വസിച്ച ഒരു പെൺകുട്ടിക്ക് വേണ്ടി ദൈവം ചെയ്തെങ്കിൽ അതിനേക്കാൾ നിസ്സാരമായ നിന്റെ പ്രശ്നത്തെ അവൻ പരിഹരിക്കുകയില്ലയോ? തീർച്ചയായും പരിഹരിക്കും. വിശ്വസിക്കുക, പറയുക. ഏതാണ് വലിയ പ്രശ്നം? അവിവാഹിതയും പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്തതുമായ ഒരു സ്ത്രീ ഗർഭിണിയാകുന്നതാണോ? അതോ നിന്റെ പ്രശ്നമോ? ഏതാണ് വലിയ പ്രശ്നം? സുഹൃത്തെ, നിങ്ങളുടെ പ്രശ്നം ചെറുതാണ്. മറിയയുടെ പ്രശ്നത്തെക്കാൾ ചെറുതാണ്. ദൈവം മറിയയുടെ അസാധ്യമായ കാര്യം സാധിപ്പിച്ചുവെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തെ ഇന്ന് സാധിപ്പിച്ചു തരും. വിശ്വസിക്കുക. അവനതിന് കഴിവുണ്ട്. അവനത് ചെയ്തു തരും. വിശ്വസിക്കുക മാത്രം ചെയ്യുക. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതം അത്ഭുതങ്ങളുടെ ഒരു പരമ്പര തന്നെയായി മാറുവാൻ ഞാൻ പ്രാർത്ഥിച്ച് ഈ പുസ്തകം എന്നെ രക്ഷിച്ച് സുവിശേഷം പ്രസംഗിക്കുവാൻ ആക്കി വച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ തിരുപ്പാദങ്ങളിൽ സാദരം സമർപ്പിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി ഹിമാലയ സാനികളിൽ PG വർഗീസ് ഉപദേശി. എൻ്റെ പുസ്തകത്തിൻ്റെ മുഖവര വായിക്കട്ടെ. കേരളത്തിൽ വിദേശികൾ മാത്രം തറപ്പിച്ച് പ്രസംഗിക്കുന്ന ഒരു വിഷയമാണ് യേശു സകലതിനും മതിയായവൻ. ഈ വിഷയം വിവരിക്കുവാൻ മലയാളികളായ നമുക്ക് ഭയമാണ്. എതിർപ്പുണ്ടാകുമെന്ന് മാത്രമല്ല, അംഗീകരിക്കുവാനും ആളുകൾ കുറയും. അതുകൊണ്ടാകാം ഈ വിഷയങ്ങൾ അമേരിക്കയിലും യൂറോപ്പിലും പോയി പ്രസംഗിക്കുന്ന മലയാളികൾ നാട്ടിൽ പ്രസംഗിക്കുമ്പോൾ ഈ വിഷയം ചുരുക്കി ചെറുതാക്കുന്നത്. കൊറിയയിൽ ഒരു മനുഷ്യൻ ഒരു നല്ല സഭയ്ക്ക് വേണ്ടി വിശ്വസിച്ചു. അത് ലഭിച്ചപ്പോൾ ലോകത്തിലെ വലിയ സഭയ്ക്ക് വേണ്ടി അദ്ദേഹം വിശ്വസിച്ചു. അതിന് ലഭിച്ചു. പ്രേയിങ് ഹൈഡ് എന്ന് പറയുന്ന മിഷണറി ഇന്ത്യയിൽ വന്നിട്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: കർത്താവേ, എനിക്ക് ദിവസം ഒരാത്മാവിനെ തരണം. അദ്ദേഹം അത് വിശ്വസിച്ചു. അദ്ദേഹത്തിന് അത് ലഭിച്ചു. പിന്നീട് അദ്ദേഹം ദിവസം 4 ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, വിശ്വസിച്ചു. അതും അദ്ദേഹത്തിന് ലഭിച്ചു. ഡോക്ടർ ഇഡ ഒരു കുന്നിൽ കയറി നിന്ന് വെല്ലൂർ എന്ന പട്ടണത്തിൽ കുന്നിന് താഴെ ഉയർന്നു വരുന്ന ഒരു മെഡിക്കൽ കോളേജ് ഭാവനയിൽ കണ്ടു. അതിന് ജന്മം കൊടുക്കുവാൻ പ്രസവ വേദന തന്നെ സഹിക്കേണ്ടി വന്നുവെങ്കിലും ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതും യുവത്വത്തിലെത്തുന്നതും അവർക്ക് കാണുവാൻ കഴിഞ്ഞു. ഇന്ത്യയിലെ ഓരോ മിഷൻ സ്ഥാപകരോടും സംസാരിച്ചു നോക്കൂ. അവരെല്ലാം വിശ്വാസത്തോടൊപ്പം ഭാവന കണ്ടവരാണ്. ഭാവനയ്ക്ക് മാറി മാറി നിറം കൊടുത്തു. കർത്താവ് അവരെ സഹായിച്ചു. കൂടുതൽ വിശുദ്ധ ജീവിതവും വിശ്വാസവുമുള്ള മറ്റനേകരും ഉണ്ടായിരുന്നെങ്കിലും ദൈവവേലയിൽ കാര്യമായി എന്തെങ്കിലും കാഴ്ചവെക്കുവാൻ കഴിയുന്നത് ഇങ്ങനെ ഭാവന കാണുന്ന
ദൈവദാസന്മാർക്ക് മാത്രമാണ്. നെപ്പോളിയൻ പറഞ്ഞു, ഭാവനയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. ഐൻസ്റ്റൺ പറഞ്ഞു, ബുദ്ധിയേക്കാൾ നല്ലത് ഭാവനയാണ്. ജോൺ കെന്നഡി പറഞ്ഞു, ചിലർ കാര്യങ്ങൾ അതായിരിക്കുന്ന നിലയിൽ മാത്രം കാണുന്നു, മഹാന്മാരോ കാര്യങ്ങൾ ആയിത്തീരാവുന്ന നിലയിൽ അതിനെ കാണുന്നു. ഞാൻ ദൈവത്തിൽ നിന്നും പലരിൽ നിന്നും നേരിട്ട് കേൾക്കുകയും പലരുടെ പുസ്തകങ്ങൾ വായിച്ചപ്പോഴും സ്വന്തം അനുഭവത്തിൽ പ്രയോഗിച്ചപ്പോഴും ഫലവത്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്തത് മാത്രമാണ് ഈ പുസ്തകത്തിലെ ഉള്ളടക്കം നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം ഇതാണ്: ദൈവം വിശ്വാസത്തെ മാനിച്ച് അത്ഭുതങ്ങൾ ഇന്നും പ്രവർത്തിക്കുന്നു. ഒരിക്കൽ ഞാൻ തിരുവനന്തപുരത്ത് ആയിരിക്കുമ്പോൾ എൻ്റെ ഷർട്ടിലെ ഒരു ബട്ടൺ പറഞ്ഞുപോയി. അടുത്ത ദിവസം എനിക്ക് ഒരു യോഗത്തിന് പ്രസംഗിക്കണം. ഷർട്ടിൽ ബട്ടൺ ഇല്ലെങ്കിൽ വൃത്തികേടാണ്. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ബട്ടൺ വേണം, അല്ലെങ്കിൽ ബട്ടൺ വാങ്ങാൻ 10 പൈസ വേണം. എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഞാൻ ആലോചിച്ചിട്ട് വീണ്ടും പറഞ്ഞു, കർത്താവേ, ബട്ടൺ നീല നിറമായിരിക്കണം, പഴയതായിരിക്കണം, മറ്റു ബട്ടൺസിനെ പോലെ ഇരിക്കണം, അല്ലെങ്കിൽ 50 പൈസ തരണം. 5 പുതിയ ബട്ടൺ വാങ്ങി ഞാൻ തയ്ക്കാം. ഞാൻ ചില ചുവടുകൾ വെച്ച് മുമ്പോട്ട് നീങ്ങുമ്പോൾ പ്ലാമൂട്ടിലുള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് ഹാളിന്റെ താഴെയുള്ള നന്ദൻകോട്ടയ്ക്കുള്ള റോഡിലൂടെ നടക്കുമ്പോൾ റോഡരികിൽ ഒരു ബട്ടൺ കിടക്കുന്നു. ഞാനതെടുത്ത് എൻ്റെ മറ്റേ ബട്ടൺസിനോട് വെച്ച് നോക്കിയപ്പോൾ അതേ നിറം, പഴയ ബട്ടൺ. ഞാൻ ഹല്ലേലൂയ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുപോയി. അപ്പോൾ എന്നോട് കൂടെ ഉണ്ടായിരുന്ന 2 പെൺകുട്ടികൾക്ക് ഇത് രസിച്ചില്ല. കാരണം അത്ഭുതങ്ങൾ നിന്നുപോയി എന്ന് വിശ്വസിക്കുന്ന ഒരു സഭാവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു അവർ. പെന്തുക്കോസ്തുകാരുടെ ഹാൾ കണ്ടപ്പോഴേക്കും അതിലെ ട്രമ്മടി കേട്ടപ്പോഴേക്കും ഇളകിപ്പോയോ എന്നവർ കളിയാക്കി ചോദിച്ചു. ഞാൻ പറഞ്ഞു, പെന്തക്കോസ്തു ഹാൾ കണ്ടതുകൊണ്ടല്ല, എൻ്റെ ഉള്ളിൽ ഒരു പെന്തിക്കോസ്ത് ഉണ്ടായതുകൊണ്ടാണ്. ഞാൻ നടന്ന സംഭവം പറഞ്ഞു. പക്ഷെ അവർക്കത് വലിയ കാര്യമായി തോന്നിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും ഇത് ഒരു വലിയ കാര്യമാണ്. എനിക്കൊരു ബട്ടൺ കിട്ടി എന്നല്ല, എൻ്റെ മറ്റേ ബട്ടൺസിനോടൊപ്പം നിറവും അത്രയും തന്നെ പഴയതുമായ ബട്ടൺസാണ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. അതെ, അതൊരു അത്ഭുതം തന്നെയാണ്. ഞാൻ ഒരിക്കൽ കാശ്മീരിലെ ദൂരെയുള്ള ഒരു പർവ്വതത്തിൽ സുവിശേഷം അറിയിക്കുവാനായി പോയി. റോഡിൽ നിന്നും ഒരു വലിയ പർവ്വതവും 2 കൊച്ചു പർവ്വതങ്ങളും കയറി ഇറങ്ങി ചെല്ലുമ്പോൾ കുറച്ച് വീടുകളുണ്ട്. അവരുടെ അരികിലെത്തി സുവിശേഷം പറയുവാൻ ദിവസങ്ങളെടുക്കും. അതുകൊണ്ട് കിടക്കയും എടുത്തുകൊണ്ടാണ് പോകുന്നത്. ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്നും ഈ പർവ്വതത്തിലേക്കുള്ള വഴി വരെ ചെല്ലുവാൻ 2 വണ്ടി കയറണം. ആദ്യത്തെ വണ്ടിക്ക് 75 പൈസയും അടുത്ത വണ്ടിക്ക് 25 പൈസയുമാണ് ടിക്കറ്റ്. പോയി വരുവാൻ വണ്ടിക്കൂലി ഇല്ലാതിരുന്നിട്ടും പോയി 75 പൈസ ടിക്കറ്റ് എടുത്ത് റിയാസിയിൽ എത്തി. അവിടുത്തെ സുവിശേഷകന്റെ കൂടെ താമസിച്ചു. അടുത്ത ദിവസം രാവിലെ നടന്നു. മടങ്ങി വരുവാൻ എൻ്റെ കയ്യിൽ 1 രൂപയേ ഉള്ളൂ, വണ്ടിക്കൂലി മാത്രം. ഞാൻ കൂടെ എൻ്റെ പോക്കറ്റിലുള്ള ആ 1 രൂപ എടുത്ത് നോക്കും. പഴയ 1 രൂപ നോട്ട് മാത്രം. ഞാൻ തിരികെ നടന്നു വന്നപ്പോൾ വല്ലാതെ ക്ഷീണിച്ചിരുന്നു. ഞാൻ ചെന്ന വീടുകളിലൊന്നും ഭക്ഷണം ലഭിച്ചില്ല. വറവുകാലമായതിനാൽ പച്ചക്കറി വിരളമായിരുന്നു. അതിനാൽ ആഹാരം ശരിക്ക് കഴിക്കുവാനും കഴിഞ്ഞിരുന്നില്ല. എനിക്ക് വല്ലാത്ത ക്ഷീണമുണ്ടായിരുന്നു. ഒരു ചായ കുടിച്ചാൽ ക്ഷീണം മാറും. പക്ഷെ ചായ കുടിക്കുവാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. പോക്കറ്റിൽ കൈയിട്ട് കൂടെ ആ 1 രൂപ എടുത്തു നോക്കും. വേറെ ഒന്നും കയ്യിലില്ല. ഒടുവിൽ ഞാൻ ബസ് വരുന്ന റോഡിലെത്തി. ബസ് നോക്കിയിരിക്കുമ്പോൾ ചിന്തിച്ചു, ഈ വണ്ടിയിൽ കയറാതെ റിയാസി വരെ നടന്നാൽ 4 അണ 25 പൈസ ലാഭിക്കാം. ഒരു ചായ കുടിക്കാം. വണ്ടിയിൽ പോയാൽ ചായ കുടിക്കാൻ സാധ്യമല്ല. പക്ഷെ എനിക്ക് നടക്കാൻ കേൾപ്പില്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു, വിശ്വസിച്ചു. കർത്താവിന് ചായ തരുവാൻ കഴിയും. മാത്രമല്ല, ചായയില്ലാതെ വീട് വരെ ചെല്ലുവാനുള്ള ബലം തരുവാനും കർത്താവിന് കഴിയും. അത് വിശ്വസിച്ച് ഞാൻ ബസ്സിൽ കയറി. ടിക്കറ്റ് എടുക്കുവാൻ പോക്കറ്റിൽ കൈയിട്ടപ്പോൾ എൻ്റെ കയ്യിലെന്തോ തട്ടി. ഒരു നാണയം പുറത്തെടുത്തു. ആ പഴയ നോട്ട് കൂടാതെ ഒരു 25 പൈസ നാണയം. ആരാണ് ആ നാണയം എൻ്റെ പോക്കറ്റിലിട്ടത്? എൻ്റെ ദൈവം, അനുഗ്രഹിക്കുന്നവനായ യേശു. വിവാഹത്തിന് ശേഷം ചില വർഷങ്ങളിലേക്ക് ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായില്ല. ലില്ലി ഒരിക്കൽ ഗർഭിണിയായി. എങ്കിലും ആദ്യ മാസങ്ങളിൽ തന്നെ അത് അലസിപ്പോയി. കാശ്മീരിൽ ഞാൻ മിലിറ്ററിയിലായിരിക്കുമ്പോൾ ലില്ലി വീണ്ടും ഗർഭിണിയായി. മിലിറ്ററി ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചു. ലില്ലിയുടെ രക്തം RH നെഗറ്റീവ്, എൻ്റേത് RH പോസിറ്റീവ്. ലില്ലിയുടെ ഗർഭപാത്രം അസാധാരണമായി ലോലവും ചെറുതുമാണെന്നും ഒരു കുട്ടിയുണ്ടാവാൻ സാധ്യതയില്ലെന്നും ഡോക്ടർമാർ പറഞ്ഞു. ഒടുവിൽ ഞങ്ങളെ 2 പേരെയും പരിശോധിച്ച സീനിയർ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കമലം പറഞ്ഞു, ഈ കുട്ടിയെ കിട്ടുകയില്ല. ഇതിനുശേഷം ഗർഭിണി ആകുന്നതിന് മുൻപ് വന്നാട്ടെ. വർഗീസിനും ചില കുറവുകൾ ഉണ്ട്.
രണ്ടുപേരും മുമ്പേറായി ഇഞ്ചക്ഷനും മരുന്നും കഴിച്ചാൽ ചിലപ്പോൾ ഫലം കിട്ടിയേക്കും. ഞാൻ നിരാശനാകാതെ ഇരിക്കുവാൻ ശ്രമിച്ചു. ആയിടെ ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. എൻ്റെ ദൈവം അസാധ്യങ്ങളുടെ ദൈവമാണെന്ന് വേദപുസ്തകത്തിൽ നിന്നും ഞാൻ അറിഞ്ഞത് വിശ്വസിച്ചു. അവൻ സഹായിക്കാതെ ഇരിക്കുകയില്ല എന്ന് ഞാൻ സ്വയം പല പ്രാവശ്യം പറഞ്ഞു. സഹായിച്ചില്ലെങ്കിലോ എന്ന സംശയം ഇടയ്ക്കിടെ എന്നോട് മനസ്സ് ചോദിച്ചപ്പോഴും എന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും എന്ന മറുപടി സ്വയം പറഞ്ഞു. ഡോക്ടർമാരുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറമായി അസാധാരണമായ രീതിയിൽ കട്ടി കുറഞ്ഞതായ ചെറുതായ ഗർഭപാത്രമുള്ള ലില്ലി 10 പൗണ്ട് തൂക്കമുള്ള ഒരാൺകുട്ടിയെ 19/1/72 ഉധംപൂരിലെ കാശ്മീരിലെ മിലിറ്ററി ആശുപത്രിയിൽ വെച്ച് പ്രസവിച്ചു. ഒരു പിതാവാകുവാൻ യോഗ്യതയില്ലെന്ന് ഡോക്ടർ വിധി എഴുതിയ എനിക്ക് ഒരു മകനെ ലഭിച്ചു. തുടർന്നുള്ള ചില വർഷങ്ങൾക്കുള്ളിൽ 5 കുഞ്ഞുങ്ങളെ കൂടെ കർത്താവ് തന്നു. ഇടയ്ക്ക് ഞങ്ങൾ ഒരു കാര്യം മറന്നുപോയി. ഞങ്ങളുടെ രക്തം തമ്മിൽ വൈപരീത്യമുള്ളതാണെന്ന കാര്യം. ചില വർഷങ്ങൾക്ക് ശേഷം ലില്ലി പത്താൻകോട്ടുള്ള മിലിറ്ററി ഹോസ്പിറ്റൽ രക്തം പരിശോധിച്ചപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. അവിശ്വസനീയം. രക്തം നെഗറ്റീവായിരുന്നത് ഇപ്പോൾ പോസിറ്റീവായിരിക്കുന്നു. എന്നാണ് ഇത് സംഭവിച്ചതെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ എങ്ങനെ സംഭവിച്ചുവെന്ന് ഇപ്പോൾ ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് വേണ്ടി യേശു കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. ഞാൻ കാശ്മീരിലെ കട്ര എന്ന ഹൈന്ദവ പുണ്യസ്ഥലത്താണ് ആദ്യം സുവിശേഷ വേലയ്ക്ക് പോയത്. ക്രിസ്ത്യാനികളെല്ലാവരും തോട്ടികളിലും അധമരാണെന്നാണ് അവിടെയുള്ളവർ കരുതിയിരുന്നത്. ഞാൻ കടയിൽ ചെന്നാൽ സാധനം തരത്തില്ല. ചിലർ തന്നാൽ തന്നെയും താഴെ ഇട്ടുതരും. ഞാൻ താഴെ നിന്നെടുക്കണം. പാൽ കിട്ടുന്ന ഒരു കടയേ ഉള്ളൂ. വലിയ തിരക്കിലാണ്. ചിലപ്പോൾ 2 മണിക്കൂർ വരെ അവിടെ കാത്തു നിൽക്കേണ്ടി വരും. കടക്കാരൻ ബ്രാഹ്മണനാണ്. അയാൾക്ക് എന്നോട് ദേഷ്യമാണ്. ഒന്നാമതായി അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ ഞാൻ തോട്ടിയാണ്. രണ്ടാമതായി ഞാൻ ആൾക്കാരെ ക്രിസ്ത്യാനികളാക്കുന്നു. എന്നാൽ ആ നാട്ടുകാരായ തോട്ടികൾ എല്ലാം അന്ന് ഹിന്ദുക്കളാണ്. കട്രായിൽ ഒരൊറ്റ ക്രിസ്ത്യാനിയും അന്നുണ്ടായിരുന്നില്ല. ആ നാട്ടുകാരായ തോട്ടികൾക്കും പാല് കൊടുത്തതിന് ശേഷം മാത്രമേ എനിക്ക് അയാൾ പാല് തരുത്തുള്ളൂ. പാൽ കുറവാണെങ്കിൽ എനിക്ക് തരുത്തുമില്ല. ഒരു ദിവസം എൻ്റെ കയ്യിൽ പാൽ വാങ്ങുവാൻ രൂപ കുറവായിരുന്നു. അന്ന് ഞാൻ സാധാരണ വാങ്ങുന്നതിൽ നിന്നും കുറച്ച് പാൽ വാങ്ങി, പകുതി പാൽ. അടുത്ത ദിവസം 1 ഗ്ലാസ് പാലിനുള്ള പൈസയെ ഉണ്ടായിരുന്നുള്ളൂ, അത് വാങ്ങി. അതിനടുത്ത ദിവസം പാൽ വാങ്ങുവാൻ പൈസ ഇല്ലായിരുന്നു. എൻ്റെ കുഞ്ഞ് പട്ടിണിയായിരുന്നു. അതിനടുത്ത ദിവസം ഞാൻ ലില്ലിയും കരഞ്ഞു പ്രാർത്ഥിച്ചു, ഞങ്ങൾ പട്ടിണി കിടന്നുകൊള്ളാം, കുഞ്ഞിനെ പട്ടിണിയാക്കരുത്. ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിളി കേട്ടു. വർഗീസ് സാഹേബ്. ചെവിയോർത്തു. വീണ്ടും വിളിക്കുന്നു. റോഡേ നടക്കുമ്പോൾ തോട്ടി എന്ന് വിളിക്കുന്ന എന്നെ ആരാണിപ്പോൾ സാഹബ്, സാറേ, യജമാനനെ എന്നർത്ഥം എന്ന് വിളിക്കുന്നത് എന്നറിയുവാൻ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എന്നെ വെറുക്കുന്ന, മണിക്കൂറുകളോളം എന്നെ കടയുടെ മുമ്പിൽ കാത്തു നിർത്തുന്ന ആ പാലുകാരൻ ബ്രാഹ്മണൻ ഗേറ്റിങ്കൽ ഒരു വലിയ പാത്രവും തൂക്കിപ്പിടിച്ച് നിൽക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ പാൽ വാങ്ങി ഉപയോഗിച്ചോളൂ, പാത്രം പിന്നീട് കടയിൽ എത്തിച്ചാൽ മതി. അദ്ദേഹം പെട്ടെന്ന് തിരികെ പോയി. അന്ന് വൈകിട്ട് ഞാൻ സുവിശേഷം പ്രസംഗിച്ച് മടങ്ങുമ്പോൾ ഈ ബ്രാഹ്മണൻ മദ്യപിച്ച് വെറ്റില മുറുക്കി ഒരു സിഗരറ്റും വലിച്ച് നിൽക്കുകയാണ്. അയാൾ എന്നെ കണ്ടപ്പോൾ ആദ്യം തൊഴുതു. എന്നിട്ട് പറഞ്ഞു, ഇന്നലെ ഞാൻ അങ്ങയെ പ്രതീക്ഷിച്ചു. സാധാരണ താങ്കൾ പാലിനെ കാത്തു നിൽക്കാറുള്ള ആ മരത്തിൻ്റെ ചുവട്ടിൽ കണ്ടില്ല, ഇന്നും കണ്ടില്ല. എൻ്റെ ഉള്ളിൽ ആരോ പറഞ്ഞു, താങ്കൾക്ക് 3 കിലോ അന്നത്തെ ലിറ്റർ പാൽ കൊണ്ട് തരണമെന്ന്. ഞാൻ കൊണ്ടു തന്നപ്പോൾ എൻ്റെ മനസ്സിന് സമാധാനമായി. എന്നെ വെറുക്കുന്ന മനുഷ്യനോട് എനിക്ക് പാൽ കൊണ്ടു തരാൻ പറഞ്ഞതാരാണ്? എൻ്റെ യേശു. തൻ്റെ മക്കളെയും അവരുടെ മക്കളെയും കരുതുന്ന യേശു. കട്രായിൽ മറ്റാരുടെയെങ്കിലും വീട്ടിൽ ആ മനുഷ്യന് ഇന്ന് വരെ പാൽ കൊണ്ട് കൊടുത്തിട്ടില്ല. ആളുകൾ കടയിൽ ചെന്ന് കാത്തുനിന്ന് വാങ്ങിക്കൊണ്ട് പോകുകയാണ് പതിവ്. ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ ഇരിക്കുവാൻ ഒരു കസേരയോ ബെഞ്ചോ ഇല്ലായിരുന്നു. ഒരു ദിവസം അടുത്ത വീട്ടുകാരൻ്റെ വരാന്തയിൽ ഒരു കസേര കിടന്നു. എൻ്റെ മകൻ അബിക്ക് അന്ന് 1 വയസ്സ് കഴിഞ്ഞു. അവൻ അതിൽ കയറി ഞെളിഞ്ഞിരുന്നു. ഏതോ വൻ കാര്യം സാധിച്ചതുപോലെ അവൻ ആ കസേരയിൽ മൂത്രമൊഴിച്ചു. ആ വീട്ടുകാരി വന്ന് അബിയെ കൈക്ക് പിടിച്ച് താഴെയിട്ടു. ലില്ലിയെ വിളിച്ച് കസേര കഴുകി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ലില്ലി ക്ഷമാപണത്തോടെ കസേര കഴുകി തുടച്ചു, തറയും തുടച്ചു കൊടുത്തു. അബിയെയും എടുത്ത് ഞാൻ മുറ്റത്തിറങ്ങി. എൻ്റെ അകത്ത് വേദനയുണ്ടായി. ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞുപോയി, ദൈവമേ, ഞാൻ മിലിറ്ററിയിലായിരുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ കസേര കാണുമായിരുന്നു, അവൻ അതിലിരിക്കുമായിരുന്നു. ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ അവിടെ അനേകം കസേരകളുണ്ട്, അവൻ അതിലിരിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ ഞാനൊരു പുറജാതിയാണ്.
എനിക്കൊരു കസേര തരണം. ഇതൊന്നും അറിയാതെ ആ ആഴ്ചയിൽ തന്നെ എയർഫോഴ്സിലെ ഒരു പൈലറ്റ് ഓഫീസർ കോശി ഒരു കസേര വീട്ടിൽ കൊണ്ടു തന്നു. ഒരു പ്രൊഫസർ ഒരു കസേര കൊണ്ടു തന്നു. ഒരു ഡോക്ടർ അതിന് ചേരുന്ന മറ്റൊരു കസേര കൊണ്ടു തന്നു. എൻ്റെ പപ്പ കേരളത്തിൽ നിന്നും അധികം താമസിയാതെ ഏറ്റവും നല്ല 2 കസേര പണിയിച്ചു കൊടുത്തയച്ചു. നോക്കണേ, ആരാണ് ഈ കസേര തരുവാൻ പറഞ്ഞത്? തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നവനായ, കരുതുന്നവനായ യേശു. ഞങ്ങളോടുകൂടെ സുവിശേഷ വേല ചെയ്യുവാൻ കോഴിക്കോട്ട് നിന്നും ഒരു ജോൺസൺ വന്നു. അദ്ദേഹത്തിന് ഒരു വാച്ച് കട സ്വന്തമായി ഉണ്ടായിരുന്നത് വിറ്റിട്ടാണ് വന്നത്. വന്ന് ചില ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സന്ധ്യയ്ക്ക് അദ്ദേഹം രോഗിയായി. രോഗം ആർക്കും മനസ്സിലാകുന്നില്ല. കിടക്കാൻ വയ്യ, കസേരയിൽ ഇരിപ്പാണ്, ശരീരം തളരുന്നു. ഓരോ ഭാഗം തളരുമ്പോഴും തിരുമ്മും, അപ്പോൾ മറ്റൊരു ഭാഗം തളരും. മണിക്കൂറുകൾ പലത് കഴിഞ്ഞു. ഞങ്ങൾ മാറി മാറി പ്രാർത്ഥിച്ചു. അസുഖം കുറയുന്നില്ല. പെട്ടെന്ന് നാക്കു കുഴഞ്ഞു. ജോൺസൺ പറഞ്ഞു, സാറേ, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. എൻ്റെ ആകമൊന്ന് പിടഞ്ഞു. മരിച്ചാൽ പലരും പല ചോദ്യങ്ങൾ ചോദിക്കും. അവിശ്വാസികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. എന്നാൽ എങ്ങനെ വിശ്വാസികളോട് മറുപടി പറയും? ഞാൻ പറഞ്ഞു, ഇല്ല ജോൺസ, ഞാൻ ആ ദൈവത്തെ അറിയുന്നില്ല. ബിസിനസ്സിലിരുന്ന് നീ സുവിശേഷ വേല ചെയ്യുവാൻ കേരളത്തിൽ നിന്നും ഇവിടെ വന്നു. നിന്നെ ദൈവം ഇവിടെ കൊണ്ടുവന്നു. അത് നിന്നെ കൊല്ലുന്ന ദൈവമല്ല. ഇവിടെ കൊണ്ടുവന്നു നിന്നെ കൊല്ലുന്ന ദൈവത്തെ ഞാൻ അറിയുന്നില്ല. സ്നേഹിക്കുകയും ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുകയും സുഖമാക്കുകയും ചെയ്യുന്ന ദൈവത്തെയാണ് ഞാൻ അറിയുന്നത്. നീ മരിക്കയില്ല, സുഖമാകും. ഞാൻ മുറിക്കകത്ത് പോയി തറയിൽ കവിണ്ട് വീണ് ദൈവത്തോട് സംസാരിച്ചു. പലതും പറഞ്ഞു. എഴുന്നേറ്റ് വന്ന് ജോൺസണോട് പറഞ്ഞു, ജോൺസൺ, ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം നിന്നെ മരിക്കുവാൻ അനുവദിക്കുകയില്ല, സുഖമാക്കിയിരിക്കുന്നു. ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഞാൻ പോയി കിടന്നുറങ്ങി. ജോൺസൺ ഇന്ന് ആരോഗ്യവാനായി വാരണാസിയിലുണ്ട്. ഞങ്ങൾ വിശ്വാസത്താൽ ആഹാരം കഴിക്കുന്നു. വിശ്വാസത്താലുള്ള പ്രാർത്ഥനയിൽ രോഗികൾ സൗഖ്യമാകുന്നു. വിശ്വാസത്താൽ പുതിയ സ്ഥലങ്ങളിൽ വേല തുടങ്ങുന്നു. വിശ്വാസത്താൽ കൂടുതൽ വേലക്കാരെ സുവിശേഷ വിലയ്ക്ക് എടുക്കുന്നു. വിശ്വാസത്താൽ ഭൂമി വാങ്ങുന്നു. വിശ്വാസത്താൽ പള്ളി പണിയുന്നു. വിശ്വാസത്താൽ സൈക്കിൾ വാങ്ങി വേലക്കാർക്ക് കൊടുക്കുന്നു. വിശ്വാസത്താൽ ഒരു വാൻ വാങ്ങി. വിശ്വാസത്താൽ പുതിയ വേലക്കാർക്ക് വേണ്ടി ഒരു ട്രെയിനിങ് സെന്റർ തുടങ്ങി. വിശ്വാസത്താൽ നമുക്ക് എല്ലാം ലഭ്യമാണ്. പാശ്ചാത്യ രാജ്യങ്ങളിലെ ക്രിസ്തീയ വിശ്വാസികളായ ബിസിനസ്സുകാർ വിശ്വാസത്താൽ ഭാവന ചെയ്ത് ബിസിനസ്സിൽ പുതിയ ചക്രവാളങ്ങൾ തേടുമ്പോൾ നാം കഷ്ടപ്പാടിൻ്റെയും കണ്ണുനീരിൻ്റെയും നഷ്ടത്തിൻ്റെയും അനുഭവങ്ങൾ പറഞ്ഞും കേട്ടും പരാജയം, കണ്ണുനീർ, നഷ്ടം ഇവയിൽ വിശ്വസിച്ച് ഇവയെ പ്രാപിക്കുകയാണ്. കേരളത്തിലെ പ്രാർത്ഥനാ കൂട്ടത്തിൽ നമുക്ക് അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യങ്ങൾ വളരെ കുറവാണ്. അനുഗ്രഹം ലഭിച്ചാൽ അത് പറയുവാൻ സന്തോഷക്കുറവാണ്. കർത്താവിൻ്റെ പിറകെ ഇറങ്ങിത്തിരിച്ചതിനാലുള്ള കഷ്ടപ്പാടുകളുടെ പട്ടികകളാണ് നാം നിരത്തുന്നത്. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ദൈവം നഷ്ടം വന്നാൽ അത് നികത്തി അതിലേറെ മടക്കി തരുമെന്നാണ്. കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ദൈവം അതിന് പലിശ സഹിതം അനുഗ്രഹം തരുമെന്നാണ്. രോഗം വന്നാൽ സൗഖ്യം തന്ന് അവൻ്റെ നാമം മഹത്വപ്പെടുത്തുവാനായി രോഗശാന്തി തരുമെന്നാണ്. എൻ്റെ കഴിഞ്ഞ കാലത്തെ അനുഭവം എന്നെ അതാണ് പഠിപ്പിക്കുന്നത്. വേദപുസ്തകം അതാണ് പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഏറെ ഈ വർഷം ഞാൻ എൻ്റെ പ്രിയനോട് അടുത്തിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ ഏറെ ഈ വർഷം എൻ്റെ നില മെച്ചപ്പെട്ടിരിക്കുന്നു. 1972 എനിക്കൊരു കസേര പോലും ഇല്ലായിരുന്നു. ഇന്ന് പല കസേരകളുണ്ട്. അന്ന് ചാക്കുമെത്തയുണ്ടാക്കി അതിൽ കിടന്നു. കട്ടിലില്ലായിരുന്നു. തണുപ്പിലും തറയിൽ കിടന്നു. ഇന്ന് ആവശ്യത്തിന് കട്ടിലുണ്ട്, മേശയുണ്ട്. 1979 വരെ ചോറുണ്ണുന്നത് തറയിലിരുന്നായിരുന്നു. ഇന്ന് മേശയും അതോടൊപ്പം കസേരയുമുണ്ട്. വാടക വീട്ടിൽ താമസിച്ച് പ്രയാസപ്പെട്ടു. 81 പത്താൻകോട്ട് ഭൂമി തന്നു. താമസിക്കാൻ 2 മുറിയും അടുക്കളയുമുള്ള ഒരു കെട്ടിടം തന്നു. 1977 ഒരു സൈക്കിൾ വേണമെന്ന് വിചാരിച്ചു. ഒരു പഴയ സൈക്കിൾ 200 രൂപയ്ക്ക് വാങ്ങി. 1979 ഒരു പുതിയ സൈക്കിൾ കർത്താവ് തന്നു. 1982 ഒരു വാൻ വാങ്ങിക്കുവാൻ കർത്താവ് സഹായിച്ചു. ഒരു കാലത്ത് കക്കൂസില്ലാത്ത, കുളിമുറിയില്ലാത്ത വാടക വീട്ടിൽ താമസിച്ചു. കട്ടിൽ ചരിച്ചു നിർത്തി അതിൽ തുണി വിരിച്ച് മറയുണ്ടാക്കി ലില്ലി കുടിക്കണം. രാത്രിയിൽ മാത്രമേ അടുത്തുള്ള പുരയിടത്തിൽ വെളിക്ക് പോകാനൊക്കത്തുള്ളൂ. പകൽ പോകുവാൻ സാധ്യമല്ല. അത്യാവശ്യ സമയത്ത് പ്ലാസ്റ്റിക് കടലാസ് പ്ലാസ്റ്റിക് കൂടിൽ വെളിക്കിറങ്ങി കെട്ടിവെച്ച് രാത്രിയിൽ കൊണ്ടുപോയി കളയേണ്ടതായി വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ താമസിക്കുന്നിടത്ത് പല കുളിമുറിയും കക്കൂസുകളും ദൈവം തന്നിട്ടുണ്ട്.
അതും വാടക കെട്ടിടത്തിലല്ല, ഞങ്ങളുടെ ബൈബിൾ സ്കൂളിൽ. 1976 അബിയെ കട്ര സ്കൂളിൽ കൊണ്ടുചെന്നാക്കിയപ്പോൾ മറ്റു കുട്ടികൾ ബെഞ്ചിലിരിക്കുമ്പോൾ തോട്ടി എന്ന കാരണത്താൽ അവൻ മാത്രം താഴെ ഇരിക്കേണ്ടി വന്നു. അവനെ അടിച്ചിട്ടും അവൻ സ്കൂളിൽ പോയില്ല. എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം പത്താംകോട്ടെ നല്ല സ്കൂളുകളിലാണ് പഠിച്ചത്. ദൈവം അവരെ പഠിപ്പിച്ചത്. ഒരു സഹോദരനെ കാണാൻ ചെന്നപ്പോൾ അവരുടെ മിഷനിൽ ചേർന്നാൽ പത്താംകോട്ട് 10 സെന്റ് ഭൂമി തരാമെന്ന് പറഞ്ഞു. ദൈവം പറയാതെ ഞാൻ ചേരുകയില്ല എന്ന് പറഞ്ഞു. ഇന്ന് അവർക്കുള്ളതിൽ എത്രയോ കൂടുതൽ ഭൂമി എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞാൻ മിലിറ്ററിയിൽ നിന്നും രാജിവെക്കുമ്പോൾ എൻ്റെ ഓഫീസർ മേജർ ഗോപിനാഥൻ നായർ പറഞ്ഞു, വർഗീസെ, നീ പട്ടിണി കിടന്ന് ചാകും, നിന്റെ ഭാര്യയെയും കൊച്ചിനെയും കൊല്ലും. ഞാൻ മറുപടി പറഞ്ഞു, ഈ സ്ഥിരതയില്ലാത്ത ഇന്ത്യ ഗവൺമെന്റ് സാറിന് ശമ്പളവും പെൻഷനും തരുമെന്ന് സാറിനറിയാം. സ്ഥിരതയും വിശ്വസ്തതയുമുള്ള ഈ എൻ്റെ സ്വർഗീയ ഗവൺമെന്റ്, കമാൻഡർ ജനറൽ യേശു, എൻ്റെയും കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റിത്തരിക തന്നെ ചെയ്യും. സാറിനെ ഇന്ത്യ ഗവൺമെന്റ് ആദരിക്കുന്നതിനേക്കാളധികം എൻ്റെ ദൈവം എന്നെ ആദരിക്കും. സംശയമുണ്ടെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ വന്ന് നോക്കിക്കൊള്ളുക. 1980 8 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് എഴുതി, എൻ്റെ യേശു എന്നെ ഒരു കണലിനേക്കാളധികം മാനിച്ച് പരിപാലിക്കുന്നു. പത്താൻകോട്ട് വഴി വരുമ്പോൾ ഞങ്ങളോടുകൂടെ 2 ദിവസം താമസിക്കണം. എൻ്റെ വീട്ടിലെ ഫോൺ നമ്പർ 5 ആണ്. ഹല്ലേലൂയ. പലരുടെയും വിചാരം പണം വിശ്വാസികളെ ആത്മീകമായി തണുപ്പിക്കുന്നു എന്നാണ്. ഇത് ശരിയല്ല. പണത്തോടുള്ള സ്നേഹം ദ്രവ്യാഗ്രഹമാണ്. അതാണ് ദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റുന്നത്. പണമുണ്ടായാലും പണമില്ല എങ്കിലും ഒരാൾക്ക് ദ്രവ്യാഗ്രഹം ഉണ്ടാകാം. വേറൊരാൾക്ക് ഈ 2 അവസ്ഥയിലും അല്പം പോലും ദ്രവ്യാഗ്രഹം ഉണ്ടാകാതെയും ജീവിക്കാം. വീട്ടാവശ്യത്തിന് ന്യായമായ വരുമാനം ഉണ്ടായാലും ദൈവത്തിന് കണക്ക് നോക്കി ദശാംശം കൊടുക്കാത്ത ആളുകളെ എനിക്കറിയാം. കഷ്ടിച്ചു മാത്രം ചെലവിന് വരുമാനമുള്ള കണക്കിലേറെ കൊടുക്കുന്നവരെയും എനിക്കറിയാം. 20% മുതൽ 50% വരെ ദശാംശം എന്ന പേരിൽ ദൈവത്തിന് കൊടുക്കുന്നവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. 80% അതിലേറെയും ദൈവത്തിന് കൊടുക്കുന്നവരെ പറ്റിയും കേട്ടിട്ടുണ്ട്. പണം നമ്മെ ചീത്തയാക്കുന്നില്ല. പണത്തോടുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ നിലപാടാണ് നമ്മെ ചീത്തയാക്കുന്നത്, നന്നാക്കുന്നത്. ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ സഭയിൽ 2 വിശ്വാസികളുണ്ട്. ഒരാൾ പാവപ്പെട്ടവനാണ്, ഒരു കാറുള്ളത് പഴയതാണ്. അയാൾ എന്നെ കാണാൻ വരുമ്പോഴെല്ലാം പറയുന്നത് തൻ്റെ പഴയ കാറിനെ പറ്റിയാണ്. ഒരു പുതിയ കാർ ഉണ്ടായിരുന്നെങ്കിൽ, സാമ്പത്തിക നില നന്നായിരുന്നെങ്കിൽ എന്നയാൾ കൂടെ പറയുന്നു. മറ്റേയാൾ പണക്കാരനാണ്, ഒരു പുതിയ കാറാണ് അയാൾക്കുള്ളത്. അയാൾ എന്നെ കാണുവാൻ വരുമ്പോൾ ദൈവം എത്ര നല്ലവനാണെന്നും ആ ആഴ്ച ദൈവം ചെയ്ത നന്മകളും വിവരിച്ചു പറയുന്നു. പണമോ ധനസ്ഥിതിയോ കാറോ അയാളുടെ സംസാര വിഷയമല്ല. സ്തോത്രം. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറപ്പെടുമ്പോൾ, നമുക്കാവശ്യത്തിന് എല്ലാം ഉള്ളപ്പോൾ, ദൈവവേലയ്ക്ക് കൊടുക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ, രോഗത്തിൽ നിന്നും വിമുക്തരായി ജീവിക്കുമ്പോൾ യേശുവിൻ്റെ നാമം മഹത്വപ്പെടുന്നു. ദ്രവ്യാഗ്രഹം നമ്മിൽ നിന്നും മാറിപ്പോകുന്നു. യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. പത്താംകോട്ട് ഒരു ഫോൺ വേണമെന്ന് പല ടീം മിഷണറിമാരും ആവശ്യപ്പെട്ടു എൻ്റെ ഓഫീസിൽ. അവർക്ക് അത്യാവശ്യമായ സമയത്ത് എന്നോട് സംസാരിക്കാൻ എൻ്റെ ഓഫീസിൽ ഒരു ഫോൺ ആവശ്യമാണ്. ഞാൻ ടെലിഫോൺ ഓഫീസിൽ പോയി സംസാരിച്ചു. 800 രൂപ കൊടുത്താൽ സാധാരണഗതിയിലുള്ള കണക്ഷൻ കിട്ടും. 5 വർഷത്തോളം എടുക്കും. 2000 രൂപ കൊടുത്താൽ മുൻഗണന കിട്ടും. 2 വർഷത്തിനകം കിട്ടും. അടിയന്തരമായി കിട്ടുന്നതിനും ചില നിയമങ്ങളുണ്ട്, കൂടുതൽ രൂപയാകും. സാധാരണഗതിയിലുള്ള അപേക്ഷ നൽകാം, അസാധാരണഗതിയിൽ ഫോൺ തരാൻ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 800 രൂപ കെട്ടിവെച്ചു. 5 വർഷത്തിനകമെന്നത് 2 വർഷത്തിലെങ്കിലും മുൻഗണനയിലാകുവാൻ ഞാൻ പ്രാർത്ഥിച്ചു. ആ ഇടയ്ക്കാണ് രാഷ്ട്രീയത്തിൽ വലിയ പിടിപാടുള്ളതും നാട്ടുപ്രമാണിയുമായ കൊർന്നല്യോസ് നമ്മുടെ സഭായോഗങ്ങളിൽ സംബന്ധിക്കുവാൻ തുടങ്ങിയത്. കൊല്ലം സ്വദേശിയായ ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തോട് ഫോണിൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം അടുത്ത ദിവസം ടെലിഫോൺ എഞ്ചിനീയറെ കണ്ടു സംസാരിച്ചു. ഞങ്ങളുടെ ചർച്ചിൽ ഒരു ഫോണിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടല്ലോ, ഒരു മതസ്ഥാപനമല്ലേ, മുൻഗണന തരണം. എഞ്ചിനീയർ സൂപ്പർവൈസറെ വിളിച്ചു സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ചർച്ചിൻ്റെ ടെലിഫോൺ അനുവദിച്ചു വന്നു, നാളെ രാവിലെ വന്ന ആൾക്കാരെയും കൂട്ടിക്കൊണ്ടുപോയി ടെലിഫോൺ ഫിറ്റ് ചെയ്താട്ടെ. വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അപേക്ഷിച്ചിട്ട് 3 മാസം പോലും ആയില്ല. അടുത്ത ദിവസം ടെലിഫോൺ പോസ്റ്റ് ഇട്ടു, ലൈൻ വലിച്ചു, ഫോൺ കിട്ടി, നമ്പർ 971. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നിന്നും വിളിച്ചു, ഫാദർ തോമസിനോട് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, ഇവിടെ ഫാദർമാരാരുമില്ല, ബ്രദർമാരേ ഉള്ളൂ. മറുവശത്തേതോ ഒരു പന്തികേട്.
അല്പം കഴിഞ്ഞപ്പോൾ ടെലിഫോൺ എഞ്ചിനീയർ ഫോണിൽ വിളിച്ചു. കാത്തലിക് ചർച്ചാണോ? അല്ല, പ്രൊട്ടസ്റ്റന്റ് ചർച്ചാണ്. എന്താണ് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര്? ബർഷേവ. മറുവശത്തിൽ കൂടുതൽ അമ്പരപ്പ്. വലിയ മഴയായിട്ടും ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നിന്നും ഒരു ജീപ്പ് നിറയെ ആൾക്കാർ വന്നു, എഞ്ചിനീയർ സഹിതം. അവർക്ക് അബദ്ധം പറ്റിയതാണ്. കൂടുതൽ രൂപ കെട്ടിവെച്ച് നേരത്തെ അപേക്ഷിച്ച കത്തോലിക്ക പള്ളിക്ക് അനുവദിച്ച ഫോണാണ് പള്ളി മാറി നമ്മുടെ മുറിയിൽ ഫിറ്റ് ചെയ്തത്. അവർ ഫോൺ കൊണ്ടുപോകുവാൻ വന്നതാണ്. ഞങ്ങൾ അങ്കിൾ കൊർന്നലിയോസിനെ വിവരം അറിയിച്ചു. അദ്ദേഹം വന്ന് പറഞ്ഞു, ഫോൺ കൊണ്ടുപോകാൻ ഒക്കത്തില്ല, ഞാൻ പരാതിപ്പെടും. ഇത്ര അശ്രദ്ധയോ? എത്ര പേർ പണിതിട്ടാണ് പോസ്റ്റ് ലൈൻ വലിച്ചത്? പരാതിപ്പെട്ടാൽ ജോലി പലരുടെയും പോകും, ശിക്ഷ കിട്ടും. ഒടുവിൽ സൂപ്പർവൈസർ എന്നെ കണ്ടു പറഞ്ഞു, ഫോൺ ഞങ്ങൾ എടുക്കുന്നില്ല. കത്തോലിക്ക പള്ളിക്കാർക്ക് ഒരു ഫോൺ വെച്ചു. ഈ നമ്പർ റെക്കോർഡിലായതിനാൽ അവർക്ക് കൊടുക്കാം. നിങ്ങൾക്കൊരു പുതിയ നമ്പർ തരാം. ഏതെങ്കിലും ക്യാൻസലായ നമ്പർ കാണും, അതിലൊന്ന് തരാം. ആരോടും പരാതിപ്പെടരുത്. അങ്ങനെയാണ് 2 വർഷം മുതൽ 5 വർഷം വരെ താമസിച്ച് ലഭിക്കേണ്ട കണക്ഷൻ എൻ്റെ കർത്താവ് 3 മാസത്തിനകം തന്നതും എല്ലാവർക്കും ഓർക്കുവാൻ കഴിയുന്നതുമായ 5 എന്ന നമ്പർ ലഭിച്ചതും. എൻ്റെ രണ്ടാമത്തെ മകൾ ജന്മന ബുദ്ധി കുറവുള്ളവളായിരുന്നു. പിശാച് പലപ്പോഴും എന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. നിന്റെ ദൈവം കരുണാസമ്പന്നനാണെങ്കിൽ ഇവൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഭവിച്ചു? എൻ്റെ ആദ്യകാല സുവിശേഷ സമയമായതിനാൽ അവൾക്ക് നല്ല ആഹാരമോ ആവശ്യത്തിന് പാലോ ഒരു കുപ്പി ടോണിക്കോ വാങ്ങിക്കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടായിരിക്കാമെന്ന് പിശാച് എൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. പ്രായത്തിനനുസരിച്ച് ബുദ്ധി വികസിക്കാത്ത അനിയെ സ്കൂളിൽ ചേർത്തു. കോൺവെന്റ് സ്കൂൾ, ഇംഗ്ലീഷ് മീഡിയം. ആദ്യത്തെ ദിവസം ഞാൻ അവളെ സ്കൂളിൽ കൊണ്ടുചെന്നാക്കിയപ്പോൾ അവൾ കരയുവാൻ തുടങ്ങി. ഉച്ചയ്ക്ക് വിളിക്കുവാൻ ചെന്നപ്പോഴും അവൾ കരയുകയാണ്. ചെറി മലർത്തി കോട്ടിപ്പിടിച്ച് കരയുമ്പോൾ തുപ്പൽ ഒലിച്ച് ഉടുപ്പിൽ വീഴും. അവൾ തുടയ്ക്കുകയില്ല, വായടയ്ക്കുകയുമില്ല. 2 ആഴ്ച കഴിഞ്ഞിട്ടും ആനിയുടെ പ്രകൃതം മാറിയില്ല. എന്നും വിളിക്കുവാൻ പോകുമ്പോൾ എനിക്ക് ദുഃഖമുണ്ടാകും. എങ്കിലും മക്കളെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ ദൈവത്തിൽ ഞാൻ വിശ്വസിച്ചു. ഒരു ദിവസം ഞാൻ ആനിയെ വിളിക്കുവാൻ ക്ലാസ്സിൽ ചെന്നപ്പോൾ സ്കൂളിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റാഫ് എന്നോട് പറഞ്ഞു, കരയുന്ന ഒരേ കുട്ടി നിങ്ങളുടെ മകൾ മാത്രമാണ്. ഒന്നുകിൽ പറഞ്ഞു മനസ്സിലാക്കണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്കൂളിലാക്കേണ്ടി വരും. ഇവൾ കരയുന്നത് കണ്ടാൽ മറ്റുള്ള കുട്ടികളെയും അത് ബാധിക്കും. അന്ന് രാത്രി ഞാനും ലിലിയും കൈകോർത്ത് പിടിച്ച് ആനിയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ജാതികളുടെ ഇടയിൽ അവരുടെ സന്തതിയെയും വംശങ്ങളുടെ മധ്യേ അവരുടെ പ്രജയെയും അറിയും. അവരെ കാണുന്നവരൊക്കെയും അവരെ യഹോവയെ അനുഗ്രഹിച്ച സന്തതി എന്ന് അറിയും. യെശയ്യാവ് 61:9 എന്ന വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ആനിയെ അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്തു. അടുത്ത ദിവസം രാവിലെ ആനിയെ മുൻപിലും അവിയെ പുറകിലും സൈക്കിളിലിരുത്തി സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ആനി ഇന്ന് കരയരുത്. സ്കൂളിൻ്റെ വാതിക്കൽ ഞാൻ അവളെ നിർത്തി. എൻ്റെ ഹൃദയം ആഞ്ഞു തുടിച്ചു. ആനി കരയുമോ? വിശ്വാസം പറഞ്ഞു, ഇല്ല. ദൈവം അവളെ ഇന്നലെ സൗഖ്യമാക്കി. ആനി മുന്നോട്ട് നടന്നു. എന്നത്തെയും പോലെയല്ല. സ്കൂളിൻ്റെ വാതിൽ കടന്നപ്പോൾ അവൾ തിരിഞ്ഞു നിന്ന് പറഞ്ഞു, ഡാഡി, ടാറ്റ, ഉച്ചയ്ക്ക് എളുപ്പം വരണേ. അവൾ ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. ആദ്യമായിട്ടാണ് ഞാൻ അവളെ സ്കൂളിൽ ചിരിച്ചു കണ്ടത്. ഹല്ലേലൂയ. ഉച്ചയ്ക്ക് ഞാൻ അവളെ വിളിക്കുവാൻ ചെന്നപ്പോൾ എൻ്റെ ഹൃദയം ഉറക്കെ വേഗം തുടിക്കുന്നുണ്ടായിരുന്നു. ആനി ഇന്ന് കരഞ്ഞു. സ്വയം പറഞ്ഞു, ഇല്ല, ദൈവം ഇന്നലെ രാത്രി അവളെ സൗഖ്യമാക്കി. ഇന്ന് രാവിലെ അവളെ അനുഗ്രഹിച്ചു. ഞാൻ ക്ലാസ്സിൽ ചെന്നു. അവളെ പഠിപ്പിക്കുന്ന സിസ്റ്റർ ആനിയോട് പറഞ്ഞു, ആനിയുടെ ഡാഡി വന്നിരിക്കുന്നു. ഞാൻ തുടിക്കുന്ന ഹൃദയത്തോടെ ആനിയെ നോക്കി. വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അവളന്ന് കരഞ്ഞിട്ടില്ല. അവൾ ചിരിച്ചുകൊണ്ട് പുസ്തകവും എടുത്ത് ഇറങ്ങി വന്നു. ആരാണ് ആനിക്ക് ബുദ്ധി കൊടുത്തത്? എൽ ശദായി, അസാധ്യങ്ങളുടെ ദൈവം, പ്രാർത്ഥന കേൾക്കുന്നവനും അനുഗ്രഹിക്കുന്നവനുമായ ദൈവം. വർഷങ്ങളധികം കഴിഞ്ഞില്ല. ആനി ക്ലാസ്സിൽ കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടികളിൽ ഒന്നായി മാറി. എൻ്റെ ദൈവത്താൽ അസാധ്യമായത് യാതൊന്നുമില്ല. വിക്രംജിത്ത് സത്യസായി ബാബായുടെ ശിഷ്യനും ഭക്തനുമായിരുന്നു. തൻ്റെ ഗുരുവുമൊത്ത് സായിബാബായുടെ ഉപദേശങ്ങൾ പ്രസംഗിക്കുവാൻ ലോകമാകമാനം ചുറ്റിക്കറങ്ങിയിട്ടുണ്ട്. സമ്പത്തുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ സമാധാനം കിട്ടിയില്ല. സമാധാനം അന്വേഷിച്ച് നഗ്നപാദങ്ങളോടെ അദ്ദേഹം തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ച് നടക്കുമ്പോൾ യേശുവിനെ പറ്റി കേട്ടു. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. എൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടു. ഇപ്പോൾ തൻ്റെ നാടായ ഹിമാചൽ പ്രദേശിൽ സുവിശേഷ വേല ചെയ്യുന്നു. ഒരിക്കൽ ഞാനും സഹോദരൻ വിക്രംജിത്തും കൂടി കേരളത്തിൽ പോയിരുന്നു. 1980 നടന്ന കുന്നംകുളം ഐക്യ കൺവെൻഷന് പ്രസംഗിക്കാൻ എനിക്കും സാക്ഷ്യം പറയുവാൻ വിക്രംജിത്തിനും ക്ഷണം ലഭിച്ചിരുന്നു.
ഞങ്ങൾ കുന്നംകുളത്ത് താമസിക്കുമ്പോൾ ഒരു ദിവസം പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോൾ വിക്രംജിത്ത് എന്നോട് ഒരു വിവരം പറഞ്ഞു. എൻ്റെ മൂത്ത മകൾക്ക് ചില പ്രത്യേകതകൾ എൻ്റെ ഭാര്യ കണ്ടുപിടിച്ചു. ധാരിവാൾ സാൽവേഷൻ ആർമി ആശുപത്രിയിലെ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു ഓപ്പറേഷൻ ആവശ്യമാണ്. ആ ഓപ്പറേഷനോടുകൂടി മാത്രമേ എൻ്റെ മകൾ ഒരു പൂർണ്ണ പെൺകുട്ടിയാകുകയുള്ളൂ. ഞാൻ ഈ വിവരം അവിടെ കൂടിയിരുന്ന പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സഹോദരന്മാരോട് പറഞ്ഞു. അന്നത്തെ സഹപ്രസംഗകരായിരുന്ന ഒരു സായിപ്പും ബ്രദർ കുഞ്ഞുമോൻ ചാക്കോയും എല്ലാം ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുവാൻ നിശ്ചയിച്ചു. അവിടെ ഉണ്ടായിരുന്ന മറ്റ് സഹോദരന്മാരും കൂടെ ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. മടങ്ങി വന്ന ശേഷം ഞാൻ സഹോദരൻ വിക്രംജിത്തിനെ കുറച്ച് രൂപയും ലുധിയാന ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലേക്ക് ഒരു കത്തും കൊടുത്തയച്ചു. അവർ ആ കുട്ടിയെ മാറി മാറി പരിശോധിച്ചു. എന്നാൽ ഒരു കുഴപ്പവും അവർക്ക് അവളിൽ കാണുവാൻ കഴിഞ്ഞില്ല. ഇന്ദു പൂർണ്ണമായും ഒരു പെൺകുട്ടിയായി മാറിക്കഴിഞ്ഞു. ആരുമറിയാതെ ഓപ്പറേഷൻ ചെയ്തത് പ്രാർത്ഥന കേൾക്കുന്ന യേശു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വിരലനക്കുവാൻ അവൻ ഇന്നും കാത്തിരിക്കുകയാണ്. ഈ യേശു കാത്തിരിക്കുകയാണ്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ യേശുവിൽ നിന്നും പ്രാപിക്കുവാൻ പ്രയാസമായ യാതൊന്നും തന്നെയില്ല. വിശ്വസിക്കുന്നവരാൽ എല്ലാം സാധ്യം, ദൈവത്താൽ എല്ലാം സാധ്യം. എൻ്റെ ഈ പ്രസംഗം, എൻ്റെ ഈ പുസ്തകം നിങ്ങൾക്ക് അനുഗ്രഹം പകർന്നു തരട്ടെ, വിടുതൽ തരട്ടെ, സൗഖ്യം തരട്ടെ. വിടുതലിൻ്റെ താക്കോൽ സ്വായത്തമാക്കുവാൻ ഉള്ള അറിവ് ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ സഭയുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടി എന്നെ രക്ഷിച്ച് അനുഗ്രഹിച്ച് സുവിശേഷം പ്രസംഗിക്കുവാൻ ആക്കി വച്ചിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുന്നു. അവനോ വളരണം, ഞാനോ കുറയണം, നിങ്ങളോ അനുഗ്രഹം പ്രാപിക്കണം. കർത്താവിൻ്റെ വേലക്കാരൻ PG വർഗീസ് ഉപദേശി. അധ്യായം 1. പ്രാർത്ഥിക്കുക, പ്രാപിക്കുക. ഇന്ന് നാം ലോകത്തിൽ കാണുന്ന ജനത്തെ ആത്മീകമായി 3 വിഭാഗങ്ങളായി തരംതിരിക്കാവുന്നതാണ്. ഇതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തി പോലും ഉണ്ടാകത്തില്ല. എന്നാൽ ഇതിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട ജനം നിരന്തരമായി പ്രാർത്ഥനയുടെ അനുഭവത്തിൽ പാർക്കുന്നവരാണ്. യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന ജനം എന്ന വിശുദ്ധ ബൈബിൾ അവരെക്കുറിച്ച് പറയുന്നു. അവർ എന്തു ചെയ്താലും എവിടെ പോയാലും സ്തുതിയും സ്തോത്രവും അപേക്ഷയും എപ്പോഴും അവരുടെ നാവിലുണ്ടായിരിക്കും. ദൈവസന്നിധിയിൽ എപ്പോഴും ആയിരിക്കുന്നു. രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ ദൈവവുമായി വേണ്ടത്ര അടുത്ത ബന്ധമില്ലാത്തവരാണ്. ലോകത്തിലെ ഭൂരിപക്ഷം പേരും ഈ വിഭാഗക്കാരാണ്. ഓരോ ആവശ്യങ്ങൾക്ക് അവർക്ക് ദൈവത്തെ വേണം. പണം കൊണ്ടോ പൂജാകർമ്മങ്ങൾ കൊണ്ടോ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അവർ ശ്രമിക്കുന്നു. പ്രാർത്ഥന ഒരു ചടങ്ങായി ഇവർ കാണുന്നു. ഈ ചടങ്ങുകൾ നിർവഹിച്ചു കഴിയുമ്പോൾ ദൈവത്തിനു വേണ്ടി താൻ എന്തൊക്കെയോ ചെയ്തു എന്നൊരു വിചാരം, ഒരുതരം അഹംഭാവത്തിൻ്റെ സംതൃപ്തിയാണ് അവരിൽ ഉണ്ടാകുന്നത്. എന്നാൽ ഒരു അത്യാവശ്യമോ അപകടമോ പ്രശ്നമോ വരുമ്പോൾ ഇവർ ദൈവത്തോട് നിലവിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നേർച്ചകൾ നേരുന്നു. അപ്പോൾ കാര്യങ്ങൾ അനുകൂലമായി തീർന്നാൽ അത് ദൈവ ഇഷ്ടമായിരുന്നെന്നോ ദൈവത്തിന് തന്നോടുള്ള അതിരറ്റ വാത്സല്യം കൊണ്ടാണത് സംഭവിച്ചതെന്നോ, എന്നാൽ പാപവും കുറവുകളും ഒക്കെ ഉണ്ടായാലും താൻ ദൈവത്തിന് പ്രിയപ്പെട്ട പൈതലാണെന്നൊക്കെ അവർ കരുതുന്നു. മറുപടി ലഭിച്ചില്ലെങ്കിൽ പലവിധ ക്ഷയാത്മകമായ പ്രതികരണങ്ങൾ ഇവരിൽ ഉണ്ടാകുന്നു. അവ ഓരോന്നും അതാത് വ്യക്തികളെ ആശ്രയിച്ചിരിക്കും. മൂന്നാമത്തെ കൂട്ടർ നിരീശ്വരവാദികളാണ്. വാസ്തവത്തിൽ നിരീശ്വരർ അല്ല. ഞാൻ ഇതേവരെ ഒരു യഥാർത്ഥ നിരീശ്വരനെ കണ്ടിട്ടില്ല. അവരെപ്പറ്റി കേട്ടിട്ടുണ്ട്. ദൈവിക കൽപ്പനകൾ അനുസരിക്കുന്നതിലുള്ള പ്രയാസം കൊണ്ടോ വിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപാകെ നിൽക്കുവാനുള്ള പ്രാഗൽഭ്യം ഇല്ലാത്തതുകൊണ്ടോ കുറ്റബോധത്താലോ തങ്ങളുടെ തന്നെ മനോമണ്ഡലത്തിൽ പതിഞ്ഞിട്ടുള്ള പാപങ്ങളുടെ പട്ടികയെ മനഃപൂർവ്വം മറക്കുവാനോ കുറ്റബോധത്തിൽ നിന്നും ഒളിച്ചോട്ടമായോ ഇവർ ഈശ്വരനുണ്ടെന്ന് മനസ്സിൽ പറഞ്ഞാലും ഈശ്വരനില്ലെന്ന് ഇവർ ഉറക്കെ വാദിക്കുന്നു. എന്നാൽ ഇതിൽ കുറേ പേർ ഒഴുക്കിനെതിരെ നീന്തുന്നതിൽ വിനോദം കണ്ടെത്തുന്നവരാണ്. ക്രൂരമായ സംതൃപ്തി നേടുന്നു. അല്പം ചിലർ പുതിയ ആശയങ്ങളുടെ പേരിൽ വെറുതെ വാദിക്കുന്നു. എന്നാൽ ഇവരിൽ 3/4 പങ്കും ഈശ്വരകോപത്തെ ശാന്തമാക്കുവാൻ ഏതെങ്കിലും വിധത്തിൽ ദാനകർമ്മങ്ങൾ നടത്തുന്നു. ഇവരിൽ എല്ലാവരും തന്നെ അത്യാവശ്യ സമയത്ത് രഹസ്യമായിട്ടെങ്കിലും പ്രാർത്ഥിക്കുന്നു. മറ്റു ശക്തികൾക്ക് സഹായിക്കുവാൻ കഴിയുകയില്ലെന്നും സഹായം അത്യാവശ്യമാണെന്നും മനസ്സിലാകുമ്പോൾ യഥാർത്ഥ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇടിവെട്ടുമ്പോൾ ഇവരിൽ പലരും കുരിശു വരയ്ക്കുന്നു. ചുരുക്കത്തിൽ ബുദ്ധിയുള്ള മനുഷ്യൻ്റെ പ്രകൃതമാണ് പ്രാർത്ഥിക്കുക എന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുന്നു.
ഈ 3 വിധത്തിലുള്ള പ്രാർത്ഥനയ്ക്കും ചിലപ്പോൾ മറുപടി ലഭിച്ചെന്നു വരാം. എന്നാൽ ആദ്യത്തെ വിഭാഗക്കാരുടെ കൂടുതൽ പ്രാർത്ഥനയ്ക്കും മറുപടി ലഭിക്കുന്നു. രണ്ടാമത്തെ കൂട്ടർക്ക് ലഭിച്ചാലുമായി ഇല്ലെങ്കിലുമായി. ലഭിച്ചാൽ അത് തങ്ങളോടുള്ള ദൈവസ്നേഹത്തിൻ്റെ കൂടുതൽ കൊണ്ടാണെന്ന് കരുതി പഴയ ജീവിതത്തിൽ തന്നെ തുടരുന്നു. മൂന്നാമത്തെ കൂട്ടരോ പ്രാർത്ഥനയുടെ മറുപടി ലഭിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായി വന്ന് സംഭവിച്ചതാണെന്ന് വിശ്വസിക്കും. ലഭിച്ചില്ലെങ്കിലോ ദൈവത്തിനെതിരായി കൂടുതൽ സംസാരിച്ച് പാപം വർദ്ധിപ്പിക്കുന്നു. എൻ്റെ ഈ പ്രസംഗത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. എപ്രകാരമുള്ള പ്രാർത്ഥനയ്ക്കാണ് ദൈവം മറുപടി തരുന്നത്? നിങ്ങൾക്കാവശ്യമായ ഒരു അത്ഭുതം ബലാത്കാരമായി ദൈവത്തിൽ നിന്ന് നേടിയെടുക്കുവാൻ എങ്ങനെ കഴിയും എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ വിശദമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1. മലയെ നീക്കുന്ന പ്രാർത്ഥന. മത്തായി 21:21, 22 വാക്യങ്ങൾ. അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. മലയെ നീക്കുവാനുള്ള ശക്തിയോ? അതെ, അതിന് എന്താണ് ആയുധം? ചില വാക്കുകൾ മാത്രം, വെറും വാക്കുകളോ അല്ല, വിശ്വാസത്തോടെയുള്ള വാക്കുകൾ. യേശു വീണ്ടും തുടർന്നു. വാക്യം 22, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. പർവ്വതത്തെ മാറ്റുവാനുള്ള ശക്തി മാത്രമോ? അല്ല, അതിലുപരി എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. ഇംഗ്ലീഷിൽ, ആൻഡ് ഓൾ തിങ്സ് വാട്ട്സോഎവർ യു ഷാൽ ആസ്ക് ഇൻ പ്രെയർ ബിലീവിംഗ് യു ഷാൽ റിസീവ്. അതായത് എല്ലാം, അത് എന്തു തന്നെയായിരുന്നാലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ലഭിക്കും. എല്ലാം എന്തു തന്നെയായാലും എന്നാണ് യേശു പറഞ്ഞത്. കാര്യങ്ങൾ നന്നാകുമെന്നോ കുറേയേറെ വ്യത്യാസം വരുമെന്നോ കരുതിയാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയില്ല. സർവ്വസാധാരണമായി വിശ്വാസം ബലഹീനമായി പോകുന്നതിനുള്ള ഒരേ കാരണമാണുള്ളത്. എൻ്റെ പല പ്രാർത്ഥനകൾക്കും മറുപടി ലഭിക്കാത്തത് ദൈവ ഇഷ്ടം അല്ല എന്നുള്ള ചിന്താഗതി. ദൈവ ഇഷ്ടപ്രകാരമല്ലാത്ത കാര്യങ്ങൾക്ക് ദൈവം മറുപടി തരികയില്ല എന്നുള്ളത് ശരിയാണ്. എന്നാൽ നാം പ്രാർത്ഥിക്കുന്ന അധികം പ്രാർത്ഥനകളും ദൈവ ഇഷ്ടപ്രകാരമാണ് എന്ന് നാം അറിയാതെ പോകുന്നു. ദൈവമക്കൾ തങ്ങളുടെ സാമ്പത്തിക പരാധീനതയിൽ നിന്നും വിടുതൽ പ്രാപിക്കണമെന്നുള്ളത് ദൈവ ഇഷ്ടമാണ്. രോഗികൾ സൗഖ്യമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പൈശാചിക ശക്തിയിൽ നിന്നും മനുഷ്യർ വിടുതൽ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഭയത്തിൽ നിന്നും ശാപത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുകയും ദൈവിക സന്തോഷം അതിൻ്റെ അളവിൽ അനുഭവിക്കുകയും ചെയ്യണമെന്നുള്ളത് ദൈവ ഇഷ്ടം തന്നെയാണ്. നാം ആരോഗ്യമുള്ളവരായിരിക്കണമെന്നും അഭിവൃദ്ധി പ്രാപിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. വേദപുസ്തകം 3 യോഹന്നാൻ 2 വാക്യം, ശുഭമായും സുഖമായും ഇരിക്കണം. ഇംഗ്ലീഷിനകത്ത് thou mayest prosper and be in health. അതിന് നമ്മുടെ വിശ്വാസം വർദ്ധിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവവചനം നാം മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കൊലോസ്യർ 1:9. നാം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണമെന്നും നാം എല്ലാവരും മറ്റുള്ള എല്ലാ കൃപാവരങ്ങളാൽ നിറയണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 14:1. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും നമുക്കവൻ തന്ന് അനുഗ്രഹിച്ചിരിക്കുകയാണെന്ന് നാം അറിഞ്ഞും വിശ്വസിച്ചും അത് അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എഫേസ്യർ 1:3. നാം ഭൂമിയിലായിരിക്കുമ്പോഴും ആത്മീക പിതാവിനോടും പുത്രനോടും കൂടെ ഒന്നിച്ച് നമ്മെ ഇരുത്തിയിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയും അതിലൂടെ ലഭിക്കുന്ന ആ സന്തോഷവും അവകാശങ്ങളും മനസ്സിലാക്കി എല്ലാ നന്മകളും അനുഭവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. എഫേസ്യർ 2:6. നോക്കുക, നമ്മുടെ മിക്ക അപേക്ഷകളും ദൈവ ഇഷ്ടപ്രകാരമാണ്. നാം പരാജയത്തെ പ്രതീക്ഷിച്ച് പരാജയപ്പെട്ടു പോകാമെന്ന് ചിന്തിച്ച് നടന്നാൽ, വിശ്വാസത്തിൽ ബലഹീനപ്പെട്ടു പോയാൽ പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കാതെ പോകും. പ്രാർത്ഥന നമ്മുടെ അവസാന സങ്കേതമല്ല. പ്രാർത്ഥന നമ്മുടെ ഉയരുവാനുള്ള, പ്രാപിക്കുവാനുള്ള അത്ഭുതങ്ങളുടെ ദിവസം തോറുമുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ്. നിങ്ങൾക്ക് ഇന്ന് ഒരാവശ്യമുണ്ടോ? പൈശാചിക ശക്തിയിൽ നിന്നും വിടുതൽ, ധനപരമായ ഞെരുക്കത്തിൽ നിന്നും മോചനം, സ്നേഹിക്കുവാനുള്ള കഴിവിൻ്റെ കൃപ, ഭയത്തിൽ നിന്നോ രോഗത്തിൽ നിന്നോ ഉള്ള വിടുതൽ, ഒരു ജോലി ലഭിക്കുവാനോ ഉയർച്ചയുണ്ടാകുവാനോ ഉള്ള ആവശ്യം, കുറച്ചുകൂടി ഭേദമായ ജീവിത സൗകര്യവും, ഇങ്ങനെ ഏതെങ്കിലും ഒരു വിടുതൽ അത്ഭുതം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? നിങ്ങൾക്കത് ലഭിക്കാതെ ഇരിക്കുവാൻ യാതൊരു കാരണവും ഞാൻ കാണുന്നില്ല. ഇവയെല്ലാം നിങ്ങളുടേതാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവൻ നിങ്ങൾക്കായി കരുതിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കിയിരിക്കുന്ന അനേക വേദവാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്.
ഇവ അനുഭവമാക്കുവാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. നിങ്ങൾക്ക് അതിന് കഴിയും. ഇതിന് നാം എടുക്കേണ്ട ചില ചവിട്ടുപടികൾ ഞാൻ അടുത്ത അധ്യായത്തിൽ പറയാം. നമുക്കൊന്നിച്ച് പഠിക്കാം. അടുത്ത ചവിട്ടുപടി മാനസാന്തരപ്പെടുക. അധ്യായം 2. മാനസാന്തരപ്പെടുക. ദൈവം തൻ്റെ അനുഗ്രഹങ്ങൾ മക്കൾക്കാണ് കൊടുത്തിരിക്കുന്നത്. മത്തായി 15:26 മക്കളെങ്കിൽ അവകാശികളുമാകുന്നു എന്നാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അനുഗ്രഹം മക്കളുടെ അപ്പമാണ്. നീ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ അനുഗ്രഹമാകുന്ന അപ്പം നല്ല പിതാവായ ദൈവം നിനക്ക് തരുവാൻ ബാധ്യസ്ഥനാണ്. അവനതിന് മനസ്സുണ്ട്. നീ ദൈവപൈതലാണെന്നുള്ള പരിപൂർണ ബോധ്യം വരുന്നില്ലെങ്കിൽ ഈ സമയത്ത് തന്നെ വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ വായിച്ച് അത് അംഗീകരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവപൈതലായി തീരുക. അതിന് സഹായമായ ചില വാക്യങ്ങൾ ശ്രദ്ധിക്കുക. റോമർ 6:23 പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. 1 യോഹന്നാൻ 1:9 നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. 1 യോഹന്നാൻ 1:7 അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപത്തെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യോഹന്നാൻ 1:12 യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. അധികാരം ദൈവം തന്നിരിക്കുകയാണ്. നാം അത് ഏറ്റെടുത്താൽ മതി. വെളിപ്പാട് 3:20 യേശു പറയുകയാണ്, യേശു വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. യോഹന്നാൻ 6:37 എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. 2 കൊരിന്ത്യർ 6:2 കൂടി ശ്രദ്ധിക്കാം. ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാദിവസം. ഈ ദൈവവചനങ്ങൾ പല പ്രാവശ്യം വായിക്കുക, കേൾക്കുക. ഓരോ വാക്കുകളും ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം തന്നെ അന്വേഷിക്കുന്നവർക്ക് താൻ ആരാണെന്ന് വെളിപ്പെടുത്തും. എന്നാൽ ഈ വാക്യങ്ങൾ വായിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ദൈവവേദലാണെന്നുള്ള ഉറപ്പ് കൈവന്നിട്ടില്ല എങ്കിൽ ഏതെങ്കിലും ഒരു സുവിശേഷ വേലക്കാരനെയോ ഉപദേശിയെയോ ദൈവപൈതലായി ജീവിക്കുന്ന ഒരു വ്യക്തിയെയോ നേരിൽ ചെന്ന് കാണുക. അവർ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. ചുരുക്കത്തിൽ, നിങ്ങൾ ഒരു ദൈവപൈതലാണെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് പ്രാപിക്കാം. എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കാം. എന്നാൽ നിങ്ങൾ ഒരു ദൈവപൈതലല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ വക അനുഗ്രഹങ്ങൾ ദൈവം തരണമെന്നില്ല. അതിനാൽ ആദ്യമായി നിങ്ങൾ കയറേണ്ട ചവിട്ടുപടി യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ഒരു ദൈവപൈതലാകുക. മറക്കരുതേ, ഇത് അനുഗ്രഹത്തിൻ്റെ ആദ്യപടിയാണ്. അടുത്ത ചവിട്ടുപടി അധ്യായം 3 ഒരു അനുഭവം പറയുകയാണ്. ഒരു യൗവനക്കാരൻ ദൈവപൈതലായി തീർന്നതിൻ്റെ സാക്ഷ്യം ശ്രദ്ധിക്കുക. ഞാൻ രാജസ്ഥാനിലുള്ള ഒരു ഹിന്ദു പഞ്ചാബി ക്ഷത്രിയ കുടുംബത്തിൽ ജനിച്ചു. ഞാൻ വീട്ടിലെ ഏക ആൺകുട്ടിയായിരുന്നതിനാൽ കൂടുതൽ സ്നേഹവും വാത്സല്യവും ലഭിച്ചു. ഞാൻ ചീത്തക്കുട്ടികളുമായി കൂട്ടുകൂടി. മോഷണം, സിഗരറ്റ് വലി, ദുർനടപ്പ്, ഇന്നിങ്ങനെ പലതും എന്നിൽ വന്നുകൂടി. എൻ്റെ ദുസ്വഭാവങ്ങൾക്ക് വേണ്ട പണം ദുസ്വഭാവങ്ങൾ കൂടി തന്നെ നേടി. എന്തു പറയട്ടെ, ഇതിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ഞാൻ പല പ്രാവശ്യം വീട് വിട്ടോടി. ഒരിക്കലൊരു സന്യാസിയുടെ ശിഷ്യനായി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ദുർനടപ്പ് കണ്ട് ഞാനത് വിട്ടു. ഞാൻ വീട്ടിൽ മടങ്ങിച്ചെല്ലുമ്പോഴെല്ലാം എൻ്റെ അമ്മ എന്നെയും കൊണ്ട് ദൂരെയുള്ള പുണ്യസ്ഥലങ്ങളിൽ തീർത്ഥാടനങ്ങൾ നടത്തി. അനേകം തീർത്ഥാടനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സന്യാസിയുടെ കാൽ കഴുകി കുടിച്ചു. പക്ഷെ നന്നാകുവാൻ ഞാൻ ആഗ്രഹിച്ചിട്ടും ഇങ്ങനെയുള്ള പല മാർഗങ്ങൾ സ്വീകരിച്ചിട്ടും ഞാൻ നന്നായില്ല. ഒടുവിൽ എപ്പോഴും ചിരിക്കുന്ന ഒരു കൂട്ടരെ ഞാൻ കണ്ടുമുട്ടി, സർക്കസുകാർ. ഞാൻ അവരോടൊപ്പം ചേർന്നു. ആദ്യമൊക്കെ ചിരിച്ചു, പിന്നെ ചിരിക്കുവാൻ കള്ളു കുടിക്കുവാൻ രൂപ മോഷ്ടിച്ചു, കള്ളക്കണക്കെഴുതി. വീണ്ടും ഞാൻ നിരാശനായി. ഒരു ദിവസം സമാധാനം തരുന്ന യേശുവിനെ പറ്റി എഴുതിയ ഒരു കടലാസ് എനിക്ക് കിട്ടി. ഞാൻ ഈ കടലാസ് വിതരണം ചെയ്യുന്ന മനുഷ്യനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന് സമാധാനം കിട്ടിയ വിധം എന്നോട് പറഞ്ഞു. ഞാൻ ആ മനുഷ്യനോടുകൂടെ പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ചു. അദ്ദേഹം ചിരിച്ചു, ഞാനും ചിരിച്ചു. എനിക്ക് അതുവരെ ഇല്ലാതെ ഇരുന്ന ഒരു സമാധാനം കിട്ടി. ഞാനൊരു ദൈവപൈതലായി തീർന്നു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ചു. അദ്ദേഹം തന്ന
ഒരു പുതിയ നിയമവുമായി ഞാൻ സർക്കസ് കൂടാരത്തിലേക്ക് മടങ്ങി. അപ്പോഴും എൻ്റെ പോക്കറ്റിൽ ഒരു സിഗരറ്റ് ഉണ്ടായിരുന്നു. പെട്ടിയിൽ ഒരു കുപ്പിയിൽ ഒരു ഗ്ലാസ് ചാരായവും. എൻ്റെ കൂടാരത്തിൽ പ്രവേശിച്ച ഉടനെ അത് തീർക്കുവാനുള്ള ഒരാഗ്രഹം തോന്നി. ചാരായം ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ചു. സിഗരറ്റ് എടുത്ത് വായിൽ വെച്ചു. ഒരു കൈയിൽ തീപ്പെട്ടിയും മറ്റേ കൈയിൽ ചാരായവുമായി ഞാൻ കിടക്കയിലിരുന്നു. പെട്ടെന്ന് ഞാൻ ചിന്തിക്കുവാൻ തുടങ്ങി. അല്പം മുൻപ് ആ താടിക്കാരൻ പറഞ്ഞു, പ്രാർത്ഥിച്ചപ്പോൾ യേശു അവനെ രക്ഷിച്ചെന്ന്. അവൻ പറഞ്ഞതുപോലെ ഞാനും പ്രാർത്ഥിച്ചതാണ്. പക്ഷേ എൻ്റെ സിഗരറ്റ് വലി മാറിയില്ല, എൻ്റെ ചാരായം കൂടി മാറിയില്ല. എന്താണ് കാരണം? യേശു ദൈവമാണെങ്കിൽ, പ്രാർത്ഥന കേൾക്കുന്നവനാണെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേട്ടില്ല? എന്നെ എൻ്റെ പാപത്തിൽ നിന്നും എന്തുകൊണ്ട് രക്ഷിച്ചില്ല? ഞാൻ തലയിൽ കൈയും വെച്ച് അങ്ങനെ കുറേ നേരം ചിന്തിച്ചിരുന്നു. ഒന്നുകൂടി യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ, എന്നെ രക്ഷിക്കുന്നതിന് അപേക്ഷിക്കുവാൻ ഒരാഗ്രഹം തോന്നി. ഈ യേശു എൻ്റെ അവസാന അഭയസ്ഥാനമാണ്. ഞാൻ ചാരായവും സിഗരറ്റും പെട്ടിയിൽ തിരിച്ചു വെച്ച് പുറത്തിറങ്ങി. അടുത്ത ഒരു ഇലവിൻ്റെ മരമുണ്ടായിരുന്നു. അതിൻ്റെ ചുവട്ടിൽ പോയിരുന്ന യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായി. പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കുവാൻ അറിഞ്ഞുകൂടാ. എന്നാൽ ഞാൻ യേശുവിനോട് പറയാനുള്ള വിവരം പറഞ്ഞു. ഞാൻ അവനോട് സംസാരിച്ചു. യേശുവേ, ഞാനിന്ന് നിന്നെപ്പറ്റി കേട്ടു. നീ ആ താടിക്കാരന് സമാധാനവും സന്തോഷവും കൊടുത്തതിനെപ്പറ്റി കേട്ടു. ആ താടിക്കാരന് സമാധാനമുണ്ട്. അയാളുടെ വീട്ടിൽ കട്ടിലില്ല, കസേരയില്ല, മറ്റൊന്നുമില്ല. പക്ഷെ അയാൾക്കും ഭാര്യയ്ക്കും സമാധാനമുണ്ട്. എനിക്ക് പ്രാർത്ഥിക്കുവാൻ അറിഞ്ഞുകൂടാ. പക്ഷെ നീ എന്നെ രക്ഷിക്കണം. ആ താടിക്കാരൻ പറഞ്ഞത് ശരിയാണ്. ഞാൻ പാപിയാണ്. എനിക്കതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ട്. യേശുവേ, ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് കണ്ണുനീരെ കൊടുത്തിട്ടുള്ളൂ. അവർക്ക് ആശ്വാസപുത്രനായി തീരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ സഹോദരിമാർക്ക് താങ്ങും തണലുമായി തീരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നെ സഹായിക്കണമേ. നീ എൻ്റെ ഹൃദയത്തിൽ വന്നാട്ടെ. നീ മാത്രം ഇന്നു മുതൽ എൻ്റെ ദൈവമാണ്. നീ മാത്രം ഇനി മുതൽ എൻ്റെ ഗുരുവാണ്. ഞാൻ നിന്റെ ശിഷ്യനാണ്. അദ്ദേഹം തുടരുകയാണ്. എൻ്റെ മനസ്സിൽ എന്തോ സംഭവിച്ചു. മണിനാദം കേൾക്കുകയോ പ്രകാശം കാണുകയോ ഒന്നും ഉണ്ടായില്ല. പക്ഷെ എനിക്കറിയാമായിരുന്നു, എനിക്ക് ഹൃദയത്തിൽ എന്തോ സംഭവിച്ചു. ഇരച്ചുകൊണ്ടിരുന്ന ഒരു മോട്ടോർ നിർത്തിയതുപോലെ ഹൃദയത്തിൽ ശാന്തത. എന്തോ ഒരു സമാധാനം. ഞാൻ കൂടാരത്തിലേക്ക് മടങ്ങിച്ചെന്നു. എൻ്റെ പെട്ടിയിലിരുന്ന ചാരായവും സിഗരറ്റ് എടുത്തു കളയുവാൻ തീരുമാനിച്ചു. അതോ ആർക്കെങ്കിലും അത് കൊടുക്കണമോ എന്നാലോചിച്ചു. എനിക്ക് നല്ലതല്ലാത്തത് മറ്റൊരാൾക്കും നല്ലതല്ല. ഞാൻ ആ ചാരായ കുപ്പി എറിഞ്ഞുടച്ചു. സിഗരറ്റ് വലിച്ചെറിഞ്ഞു. മനസ്സിന് ഒരാശ്വാസം. യേശു എന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇതാരോടെങ്കിലും പറയണം. ചീട്ട് കളിച്ചുകൊണ്ടിരുന്ന എൻ്റെ 3 കൂട്ടുകാരോട് ഞാൻ വിവരം പറഞ്ഞു. യേശുവിനെ പറ്റി പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ താടിക്കാരൻ്റെ അടുക്കലേക്ക് ഓടി അദ്ദേഹത്തോടും സാക്ഷ്യം പറഞ്ഞു. യേശു എന്നെ രക്ഷിച്ചു. ഞാൻ അപേക്ഷിച്ചു. അവൻ എൻ്റെ പ്രാർത്ഥന കേട്ടു. താമസിയാതെ ഞാൻ സ്നാനപ്പെട്ടു. സർക്കസ് ജീവിതം പ്രയാസമായതിനാൽ അത് വിട്ടു. ബൈബിൾ സ്കൂളിൽ പോയി. എൻ്റെ വീട്ടുകാർ എന്നെ അടിച്ചു പുറത്താക്കി. എന്നാൽ അധികം കഴിയുന്നതിന് മുൻപേ അവർ ഓരോരുത്തരായി സ്നാനപ്പെട്ടു. എന്നെ അവർ വീണ്ടും വീട്ടിലേക്ക് സ്വീകരിച്ചു. ഞാനിപ്പോൾ വടക്കേ ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്യുകയാണ്. യേശുവിനോട് ഞാൻ അപേക്ഷിച്ചു. അവൻ എനിക്ക് സമാധാനം തന്ന് രക്ഷിച്ചു. ദൈവം മനുഷ്യരോട് പറയുന്നത് ശ്രദ്ധിക്കുക. യെരമ്യാവ് 33:3. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. യോഹന്നാൻ 14:23. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. യോഹന്നാൻ 14:27. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. എഴുതിയത് ജോബ് സുഭാഷ്, രാജസ്ഥാൻ. അടുത്ത ചവിട്ടുപടി, അധ്യായം 4. വിശ്വാസം. ഒന്നാമത്തെ ചവിട്ടുപടി നാം കണ്ടുകഴിഞ്ഞു. ഇത് വായിക്കുന്ന ആരെങ്കിലും അത് കയറാതെ ഉണ്ടെങ്കിൽ ആദ്യത്തെ ചവിട്ടുപടിയിലേക്ക് മടങ്ങിപ്പോകണം. വീണ്ടും കേൾക്കണം, വീണ്ടും വായിക്കണം. യേശു തരുന്ന സന്തോഷം സ്വന്തം അനുഭവമാക്കി തീർക്കണം. എന്നിട്ട് തുടർന്ന് കേൾക്കുക, വായിക്കുക. ഈ രണ്ടാമത്തെ ചവിട്ടുപടി ദൈവത്തിൽ നിന്നും ചിലത് അവകാശമാക്കുവാനുള്ള ചവിട്ടുപടിയാണ്. ഒരു വ്യക്തിക്ക് ഒരാവശ്യമുള്ളപ്പോൾ ആ ആവശ്യം നിറവേറ്റി തരുവാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് സമീപിക്കുക. ഒരാൾക്ക് 100 രൂപ വേണമെങ്കിൽ 100 രൂപ തരുവാൻ കഴിവുള്ള ഒരാളിനോട് ചോദിക്കുന്നു. 1000 രൂപ വേണമെങ്കിൽ 100 രൂപ മാത്രം തരുവാൻ കഴിവുള്ള ആളിനോട് ചോദിച്ചാൽ സഹായിക്കുവാൻ ആ മനുഷ്യന് കഴിയുകയില്ല. ജലദോഷമുള്ള വ്യക്തി വൈദ്യരെ കണ്ട് മരുന്ന് വാങ്ങും.
എന്നാൽ മരത്തിൽ നിന്ന് താഴെ വീണ് കൈയും കാലും ഒടിഞ്ഞ ഒരാളിനെ വൈദ്യരുടെ അടുക്കൽ കൊണ്ടുപോകുകയില്ല. ഉയർന്ന പഠിത്തമുള്ള ഒരു ഡോക്ടറെ കാണിക്കും. നിങ്ങൾക്കൊരാവശ്യമുണ്ടാകുമ്പോൾ അത് നൽകി സഹായിക്കുവാൻ യേശുവിന് കഴിയും. കാരണം അവൻ്റെ പേർ എൽ ഷദായി എന്നാണ്. എൽ ഷദായി എന്ന വാക്ക് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് സർവശക്തൻ എന്നാണ്. ആ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം നിങ്ങളുടെ ആവശ്യത്തെക്കാൾ വലിയവനായ ദൈവം എന്നാണ്. എന്തിനും മതിയായവൻ, വൺ ഹൂ ഈസ് മോർ ദാൻ ഇനഫ്. നിങ്ങളുടെ ആവശ്യം എന്തായാൽ തന്നെയും യേശു നിങ്ങളുടെ ആവശ്യത്തെക്കാൾ അധികം മതിയായവനാണ്, സർവശക്തനാണ്. നിങ്ങളുടെ രോഗം എത്ര ചെറുതാകട്ടെ അല്ലെങ്കിൽ വളരെ വലുതാകട്ടെ, ഡോക്ടർമാർ ഉപേക്ഷിച്ചതാകട്ടെ, യേശു നിങ്ങളുടെ ഈ ആവശ്യം നിറവേറ്റുവാൻ അധികം മതിയായവനാണ്, സർവശക്തനാണ്. നിങ്ങളുടെ ജീവിതം പ്രശ്നങ്ങളാൽ നിറഞ്ഞ് ഊരാക്കുടുക്കുകൾ വീണ് ആത്മഹത്യയല്ലാതെ മറ്റൊരു രക്ഷാമാർഗം കാണാതെ കഴിയുകയാകാം. ഇതാ യേശു, അവൻ നിങ്ങളുടെ ഈ ആവശ്യത്തെക്കാൾ അധികം മതിയായവനാണ്, സർവശക്തനാണ്. നിങ്ങളുടെ ജീവിതം കണ്ണുനീർ മാത്രം ആയിരിക്കാം. പുഞ്ചിരിക്കാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ പോകുന്നുണ്ടാകാം. നിങ്ങൾ സ്നേഹത്തിനു വേണ്ടി ആഗ്രഹിച്ചിട്ടും ലഭിച്ചില്ല എന്ന് വരാം. മറ്റുള്ളവരെ സ്നേഹിച്ചിട്ടും പഴിയും പരിഹാസവും മാത്രം ലഭിക്കുന്നുണ്ടാകാം. ഇതാ യേശു, നിങ്ങളുടെ ആവശ്യത്തെക്കാൾ അധികം മതിയായവനായ സർവശക്തിമാൻ. ഒരു ജോലിക്ക് വേണ്ടിയോ ഒരു വിവാഹത്തിനു വേണ്ടിയോ ഒരു സ്ഥലം മാറ്റത്തിനു വേണ്ടിയോ ജീവിതത്തിൽ ഒരു വ്യത്യാസത്തിനു വേണ്ടിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിലിതാ യേശു, നിങ്ങളുടെ ആവശ്യത്തെക്കാൾ അധികം മതിയായവനായ സർവശക്തൻ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത ചില ദുഷ്പ്രവണതകൾ, ചീത്ത സ്വഭാവങ്ങൾ, ബലഹീനതകൾ, പാപങ്ങൾ ഉണ്ടാകാം. അഥവാ നിങ്ങളുടെ ജീവിതം പാപത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ വ്രണങ്ങളാൽ നാറുന്നുണ്ടായിരിക്കാം. രക്ഷപ്പെടുവാൻ നിങ്ങൾ അനേക പ്രാവശ്യം ആഗ്രഹിച്ചിട്ടും സാധിക്കുന്നില്ലായിരിക്കാം. ഇതാ സർവശക്തനായ യേശു നിങ്ങളുടെ ആവശ്യത്തെക്കാൾ അധികം മതിയായവനായി നിലകൊള്ളുന്നു. നിങ്ങൾക്ക് പഠിക്കുവാൻ വേണ്ടത്ര ബുദ്ധിയില്ലായിരിക്കാം, അതിന് വേണ്ടത്ര ധനസ്ഥിതി ഇല്ലായിരിക്കാം. നിങ്ങൾ ചിന്താതീതനാണോ? ഇതാ യേശു, നിങ്ങളുടെ ആവശ്യത്തെക്കാൾ അധികം വലിയവൻ, മതിയായവൻ, സർവശക്തൻ. നിങ്ങൾ കിടക്കറയിൽ പരാജിതനാകാം, അവിശ്വസ്തനാകാം. ഇതിൻ്റെ കുറ്റബോധം നിങ്ങളെ കാർന്നു തിന്നുന്നുണ്ടാകാം. ഇതാ യേശു, നിങ്ങളുടെ ആവശ്യത്തെക്കാൾ അധികം വലിയവൻ, മതിയായവൻ, സർവശക്തൻ. എന്താണ് നിങ്ങളുടെ ആവശ്യം? അതെന്തു തന്നെ ആയിരുന്നാലും, ചെറുതോ വലുതോ ആയാലും, പഴകി ചീഞ്ഞളിഞ്ഞതോ പുതിയതും നൊമ്പരപ്പെടുത്തുന്നതുമായാലും, എന്തു തന്നെയായാലും, തീരാ രോഗമായാലും, എത്ര ഭയാനകമായ പരിസ്ഥിതിയിലായാലും, ഇതാ യേശു, നിന്റെ ആവശ്യത്തെക്കാൾ അധികം വലിയവൻ, മതിയായവൻ, സർവശക്തൻ. നിങ്ങളുടെ ആവശ്യം എന്താണ്? അതൊരു കടലാസിൽ എഴുതുക. സകല ആവശ്യങ്ങളും എഴുതുക. ചെറുതും വലുതുമായ നിനക്കാവശ്യമുള്ളതെല്ലാം എഴുതുക. അതിൻ്റെ വലത്തുവശത്ത് വലിയ അക്ഷരത്തിൽ ഇപ്രകാരം എഴുതുക: സർവശക്തനായ യേശു, എൻ്റെ ഈ ആവശ്യത്തെക്കാൾ അധികം 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 മതിയായവൻ. ഈ കടലാസ് മേശപ്പുറത്ത് കാണത്തക്കവണ്ണം വയ്ക്കുക, അഥവാ പല പ്രാവശ്യം കാണത്തക്കവണ്ണം, അതല്ലെങ്കിൽ കൂടെ കൂടെ എടുക്കുന്ന ഡയറിയിലോ മറ്റോ സൂക്ഷിക്കുക. ഇടത്തുവശത്തിൻ്റെ ആവശ്യങ്ങൾ എഴുതാം. ഞാൻ ഹൃദ്രോഗിയാണ്, സിഗരറ്റ് വലി മാറുന്നില്ല, മനസ്സിന് സന്തോഷമില്ല, എഴുതിയാട്ടെ. എന്നിട്ട് വലത്തുവശത്ത് വലിയ അക്ഷരത്തിൽ എഴുതിയാട്ടെ: സർവശക്തനായ യേശു, എൻ്റെ ആവശ്യത്തെക്കാൾ അധികം മതിയായവൻ. ഇത് ദിവസം പല പ്രാവശ്യം സാവധാനം നിങ്ങൾക്ക് തന്നെ കേൾക്കത്തക്ക ഉച്ചത്തിൽ വായിക്കുക, പറയുക. യേശു പ്രാർത്ഥന കേൾക്കുകയും സഹായിക്കുകയും ചെയ്തവരുടെ സാക്ഷ്യം കേൾക്കുക. ഈ മനുഷ്യർ മഹാന്മാരായതിനാലല്ല അവർക്ക് മറുപടി ലഭിച്ചത്, അവർ വിശ്വസിച്ചതിനാൽ. മഹാനും സർവശക്തിമാനുമായ ദൈവം അവരുടെ വിശ്വാസത്തെ അനുഗ്രഹിച്ച് അനുഭവമാക്കിയതാണ്. അബ്രഹാമിന് 99 വയസ്സുള്ളപ്പോൾ ദൈവം അവനെ സന്ദർശിച്ചു. അവൻ്റെ ഭാര്യ വൃദ്ധയും സ്ത്രീകൾക്കുള്ള മുറ നിന്നുപോവുകയും ചെയ്തതാണ്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അടുത്ത വർഷം നിനക്കൊരു പൈതലിനെ ലഭിക്കും. അബ്രഹാം വിശ്വസിച്ചു. സാറ ചിരിച്ചു. സാറായിക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. സംഭവിക്കുവാൻ അസാധ്യം. മെഡിക്കൽ ഡോക്ടർമാരും ചിരിക്കും. മനുഷ്യൻ്റെ ശാരീരിക പ്രകൃതിക്ക് വിരോധമാണ്. അത് സാറ അറിഞ്ഞിരുന്നു. അവൾ ചിരിച്ചു. എന്നാൽ അബ്രഹാമോ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സർവശക്തനായ സകല ആവശ്യങ്ങളെക്കാളും അധികം മതിയായവനായ ദൈവത്തിൽ വിശ്വസിച്ചു. തനിക്ക് മാത്രമല്ല സാറായിക്കും മതിയായവനാണെന്ന് വിശ്വസിച്ചു. വേദപുസ്തകം അങ്ങനെയാണ് പറയുന്നത്. റോമർ 4:19 മുതൽ 22 വരെ.
അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷണിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവം വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു. അത് അവന് നീതിയായി കണക്കിട്ടു. കേട്ടോ, അബ്രഹാം ഒരസാധ്യത്തിനു വേണ്ടി ആഗ്രഹിച്ചു, വിശ്വസിച്ചു, അവന് അത് ലഭിച്ചു. ഇതിനു മുമ്പ് ഇതുപോലൊരു അത്ഭുതം ചരിത്രത്തിൽ ആർക്കും ലഭിച്ചിട്ടില്ല. ലഭിച്ചിട്ടുണ്ടോ എന്ന് അബ്രഹാം അന്വേഷിച്ചതുമില്ല. ഇത് ചെയ്യുവാൻ കഴിവുള്ള സർവശക്തനാണ് അത് പറഞ്ഞതെന്ന് വിശ്വസിച്ചു. എൻ്റെ ആവശ്യത്തെക്കാൾ അധികം കഴിവുള്ളവനാണ് ദൈവമെന്ന് അവൻ വിശ്വസിച്ചു. അതുകൊണ്ട് അവനത് ലഭിച്ചു. വളരെ നിസ്സാരം. വിശ്വസിച്ചു, അവന് ലഭിച്ചു. യാക്കോബ് തൻ്റെ ജ്യേഷ്ഠനായി ഏശാവിനെ ഭയന്ന് ഓടി. അവൻ്റെ പക്കൽ തലയിൽ പുരട്ടാൻ എണ്ണയും ഒരു പുതപ്പും ഒരു വടിയും മാത്രമേ ഉള്ളൂ. അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. ഈ ദൈവം എന്നെ അനുഗ്രഹിക്കും എങ്ങനെയെന്ന് അവൻ അറിഞ്ഞുകൂടാ. പക്ഷെ അവൻ വിശ്വസിച്ചു. അവൻ വിശ്വസിച്ചതുപോലെ അവന് വേണ്ടി ദൈവം പ്രവർത്തിച്ചു. വർഷം കഴിഞ്ഞപ്പോൾ അവൻ ഭാര്യമാരും മക്കളുമുള്ളവനായി തീർന്നു. മഹാസമ്പന്നനായി തീർന്നു. ശത്രുവായ ജ്യേഷ്ഠന്റെ ഹൃദയത്തിലെ പകയും കോപവും ദൈവം മാറ്റി അവൻ്റെ മിത്രമാക്കി. ജോസഫ് ഒരു സ്വപ്നം കണ്ടു. താൻ മഹാനാകും, സഹോദരന്മാർ തന്നെ വണങ്ങും. അവനത് വിശ്വസിച്ചു. അവൻ വിശ്വസിച്ചതിനാൽ മറ്റുള്ളവരോട് പറഞ്ഞു. ഫലം തിരിച്ചായിരുന്നു. അവൻ കൂടുതൽ അധപ്പതനത്തിലേക്ക് താണു. അപ്പോഴും അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. പാപം ചെയ്യാതെ തന്നെ സൂക്ഷിച്ചു. അവൻ വിശ്വസിച്ചത് പറഞ്ഞു. എല്ലാം പ്രതികൂലമായി തീർന്നുകൊണ്ടിരുന്നപ്പോഴും വിശ്വസിച്ചു. ഒടുവിൽ അവൻ വിശ്വസിച്ചത് തന്നെ സംഭവിച്ചു. ഒറ്റ ദിവസം കൊണ്ട് അവൻ മന്ത്രിയായി. അവൻ വിശ്വസിച്ചതുപോലെ കാലത്ത് അവൻ്റെ സഹോദരന്മാർ വന്ന് അവനെ നമസ്കരിച്ചു. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ പാപം നിമിത്തം അടിമകളായി മാറി. ഒരു ദിവസം അത് അവർക്ക് സഹിക്കുവാൻ വയ്യാതായി. അവർ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം അവരുടെ നിലവിളി കേട്ടു. ഒരു മോശയെ ദൈവം നിയോഗിച്ചു. മോശ ചെന്ന ലക്ഷക്കണക്കിനുള്ള ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. ഇസ്രായേൽ മുന്നോട്ട് നീങ്ങിയപ്പോൾ മിസ്രയീം രാജാവായ ഫറവോന് മനസ്സിലായി, തൻ്റെ രാജ്യത്ത് അടിമപ്പണി ചെയ്യുവാൻ ആളെ വേണം. ഫറവോനും സൈന്യവും മുന്നോട്ട് പാഞ്ഞ് ഇസ്രായേലിയരെ പിന്തുടർന്ന് പിടിപ്പാൻ ശ്രമിച്ചു. ഇസ്രായേലിയർ ചെങ്കടലിന് മുമ്പിൽ ചെന്ന് നിന്നു. മുൻപിൽ കടൽ. പിടിച്ച് വീണ്ടും അടിമകളാക്കാൻ വരുന്ന രാജാവും സൈന്യവും പിന്നിൽ. ജനം നിലവിളിച്ചു. ദൈവത്തിന്റെ ദാസനായ മോശ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. മോശ മാത്രം വിശ്വസിച്ചു. എൻ്റെ ദൈവം നമ്മെ രക്ഷിക്കും. ശത്രുവിനെയും സൈന്യത്തെയും ഇനി കാണുകയില്ല. മുമ്പൊരിക്കലും ചരിത്രത്തിലും ഇങ്ങനെ നടന്നതായി കേട്ടിട്ടില്ല. പക്ഷെ മോശ അത് വിശ്വസിച്ചു. എൻ്റെ ദൈവത്തിന് ചെയ്യുവാൻ കഴിയാത്തതായി യാതൊന്നുമില്ല. അവന് കഴിയും. മോശ വലിയവ ചിന്തിച്ചു, വിശ്വസിച്ചു. അവൻ വിശ്വസിച്ചതുപോലെ കടൽ രണ്ടായി പിരിഞ്ഞു. നടുക്ക് വലിയ വീതിയുള്ള ഒരു റോഡ് പിരിഞ്ഞു വന്നു. ഇസ്രായേൽ മുഴുവൻ അതുവഴി നടന്ന് അക്കരെ എത്തി. ശത്രു അവരെ പിന്തുടർന്നു. കടലിന് നടുക്കെത്തിയപ്പോൾ ദൈവം ശത്രുവിനെ നോക്കി. അവർ പരിഭ്രമിച്ചു. കടൽ ഒന്നിച്ചു ചേർന്നു. ശത്രു സൈന്യം മുങ്ങിപ്പോയി. മോശ സാഹചര്യത്തെ നോക്കിയില്ല. ദൈവത്തിന് കഴിയുമോ, അവൻ ചെയ്യുമോ എന്നൊന്നും ചിന്തിച്ചില്ല. അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. ഈ ദൈവത്തിന് കഴിയും, അവൻ രക്ഷിക്കും. ദൈവം മോശ വിശ്വസിച്ചത് ചെയ്തു. യോശുവ ഇസ്രായേലുമായി യാത്ര ചെയ്യുമ്പോൾ ഒരു ശത്രുവിനെ നേരിടേണ്ടി വന്നു. വലിയ കോട്ട, വലിയ മനുഷ്യർ, ആശയ്ക്ക് വകയില്ല. യോശുവ ദൈവത്തെ നോക്കി ധൈര്യപ്പെട്ടു. മുമ്പോട്ട് പോയി. ദൈവം പറഞ്ഞു, അവരുടെ കോട്ടയ്ക്ക് ചുറ്റും നടക്കുക, ഉറക്ക ദൈവത്തെ സ്തുതിക്കുക. എന്തിനൊന്നും യോശുവ ചിന്തിച്ചില്ല, ചോദിച്ചില്ല. കോട്ടയ്ക്ക് ചുറ്റും നടന്നാൽ മതിയോ, സ്തോത്രം പറഞ്ഞാൽ മതിയോ എന്ന് പലരും ചോദിച്ചേക്കാം. യോശുവ അവർ പറഞ്ഞത് കേട്ടില്ല. ദൈവം പറഞ്ഞത് കേട്ടു, അനുസരിച്ചു. മുമ്പ് ഇങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് ചിന്തിച്ചില്ല. ദൈവത്തിന് കഴിയും, അവൻ രക്ഷിക്കും എന്ന് വിശ്വസിച്ചു. ശത്രുവിന്റെ കോട്ട തകർന്നു. യോശുവ വിശ്വസിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ഒരു വിധവയുടെ മകൻ മരിച്ചുപോയി. അവൾ അവനെ ഏലിയ എന്ന ദൈവപുരുഷനെ ഏൽപ്പിച്ചു. മരണശേഷം മുമ്പൊരിക്കലും ജീവൻ ആർക്കും ചരിത്രത്തിൽ മടക്കി കിട്ടിയിട്ടില്ല. ഏലിയ ചരിത്രം നോക്കിയില്ല. എൻ്റെ ദൈവം എൻ്റെ ആവശ്യത്തെക്കാൾ അധികം വലിയവനാണെന്ന് വിശ്വസിച്ചു. ആ ബാലനു വേണ്ടി പ്രാർത്ഥിച്ചു.
ആ ബാലന് ജീവനെ തിരിച്ചു കിട്ടി. ഏലിയ വിശ്വസിച്ചതുപോലെ പ്രാർത്ഥിച്ചതുപോലെ തന്നെ. ഹല്ലേലൂയ. നയമാൻ എന്ന പട്ടാള ഓഫീസർക്ക് കുഷ്ഠം ബാധിച്ചു. അയാൾ ദൈവത്തെപ്പറ്റി കേട്ടു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. അദ്ദേഹം ഈ ദൈവത്തെ അറിയുകയില്ല. ആയതിനാൽ ഈ ദൈവത്തെ ആരാധിക്കുന്ന എലീശ എന്ന ഉപദേശിയെ കണ്ടുപിടിച്ചു. എലീശ ഭയന്നില്ല. കുഷ്ഠരോഗം സുഖമാകുമോ എന്ന് ചിന്തിച്ചില്ല. എന്നിട്ടും അദ്ദേഹം രോഗിയോട് പറഞ്ഞു, നീ സുഖമാകും, ഞാൻ വിശ്വസിക്കുന്നു. ഇതിനു മുമ്പ് ഇങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹം സംശയിച്ചില്ല, വിശ്വസിച്ചു. കുഷ്ഠരോഗം ദൈവത്തിന് സന്തോഷം കൊടുക്കുന്നില്ല. ദൈവം സൗഖ്യമാക്കുമെന്ന് എലീശ വിശ്വസിച്ചു. നയമാൻ അനുസരിച്ചപ്പോൾ സൗഖ്യമായി. എലീശ വിശ്വസിച്ചതുപോലെ. രാഹാബ് എന്നൊരു വേശ്യ ജീവിച്ചിരുന്നു. രാത്രിയിൽ ലോഹ്യം കാണിക്കുന്നവരും പകൽ സമയം അവളെ ഒഴിഞ്ഞു മാറി. അവൾ ദൈവത്തെപ്പറ്റി കേട്ടു, ദൈവത്തിൽ വിശ്വസിച്ചു. അവൻ എന്നെ രക്ഷിക്കും. വേശ്യയെ കല്ലെറിഞ്ഞു കൊള്ളണമെന്നാണ് ദൈവിക വ്യവസ്ഥ. എന്നാൽ അവൾ അപേക്ഷിച്ചു, ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്ന് വിടുവിക്ക. യോശുവ 2:11. അവൾ അപേക്ഷിച്ചു, ദൈവം എല്ലാവരെയും കൊന്നാലും അപേക്ഷിക്കുന്ന എന്നെ രക്ഷിക്കുമെന്ന് വിശ്വസിച്ചു. അവളും കുടുംബവും രക്ഷ പ്രാപിച്ചു. അവൾ വിശ്വസിച്ചതുപോലെ തന്നെ. ഒരു സ്ത്രീക്ക് 12 വർഷമായി രക്തസ്രവമായിരുന്നു. അവളുടെ പണവും ആരോഗ്യവും വാർന്നൊലിച്ചുപോയി. ഒരു ദിവസം അവൾ യേശുവിനെ പറ്റി കേട്ടു. ജാതിയോ മതമോ ചോദിക്കുകയോ മതം മാറ്റാൻ ശ്രമിക്കുകയോ ചെയ്തു പോയ കുറ്റത്തിന് വഴക്കു പറയുകയോ ചെയ്യാത്ത യേശു, രോഗികളെ സൗഖ്യമാക്കുന്ന യേശു. അവൾ യേശുവിനെ അന്വേഷിച്ചു നടന്നു. രോഗിയായ അവൾ വിശ്വസിച്ചുകൊണ്ടാണ് നടന്നത്. നടക്കവേ അവൾ സ്വയം പറഞ്ഞു, അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. അവൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു. യേശുവിന്റെ വസ്ത്രം തൊട്ടു. അവൾ വിശ്വസിച്ചതുപോലെ പറഞ്ഞതുപോലെ സംഭവിച്ചു. ഒടുവിൽ അവൾ സൗഖ്യമായി. എൻ്റെ വേദപുസ്തകത്തിലെ ആദ്യ പേജ് മുതൽ അവസാന പേജ് വരെ കണ്ണുകൾക്ക് ഗ്രഹിപ്പാനും മനസ്സിന് സങ്കല്പിക്കുവാനും കഴിയാത്തതിലുപരി വലുതായ അത്ഭുതങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സർവശക്തനായ ദൈവം സാധാരണക്കാരായ മനുഷ്യർക്ക് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയാൽ ചെയ്തു കൊടുത്ത വൻ കാര്യങ്ങൾ, മനുഷ്യന് ഭാവന ചെയ്യുവാൻ കഴിവുള്ള എല്ലാ വൻ കാര്യങ്ങളും അവൻ ചെയ്തിട്ടുണ്ട്. ഈ 21-ാം നൂറ്റാണ്ടിൽ അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനേകം സംഭവങ്ങൾ നമ്മെ അറിയിക്കുന്നു. എന്താണ് ഇത്തരം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ദൈവത്തെ പ്രേരിപ്പിക്കുന്നത്, നിർബന്ധിക്കുന്നത്? ചില മനുഷ്യരുടെ ആത്മീയതയുടെ കൂടുതൽ കൊണ്ടാണോ? വലിയ ദാനങ്ങൾ ചെയ്തിട്ടാണോ? പുണ്യസ്ഥലങ്ങളിൽ പോയിട്ടാണോ? ഇതൊന്നുമല്ല. പിന്നെയോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന സമയം പുണ്യസമയമാണ്. ആ സ്ഥലം പുണ്യസ്ഥലമാണ്. ആശുപത്രിയിലായാലും കക്കൂസിലായാലും മുളങ്കാട്ടിലോ കുറ്റിക്കാട്ടിലോ ആയാലും നീ ഒറ്റയ്ക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ആ യേശു അവിടെയുണ്ട്. ദൈവത്തിന് ദാനധർമ്മങ്ങൾ കൊടുത്ത് പ്രസാദിപ്പിച്ചാലോ ദൈവത്തിനോ മനുഷ്യനോ ദാനം ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ ദാനം ചെയ്ത് പ്രതിഫലം വാങ്ങാമെന്ന് കരുതുന്നത് ദൈവത്തിന് കൈക്കൂലി കൊടുക്കുന്നത് പോലെയാണ്. അവനാവശ്യം നിങ്ങളുടെ തകർന്നതും നുറുങ്ങിയതുമായ ഹൃദയമാണ്, ദൈവത്തിലുള്ള വിശ്വാസമാണ്. നിങ്ങൾ വലിയ ഭക്തനായി തീരുമ്പോഴാണോ ദൈവം നിങ്ങളിൽ പ്രസാദിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയും ചെയ്യുന്നത്? അല്ല, നിന്റെ ഗുണം കൊണ്ടല്ല. ഗുണസമ്പന്നനായ ദൈവത്തിൽ നിസ്സഹായനായ മനുഷ്യൻ വിശ്വാസം അർപ്പിക്കുമ്പോൾ ആ വലിയവനായ ദൈവത്തിൽ നീ വിശ്വസിച്ചാൽ നിന്റെ വിശ്വാസം ദൈവത്തെ ചലിപ്പിക്കും, ഇളക്കും. വേദപുസ്തകം പറയുന്നത് ശ്രദ്ധിക്കുക. എബ്രായർ 11-ാം അധ്യായം. വിശ്വാസത്താൽ ഹാബേൽ, വിശ്വാസത്താൽ ഹാനോക്ക്, വിശ്വാസത്താൽ നോഹ, വിശ്വാസത്താൽ അബ്രഹാം, വിശ്വാസത്താൽ സാറയും, വിശ്വാസത്താൽ ഇസ്ഹാക്ക്, വിശ്വാസത്താൽ യാക്കോബ്, വിശ്വാസത്താൽ യോസേഫ്, വിശ്വാസത്താൽ മോശെ, വിശ്വാസത്താൽ രാഹാബ്, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ് അടച്ചു, തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. ഈ വൻ കാര്യങ്ങളെ ആരാണ് ചെയ്തത്? നാം പറയും ദൈവമാണെന്ന്. പക്ഷേ ഇവിടെ ദൈവം പറയുന്നത് അബ്രഹാം ചെയ്തു, ഏലിയാവ് ചെയ്തു, മോശ ചെയ്തു. ആരാണ് ചെയ്തത്? വിശ്വസിച്ചവർ. എന്താണ് അവർ ചെയ്തത്? വിശ്വസിച്ചത് വൻ കാര്യങ്ങൾ. അതെത്ര അസാധ്യമാണെന്ന് അവർ ചിന്തിച്ചില്ല. എന്നാൽ ദൈവത്താൽ കഴിയും എന്നവർ വിശ്വസിച്ചു.
അവർ ചെയ്തു. കടലിനെ ഭാഗിച്ചു. അവരാണ് കടലിനെ ഭാഗിച്ചത്. അവരാണ് രോഗികളെ സൗഖ്യമാക്കിയത്. അവരാണ് കുഷ്ഠരോഗത്തെ മാറ്റിയത്. അവരാണ് പ്രശ്നങ്ങൾ മാറ്റിയത്. ആവശ്യങ്ങൾ വിവിധമായിരുന്നു. ഉപാധിയോ ഒന്നു മാത്രം. എൻ്റെ ആവശ്യത്തെക്കാൾ അധികം മതിയായവനായ സർവശക്തനായ യേശു ഉണ്ട് എന്ന ഒരു വിശ്വാസം. യേശുവിൻ്റെ അടുക്കൽ വരുന്നവരെയെല്ലാം അവൻ സൗഖ്യമാക്കി. ചിലരെയല്ല, എല്ലാവരെയും. ചെറിയ രോഗങ്ങൾ മാത്രമല്ല, പഴകിയതും മാറാരോഗമായതും എല്ലാവിധ വ്യാധികളും രോഗങ്ങളും സൗഖ്യമായി. വന്നവരോട് അവൻ ഒരു ചോദ്യം ചോദിച്ചു, നീ വിശ്വസിക്കുന്നുവോ? മറ്റു ചിലരോട് യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. ചിലരോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നോക്കുക, ആരാണ് രോഗത്തിൽ നിന്നും വിഷമസന്ധിയിൽ നിന്നും അവരെ രക്ഷിച്ചത്? നാമും സുഖമായവരും പറയും, യേശു സൗഖ്യമാക്കി. പക്ഷെ യേശു പറയുന്നതോ, നിന്റെ വിശ്വാസം നിന്നെ സൗഖ്യമാക്കി. യേശു ഒരു പട്ടണത്തിൽ ചെന്നു. അവിടെ അവൻ അധികമൊന്നും പ്രവർത്തിപ്പാൻ കഴിഞ്ഞില്ല. ഇപ്രകാരം മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികളെ ചെയ്തില്ല. 13:58. വിശ്വാസമില്ലാത്തിടത്ത് ദൈവത്തിന് പ്രവർത്തിപ്പാൻ സാധ്യമല്ല എന്നല്ലേ ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്? അതെ, യേശുവിന് പോലും വിശ്വാസമില്ലാത്തയിടത്ത് വളരെയൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അല്പസ്വല്പം മാത്രം, ചെറിയ അത്ഭുതം മാത്രം. വിശ്വാസമുള്ള ഇടത്ത് അതെത്ര അസാധ്യമായതോ ബുദ്ധിമുട്ടുള്ളതോ ആയിരുന്നാലും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. അവൻ പ്രവർത്തിക്കും. അവിടെ പ്രവർത്തിക്കുവാൻ അവന് സന്തോഷമേ ഉള്ളൂ. താഴെ പറയുന്ന വേദവാക്യങ്ങൾ നിങ്ങൾ സാവധാനം കേൾക്കുക, പല പ്രാവശ്യം പറയുക. യേശു പറഞ്ഞു, മത്തായി 17:21, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഒന്നും അസാധ്യമാകുകയില്ല. ഞാനിത് വിശ്വസിക്കുന്നു, എനിക്കൊന്നും അസാധ്യമാകുകയില്ല എന്ന് പറയാം. മത്തായി 19:26, മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലതും സാധ്യം എന്ന് യേശു പറഞ്ഞു. ആയതിനാൽ മനുഷ്യന് അസാധ്യമായത് എൻ്റെ ദൈവത്താൽ സാധ്യമാണെന്ന് പറയുക. ലൂക്കോസ് 1:37, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ദൈവദൂതൻ പറയുക. ആയതിനാൽ ലോകത്തിൽ അസാധ്യമായി യാതൊന്നും ഇല്ല. ഞാൻ വിശ്വസിക്കുന്നു, വിശ്വാസത്താൽ എല്ലാം സാധ്യം. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവത്താൽ എനിക്ക് കഴിയും, എനിക്ക് ലഭിക്കും, ഞാൻ പ്രാപിക്കും. പറയുക, പ്രാപിക്കുക. അധ്യായം 5, രണ്ടാമത്തെ ചവിട്ടുപടി. വിശ്വാസത്തിന് ഒരു ഉദാഹരണം. നിങ്ങൾക്ക് ഒരത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മുൻ അധ്യായം പല ആവർത്തി വായിക്കുക. യേശു ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളുടെ വിവരം വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് കൂടെ കൂടെ വായിക്കുക. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തല പ്രവൃത്തികൾ എന്നീ പുസ്തകങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക. ഓരോ സംഭവത്തിലും ദൈവം പ്രവർത്തിച്ചതിൻ്റെ കാരണം വിശ്വാസത്താൽ മാത്രമാണെന്ന് ശ്രദ്ധിക്കുക. ആ ഭാഗം വരയിട്ട് അടയാളപ്പെടുത്തുക. വിശ്വസിച്ച എല്ലാ സമയവും യേശു പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ദൈവമെന്ന് പ്രവർത്തിക്കുകയില്ലയോ? തീർച്ചയായിട്ടും പ്രവർത്തിക്കും. വിശ്വസിക്കുക. വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങും. ഇതാ ചില ഉദാഹരണങ്ങൾ. 1, ശങ്ക്രു എന്ന ഒരു യുവാവ് കാശ്മീരിൽ ഉണ്ടായിരുന്നു. ഒരു മിഷണറിയുടെ പ്രവർത്തനത്തിലൂടെ അദ്ദേഹം യേശുവിനെ പറ്റി കേട്ടു. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. സമാധാനം ലഭിച്ചു. ഒരു ദിവസം ഈ ചെറുപ്പക്കാരൻ യേശുവിനോട് ജോലിയില്ലാത്ത തനിക്ക് ഒരു ജോലി തരണമെന്ന് പ്രാർത്ഥിച്ചു. വിദ്യാഭ്യാസമില്ലാത്ത തനിക്ക് ജോലി ലഭിക്കാൻ പ്രയാസമാണെങ്കിലും ദൈവത്താൽ ഒരു കാര്യവും അസാധ്യമല്ലെന്ന് വിശ്വസിച്ചു. തനിക്കൊരു ജോലി ലഭിച്ചു എന്നും വിശ്വസിച്ചു. അടുത്ത ആഴ്ച ആ മിഷണറി ശങ്കറിനോട് ദശാംശത്തെപ്പറ്റി പറഞ്ഞു. കിട്ടുന്ന വരുമാനത്തിൻ്റെ ദശാംശം 10 ദൈവത്തിന് കൊടുക്കണം. അങ്ങനെ ചെയ്യുമെന്ന് ശങ്കറു തീരുമാനിച്ചു. ശങ്കറു ചിന്തിക്കുവാൻ തുടങ്ങി. തനിക്ക് ദൈവം ജോലി തന്നു എന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. വിശ്വസിക്കുന്നെങ്കിൽ പ്രവൃത്തിയിൽ കാണണമല്ലോ. അന്നു മുതൽ താൻ വിശ്വാസത്താൽ ദശാംശം കൊടുക്കുമെന്ന് വിചാരിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുറഞ്ഞത് 80 രൂപയെങ്കിലും ശമ്പളം വേണം. അപ്പോൾ 8 രൂപ ദശാംശം കൊടുക്കണം. ഒന്നിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആഴ്ചയിൽ 2 രൂപ വെച്ചെങ്കിലും കൊടുക്കും. അടുത്ത ഞായറാഴ്ച ശങ്കറു വിശ്വാസത്താൽ 2 രൂപ ദശാംശം സ്തോത്രകാഴ്ച പാത്രത്തിൽ ഇട്ടു. ലഭിച്ചു കഴിഞ്ഞ ജോലിക്ക് വിശ്വാസത്താൽ നന്ദി പറഞ്ഞു. അടുത്ത ബുധനാഴ്ച ശങ്കറുവിന് ഒരു കാർഡ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും വന്നു. 85 രൂപ മാസശമ്പളത്തിൽ
ഗവൺമെൻറ് ജോലിയിൽ നിയമിതനായിരിക്കുന്നു. ജോലിയോ വളരെ സുഖമുള്ളതും. ശങ്കറുവിൻ്റെ വിശ്വാസം ദൈവം കണ്ടു. വർഷങ്ങളോളം മരണം വരെ സഹോദരൻ ഞങ്ങളോടുള്ള കൂട്ടായ്മയിൽ കാശ്മീരിലെ പർവ്വതങ്ങളിൽ ഈ അത്ഭുതങ്ങളുടെ ദൈവത്തെ പ്രസംഗിച്ചു. അദ്ദേഹം എൻ്റെ കൂട്ടുവേലക്കാരനായിരുന്നു. 2, ബെറ്റി ബാസ്റ്റർ എന്ന യുവതി തളർവാദം പിടിച്ച് കിടപ്പായി. കൈകാലുകൾ അനങ്ങുന്നില്ല. ഈ സഹോദരി വിശ്വസിച്ചു, യേശു എന്നെ സൗഖ്യമാക്കും, ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോകും. അവൾ ആ വിശ്വാസം അമ്മയോട് പറഞ്ഞു. അമ്മയും വിശ്വസിച്ചു. അമ്മ കടയിൽ പോയി മകൾക്ക് പള്ളിയിൽ പോകുവാൻ ധരിക്കുവാൻ വേണ്ട നല്ല വസ്ത്രവും ഷൂസും വാങ്ങി വന്നു. ബെറ്റി ബാസ്റ്ററെ യേശു സുഖമാക്കി. അവൾ ആ വസ്ത്രം ധരിച്ച് ആ ഞായറാഴ്ച തന്നെ പള്ളിയിൽ പോയി. 3, ഞാൻ കാശ്മീരിലെ കട്ര എന്ന സ്ഥലത്ത് സുവിശേഷ വേല ചെയ്യുമ്പോൾ ഒരു പള്ളി പണിയുവാൻ കുറച്ച് പുരയിടത്തിന് ആഗ്രഹിച്ചു. ഞാൻ പ്രസിദ്ധീകരിക്കുന്ന മാസികയിൽ കൂടെ എഴുതി, ഒരു പള്ളി വേണം, അത്യാവശ്യമാണ്, താല്പര്യമുള്ളവർ സഹായിക്കണം. വർഷങ്ങൾ 5ഓളമായിട്ടും ആരും ഒന്നും അയച്ചു തന്നില്ല. ഒരു ദിവസം ഞാൻ അറിഞ്ഞു, റോഡരികിലുള്ള ഒരു തുണ്ട് ഭൂമി വിൽക്കുവാനുള്ളതാണ്. ഞാൻ പോയി കണ്ടു. നല്ല നിരപ്പും ഉറപ്പുമുള്ള ഭൂമി. ചർച്ചിന് കൊള്ളാം. ഞാനും എൻ്റെ ഭാര്യയും കൂടി പകൽ അതുവഴി പോയി റോഡിൽ നിന്ന് ഭൂമി കണ്ടു. രാത്രി അവിടെ ചെന്ന് ആരും കാണാതെ ഭൂമിയിൽ കയറി നിന്ന് പ്രാർത്ഥിച്ചു, ഈ ഭൂമി തരണം. ഞാനും ലില്ലിയും കൂടി പ്രാർത്ഥിച്ചു. ഞാനൊരു ചെറിയ കുഴിയെടുത്ത് 5 പൈസ അതിലിട്ട് പ്രാർത്ഥിച്ചു, യേശുവേ, ഈ ഭൂമിക്ക് ഞാൻ അഡ്വാൻസ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത്രയുമേ ഉള്ളൂ, ബാക്കി നീ തരുന്നതുപോലെ കൊടുത്തു വാങ്ങാം. അടുത്ത ദിവസം ഒരു സഹോദരൻ ജോസഫ് ഞങ്ങളെ കാണാൻ വന്നു. ഞങ്ങൾ രാത്രി ഒരു വീട്ടുപ്രാർത്ഥന കഴിഞ്ഞ് ആ ഭൂമിയിലെത്തി. ആരും കാണരുതേ എന്ന മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭൂമിയിൽ കയറി. ഞാൻ അവിടെ കിടന്നൊരു കല്ലെടുത്ത് ജോസഫ് സഹോദരനെ ഏൽപ്പിച്ചു പറഞ്ഞു, ഈ കല്ല് ഇവിടെ നാം പണിയാൻ ആഗ്രഹിക്കുന്ന പള്ളിയുടെ മൂലക്കല്ലാണ്. സഹോദരൻ ഇതിട്ടാട്ടെ. അദ്ദേഹം ഒന്ന് പതറി. വല്ലവരുടെയും പുരയിടം. രാത്രി 9:30 കഴിഞ്ഞ സമയം അദ്ദേഹം ആ കല്ല് വാങ്ങി തറയിൽ വെച്ചു. ഞങ്ങൾ 3 പേരും തലകുനിച്ച് പ്രാർത്ഥിച്ചു. 3 മാസത്തിനകം 10,000 രൂപയ്ക്ക് ആ ഭൂമി വാങ്ങുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. 5 വർഷത്തോളം മാസികയിൽ എഴുതിയിട്ടും ഒന്നും നടന്നില്ല. വിശ്വസിച്ചപ്പോൾ, വിശ്വാസത്താൽ മുന്നോട്ട് നീങ്ങിയപ്പോൾ കർത്താവ് പ്രവർത്തിച്ചു. 3 മാസത്തിനകം ഭൂമി വാങ്ങി. 2 വർഷത്തിനകം ഏറ്റവും സുന്ദരമായ ഒരു ഹാൾ അവിടെ പണിതു. പ്രാർത്ഥിച്ചിട്ട് നടന്നില്ല. വിശ്വസിച്ചപ്പോൾ, വിശ്വാസത്തോടെ കാലുകൾ മുമ്പോട്ട് വെച്ചപ്പോൾ വിശ്വസിച്ചത് സംഭവിച്ചു. അതാണ് വിശ്വാസത്തിൻ്റെ ശക്തി. അധ്യായം 6. 3-ാമത്തെ ചവിട്ടുപടി, പരിശുദ്ധാത്മാവ്. ദൈവത്തിൽ നിന്നും വൻ കാര്യങ്ങളെ, അനുഗ്രഹത്തെ പ്രാപിക്കുവാനുള്ള മാർഗം നാം പഠിക്കുകയാണല്ലോ. ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാനും അനുഗ്രഹം പ്രാപിക്കുവാനുമുള്ള ചില ചവിട്ടുപടികളെപ്പറ്റി നാം പഠിച്ചു. 1, അനുഗ്രഹത്തിന് യോഗ്യരാകുക, മനസ്സാന്തരപ്പെടുക. 2, ദൈവം പറയുന്നത് വിശ്വസിക്കുക. അവൻ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. സുഖമാക്കാമെന്ന് പറഞ്ഞാൽ സുഖമാക്കുമെന്ന് വിശ്വസിക്കുക. 3-ാമത്തെ ചവിട്ടുപടിയും വിശ്വാസത്താൽ മാത്രം കയറുവാൻ സാധിക്കുന്ന ഒന്നാണ്. ബുദ്ധി കൊണ്ട് കാണുവാൻ സാധ്യമല്ലാത്തതിനെ വിശ്വാസത്താൽ മുൻകൂട്ടി കാണണം. നിങ്ങൾ രോഗിയോ ധനപരമായി ഞെരുക്കത്തിലോ ആയിരിക്കുന്ന വ്യക്തിയാണെന്ന് കരുതുക. നിങ്ങൾക്ക് വിടുതൽ വേണം. യേശുവിന് വിടുതൽ തരുവാൻ കഴിയും. അവൻ സർവശക്തിമാനാണ്. അവൻ്റെ അടുക്കൽ ചെന്നവരെ എല്ലാം അവൻ സൗഖ്യമാക്കിയതാണ്, വിടുതൽ കൊടുത്തതാണ്. അത് നമുക്കറിയാം. ഈ അറിവ് ഒരു ഖജനാവിൽ അടച്ചിട്ട നിക്ഷേപം പോലെയാണ്. ഈ അറിവ് നമുക്ക് ഭാവന ചെയ്യുവാനും ഭാവനയിൽ നിക്ഷേപം സ്വന്തമാക്കുന്നത് പോലെയും മാത്രം ഇരിക്കുന്നു. നിക്ഷേപമുണ്ട്, അറിവുണ്ട്, പക്ഷെ സ്വന്തമാകുന്നില്ല. ഈ നിക്ഷേപം നിങ്ങളുടെ സ്വന്തമാകുവാനുള്ള ഏക വഴിയുണ്ട്. വിടുതൽ നമ്മുടേതാകുവാനുള്ള ഏക മാർഗം വിശ്വാസമാകുന്ന താക്കോൽ കൊണ്ട് നിക്ഷേപമിരിക്കുന്ന ഖജനാവ് തുറന്ന് സ്വന്തമാക്കുക. വിശദീകരിക്കട്ടെ. ഈ സർവശക്തിമാനായ ദൈവത്തിന് കഴിയും, എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും, ധനപരമായ ഞെരുക്കത്തിൽ നിന്ന് വിടുതൽ തരുവാൻ കഴിയും എന്ന അറിവിന് നമ്മെ സഹായിപ്പാൻ സാധ്യമല്ല. എന്നാൽ അത് സഹായകരമാണ്. അത്യാവശ്യമായിട്ടുള്ളത് ഈ ദൈവം എന്നെ സഹായിക്കും എന്ന ഉറപ്പാണ്, വിശ്വാസമാണ് ദൈവത്തിൽ നിന്നും പ്രാപിക്കുവാനുള്ള താക്കോൽ. സർവശക്തിമാനായ ദൈവം, എൻ്റെ ഏത് ആവശ്യത്തിനും അധികം മതിയായവനായ ദൈവം എന്നെ സഹായിക്കും. ഞാൻ അത് ഏറ്റുപറയുന്നു. ദൈവം പിതാവും
നാം അവൻ്റെ മക്കളുമാണെങ്കിൽ നാം സുഖമായും സൗഖ്യമായും ഇരിക്കണമെന്നും അവൻ ആഗ്രഹിക്കുന്നു. ഇംഗ്ലീഷിൽ വേദപുസ്തകത്തിൽ 3 യോഹന്നാൻ 2 വായിക്കുക. ഹെൽത്ത് ആൻഡ് പ്രോസ്പർ, ആരോഗ്യത്തോടെ ഇരിക്കുക, അഭിവൃദ്ധി പ്രാപിക്കുക എന്നെഴുതിയിരിക്കുന്നു. ആരോഗ്യമുള്ളവരും അഭിവൃദ്ധി പ്രാപിക്കുന്നവരും ആകണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നു. സ്വർഗത്തിലെ നമ്മുടെ പിതാവ് ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ ആരാണ് നിങ്ങളുടെ മക്കൾ രോഗിയായിരിക്കണമെന്നോ പട്ടിണിയിലായിരിക്കണമെന്നോ ആഗ്രഹിക്കുന്നത്? ആരുമില്ല. ഒരു ദുഷ്ടനായ മനുഷ്യനും അങ്ങനെ കരുതുകയില്ല. ദൈവം പറയുന്നത് കേൾക്കുക. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ലൂക്കോസ് 11:5 മുതൽ 13 വരെ വായിക്കുക. നിങ്ങൾ രോഗത്തിൽ നിന്നും വിടുതൽ യാചിച്ചാൽ രോഗം കൂട്ടുകയോ അങ്ങനെ തന്നെ ഇട്ടുകളയുകയോ ചെയ്യുന്ന ക്രൂര വിനോദമുള്ളവനായ വ്യക്തിയാണോ യേശു? അല്ല, അല്ല. അവൻ സ്നേഹിക്കുന്നവൻ മാത്രമല്ല, സാക്ഷാൽ സ്നേഹം തന്നെയാണ്. ആമേൻ. നിങ്ങൾ മുടന്തനായി നടക്കുന്നു എന്ന് കരുതുക. നിങ്ങളെ സൗഖ്യമാക്കുവാൻ നിങ്ങളുടെ പിതാവിന് കഴിയുമെങ്കിൽ സൗഖ്യമാക്കാതെ ഇരിക്കുമോ? തീർച്ചയായും സൗഖ്യമാക്കും. നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്നും രോഗത്തിൽ നിന്നും വിടുവിക്കുവാൻ യേശുവിന് കഴിയും. അവൻ സൗഖ്യമാക്കാതിരിക്കുമോ? സൗഖ്യമാക്കുക തന്നെ ചെയ്യും. അവൻ കരുണാസമ്പന്നനാണ്. നിങ്ങൾക്ക് പഠിക്കുവാൻ ബുദ്ധിയില്ല, ബുദ്ധി ആവശ്യമാണ്. അവൻ നിങ്ങളെ സഹായിക്കാതെ ഇരിക്കുമോ? വിശ്വസിച്ചാൽ അവൻ സഹായിക്കും. വിദ്യാഭ്യാസം തരാതെ കഷ്ടപ്പെടുത്തുന്ന ദൈവമാണോ? അല്ല, അവൻ അനുഗ്രഹിക്കുന്നവനാണ്. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കുന്ന ദാവീദിന്റെ ദൈവമാണവൻ. നിങ്ങൾക്ക് ജീവിക്കുവാനുള്ള ചുറ്റുപാടില്ലെന്നിരിക്കട്ടെ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ സഹായിക്കാതെ അവൻ നിന്റെ പട്ടിണിച്ചട്ടിയിൽ നോക്കി, കീറത്തുണിയിൽ നോക്കി, പൊടിഞ്ഞ പായിൽ നോക്കി പുഞ്ചിരി തൂകുന്ന ദൈവമാണോ യേശു? ആണെങ്കിൽ അവൻ എങ്ങനെ അനുഗ്രഹത്തിന് അധിപതി, കരുണാസമ്പന്നൻ, ഇസ്രായേലിന്റെ ദൈവം എന്നൊക്കെ പേര് ലഭിച്ചു? അവൻ അബ്രഹാമിന്റെ ദൈവമാണ്. അതിര് വിസ്താരമാക്കാമെന്നും നാൽക്കാലികളെ വർദ്ധിപ്പിക്കാമെന്നും തോട്ടത്തിലെ വിളവിനെയും എണ്ണയെയും ഉദരഫലത്തെയും അനുഗ്രഹിക്കാമെന്നും പറഞ്ഞവനാണ് അവൻ. ഭോഷ്ക് പറയുവാൻ അവൻ മനുഷ്യനല്ല, അവൻ ദൈവമാണ്. ആകാശവും ഭൂമിയും മാറിപ്പോകും, എന്നാൽ അവന്റെ വാക്കിന് മാറ്റം വരികയില്ല. അവൻ പറഞ്ഞു, അങ്ങനെ സംഭവിക്കും. യേശുവിന് കഴിയും. അവന് മനസ്സുണ്ട്. നിനക്ക് വിശ്വാസമുണ്ടോ? യേശു നിങ്ങളെ സൗഖ്യമാക്കുവാൻ, നിങ്ങൾക്ക് വിടുതൽ തരുവാൻ, നിങ്ങൾക്ക് അനുഗ്രഹം തരുവാൻ, നിങ്ങളുടെ അതിരിനെ വിസ്താരമാക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് വിശ്വാസവും ഉറപ്പും ഉണ്ടോ? നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടോ? പലരും ലഭിച്ചു കഴിഞ്ഞിട്ട് വിശ്വസിക്കുന്നവരാണ്. ഇവർക്ക് ലഭിച്ചെങ്കിലുമായി, ഇല്ലെങ്കിലുമായി. എന്നാൽ യഥാർത്ഥ വിശ്വാസം അതല്ല. ലഭിക്കുന്നതിന് മുമ്പായി തന്നെ ദൈവം പറയുന്നത് വിശ്വസിക്കുന്നതാണ്. വേദപുസ്തകം പറയുന്നത് ശ്രദ്ധിക്കുക. നയമാൻ എന്ന കുഷ്ഠരോഗിയോട് ദൈവദാസൻ പറഞ്ഞു, പോയി യോർദാനിൽ കഴുകുക. ആദ്യം അവന് വിശ്വാസം വന്നില്ല. ആറ്റിൽ മുങ്ങിയാൽ കുഷ്ഠരോഗം മാറുമോ? പിന്നീട് അവൻ വിശ്വസിച്ചു, പറഞ്ഞതുപോലെ ചെയ്തു. അപ്പോൾ അവന് ലഭിച്ചു. 2 രാജാക്കന്മാർ 5-ാം അധ്യായം വായിക്കുക. ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ യേശുവിനെ കണ്ടു. തൻ്റെ വയലക്കാരനെ സൗഖ്യമാക്കണം എന്നാവശ്യപ്പെട്ടു. യേശു പറഞ്ഞു, പോക, അവൻ സുഖമായിരിക്കുന്നു. ഈ ഉദ്യോഗസ്ഥൻ വിശ്വസിച്ച് മടങ്ങിപ്പോയി. യേശു പറഞ്ഞ സമയം തന്നെ ആ വേലക്കാരൻ സുഖമായി. ആ ഉദ്യോഗസ്ഥൻ വിശ്വസിച്ചു, പോയി ആഗ്രഹിച്ചത് പ്രാപിച്ചു. മത്തായി 8:5 മുതൽ 13 വരെ. ഒരു ദിവസം യേശു പ്രസംഗിക്കുകയായിരുന്നു. പുരുഷന്മാരുടെ എണ്ണം 5000-ഓളമായി. പിന്നെ സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരോട് അവർക്ക് ആഹാരം കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു. അവർ പറഞ്ഞു, 5 അപ്പവും 2 മീനും മാത്രം ഒരു ബാലന്റെ പക്കലുണ്ട്. അത് മാത്രമേ ഉള്ളൂ. യേശു പറഞ്ഞു, ആൾക്കാരെ വരി വരിയായി ഇരുത്തുക. ശിഷ്യന്മാർ സർവശക്തനായ യേശുവിൽ വിശ്വസിച്ചു. മാത്രമോ, ഈ വലിയ പുരുഷാരവും യേശുവിൽ വിശ്വസിച്ചു. ഇവന് കഴിയും. ശിഷ്യന്മാർ വിശ്വസിച്ചുകൊണ്ട് ആൾക്കാരെ ഇരുത്തി. ആൾക്കാർ വിശ്വസിച്ചുകൊണ്ട് ഇരുന്നു. യേശു അവർ വിശ്വസിച്ചതുപോലെ അവർക്ക് വയറ് നിറയെ കൊടുത്തു. മാത്രമോ, അവരുടെ വിശ്വാസം വലുതാകിയാൽ വിശ്വസിച്ചതിനപ്പുറവും സംഭവിച്ചു. 12 കൊട്ട അധികം വന്നു. ഒരു ദിവസം 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്കൽ ചെന്നു കരുണയ്ക്കായി യാചിച്ചു. യേശു അവരോട് പുരോഹിതനെ പോയി കാണിക്കുവാൻ പറഞ്ഞു. മരുന്നിനായിട്ടല്ല, തങ്ങൾക്ക് സുഖമായത് കാണിപ്പാൻ. യേശു പറഞ്ഞപ്പോൾ അവർ സുഖമായില്ല. പക്ഷേ അവർ യേശു തങ്ങൾക്കായി കരുണ കാണിക്കുമെന്ന് വിശ്വസിച്ചു.
അവർ വിശ്വാസത്തോടെ പുരോഹിതന്റെ വീട്ടിലേക്ക് നടന്നു. വേദപുസ്തകം പറയുന്നു, ലൂക്കോസ് 17:11 മുതൽ 15 വരെ, അവർ അങ്ങനെ നടക്കവേ തന്നെ ശുദ്ധരായി തീർന്നു. നോക്കൂ, ഇതാണ് സർവശക്തനുള്ള വിശ്വാസം, പർവ്വതത്തെ നീക്കുന്ന വിശ്വാസം, ദൈവത്തിൽ നിന്നും അനുഗ്രഹം, രോഗശാന്തി, അഭിവൃദ്ധി ഒപ്പിയെടുക്കുന്ന, പിടിച്ചെടുക്കുന്ന വിശ്വാസം. യേശു പറഞ്ഞു, ബലാത്കാരികൾ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, അതിനെ പിടിച്ചെടുക്കുന്നു. മത്തായി 11:12. ഒരാൾ ഒരു വീട്ടിൽ ചെന്നു, ആ വീട്ടുകാരനെ ബലാത്കാരം ചെയ്യുകയും ബലാത്കാരമായി പിടിച്ചെടുക്കുകയും ചെയ്യണമെങ്കിൽ ചെന്ന ആൾക്ക് ആ വീട്ടുകാരനെയും അയാൾക്കുള്ളവരെക്കാൾ അധികം ശക്തിയും മനക്കരുത്തുമുള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ ഒരിക്കലും അത് സാധ്യമല്ല. യേശു പറയുന്നത്, ചിലർ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, അതിനെ പിടിച്ചടക്കുന്നു എന്നാണ്. ഒരാൾ പിടിച്ചടക്കുന്നത് എന്തിനാണ്? തമാശയ്ക്കാണോ? അല്ല, അതിലെ നല്ല വകകൾ സ്വന്തമാക്കുവാൻ. സ്വർഗരാജ്യത്തെ ആർക്കെങ്കിലും ബലാത്കാരം ചെയ്യണമെങ്കിൽ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തെക്കാൾ ശക്തിമാനായിരിക്കണം. അങ്ങനെ ആരുമില്ല. എന്നാൽ ദൈവത്തിൽ നിന്നും ബലാത്കാരമായി പ്രാപിക്കുമെന്ന വിശ്വാസത്തോടെ ഒരാൾക്ക് സ്വർഗരാജ്യത്തിലെ ഏതൊരനുഗ്രഹവും പ്രാപിക്കുവാൻ കഴിയും. യേശു പറഞ്ഞു, വിശ്വാസത്താൽ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നവർ ഉണ്ട്. ചിലർ തെണ്ടി വാങ്ങിക്കുന്നു, മറ്റു ചിലരോ വിശ്വാസത്താൽ ബലമായി പ്രാപിക്കുന്നു. ദൈവത്തിന്റെ പക്കൽ രോഗശാന്തി, വിടുതൽ, അനുഗ്രഹം ഉണ്ട്. അവൻ കരുണാസമ്പന്നനാകിയാൽ നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. അത് തരുവാൻ അവന് മനസ്സുണ്ട്. വിശ്വാസത്താൽ അത് ബലാത്കാരമായി നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. വേദപുസ്തകം പഠിച്ചാൽ നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ ചില അനുഗ്രഹങ്ങൾ ഭാവി കാലത്തിലും മറ്റു ചിലത് ഭൂതകാലത്തിലും ആണ്. ചിലത് വർത്തമാനകാലത്തിലും നൽകിയിരിക്കുന്നു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ ചെയ്യുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, നിന്റെ മക്കളെയും അനുഗ്രഹിക്കാം. ഉൽപ്പത്തി 12:1 മുതൽ 3 വരെ. അബ്രഹാം വിശ്വസിച്ചു. ഉൽപ്പത്തി 24:1 അപ്രകാരം സംഭവിച്ചു എന്ന് നാം കാണുന്നു. അവന് ധാരാളം സമ്പത്തുണ്ടായി, അവന് മക്കൾ ഉണ്ടായി. കാണുന്നതിന് മുമ്പേ അബ്രഹാം വിശ്വസിച്ചു. ഞാൻ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹത്തിന്റെ വാഗ്ദാനങ്ങളിൽ ചിലത് മാത്രം നിരത്തുകയാണ്. മലാഖി 3:12 ഭാവി കാലത്തിൽ പറയുന്നു, സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാർ എന്ന് പറയും. ആവർത്തനം 2:2 ഭൂതകാലത്തിൽ പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, കഴിഞ്ഞിരിക്കുന്നു. ഭൂതകാലത്തിൽ പറയുകയാണ്, ആവർത്തനം 12:7 നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചതിനെ കുറിച്ച് നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും സന്തോഷിക്കുകയും വേണം. നിന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്നും കളത്തിൽ നിന്നും മുന്തിരിച്ചക്കിൽ നിന്നും അവന് ഔദാര്യമായി ദാനം ചെയ്യണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചതുപോലെ നീ അവന് കൊടുക്കണം. ആവർത്തനം 15:14 ഭൂതകാലത്തിൽ പറഞ്ഞിരിക്കുകയാണ്. കൂടുതൽ ദൈവത്തിന് കൊടുക്കത്തക്കതുപോലെ അവൻ അനുഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കും. ഭാവി കാലത്തിൽ പറയുന്ന മറ്റൊരനുഗ്രഹം ശ്രദ്ധിച്ചാട്ടെ. ആവർത്തനം 7:13 അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. അവൻ നിനക്ക് തരുമെന്ന് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് നിന്റെ ഗർഭഫലവും നിന്റെ കൃഷിഫലവും ധാന്യവും വീഞ്ഞും എണ്ണയും നിന്റെ കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കും. ആവർത്തനം 7:14 ഭാവികാലം നീ സകല ജാതികളെക്കാളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ആവർത്തനം 28:3 ഭാവികാലം പട്ടണങ്ങൾ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. ആവർത്തനം 28:4 മുതൽ 6 വരെ ഭാവികാലം നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിന്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. അകത്തു വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. സങ്കീർത്തനം 33:2 ഭൂതകാലത്തിൽ പറയുകയാണ്, യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. ഇംഗ്ലീഷിൽ അങ്ങനെയാണ് കേട്ടോ. ഇതാ വീണ്ടും പറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനം 41:12 ഭാവി കാലത്തിൽ പറഞ്ഞിരിക്കുകയാണ്, യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും, അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും, അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. സങ്കീർത്തനം 89:15 ഭാവി കാലത്തിൽ പറയുന്നു, ജയഘോഷമറിയുന്ന ജനത്തിന് ഭാഗ്യം, യഹോവയെ അവർ നിന്റെ മുഖപ്രകാശത്തിൽ നടക്കും. സങ്കീർത്തനം 112:2 ഭാവി കാലത്തിൽ പറയുകയാണ്, അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. സങ്കീർത്തനം 115:15 ഭൂതകാലത്തിൽ പറയുകയാണ്, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയാൽ
നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ ആകുന്നു. സദൃശവാക്യം 8:18 തുടർച്ചയായ വർത്തമാനകാലത്തിൽ പറയുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദാമ്പത്യ ജീവിതത്തെപ്പറ്റി പറയുകയാണ്. നിന്റെ ഉറവ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ, നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ സന്തോഷിച്ചു കൊള്ളുക. സദൃശവാക്യം 10:7 തുടർച്ചയായ വർത്തമാനകാലത്തിൽ പറയുന്നു. മരണത്തിന് ശേഷമുള്ള അനുഗ്രഹത്തെപ്പറ്റി പറയുന്നു. നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത്. ഇതാ സദൃശവാക്യം 22:9 ഭാവികാലം. ദയാകടാക്ഷമുള്ളവൻ അനുഗ്രഹിക്കപ്പെടും. യെശയ്യാവിന്റെ പുസ്തകം 61:9 വർത്തമാനകാലത്തിൽ ജാതികളുടെ ഇടയിൽ അവരുടെ സന്തതിയെയും വംശങ്ങളുടെ മധ്യേ അവരുടെ പ്രജയെയും അറിയും. അവരെ കാണുന്നവർ ഒക്കെയും അവരെ യഹോവ അനുഗ്രഹിച്ച സന്തതി എന്ന് അറിയും. ഹല്ലേലൂയ. യെശയ്യാവ് 65:23 വർത്തമാനകാലത്തിൽ പറയുകയാണ്. അവർ വൃഥ അധ്വാനിക്കയില്ല, ആപത്തിനായിട്ട് പ്രസവിക്കുകയുമില്ല. അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ, അവരുടെ സന്താനം അവരോടുകൂടെ ഇരിക്കും. എഫേസ്യർ 1:3 ഭൂതകാലത്തിൽ പറയുകയാണ്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്ന. ഞാൻ വിശദമായി അനുഗ്രഹത്തിന്റെ വാക്യങ്ങൾ പറഞ്ഞത് എഴുതിയത് നിങ്ങളുടെ മനസ്സിൽ അനുഗ്രഹിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ചിത്രം വരച്ചു കാട്ടുവാനാണ്. നിങ്ങൾ ദൈവമക്കളായി കഴിഞ്ഞപ്പോൾ തന്നെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാനാണ്. ദൈവം പറഞ്ഞു, ഞാനത് വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുമോ? അനേകർ വിശ്വസിച്ചു വച്ചിരിക്കുന്നത് ദൈവമക്കളായാൽ കഷ്ടതയും പട്ടിണിയും കണ്ണുനീരും നഷ്ടവും ഒക്കെയാണെന്നാണ്. പ്രതികൂലങ്ങളിൽ നിന്നും ഒളിച്ചോടി കഷ്ടപ്പെട്ട് ഓടിവന്ന ക്നാനായിത്തോമായുടെ കാലം മുതൽ ഈ അറിവ് നമ്മളുണ്ടോ എന്നാണ് എൻ്റെ സംശയം. നാം അങ്ങനെ അറിഞ്ഞു, നാം അത് വിശ്വസിച്ചതുപോലെ തന്നെ നമുക്ക് ഭവിക്കുന്നു. വേദപുസ്തകം പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ സകല തുറയിലും ഒരേപോലെ അവൻ നമ്മെ അനുഗ്രഹിക്കുമെന്നാണ്. അല്ലെങ്കിൽ മുകളിൽ എഴുതിയ എല്ലാ വാഗ്ദാനങ്ങളും കള്ളമാണ്. വാഗ്ദാനം ചെയ്ത ദൈവം കള്ളം പറഞ്ഞതാണ്. ആണോ? അല്ല. അവൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അത് വിശ്വസിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ തന്നെ എനിക്ക് സംഭവിക്കും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ സംഭവിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങൾക്കോരോരുത്തർക്കും സംഭവിക്കും. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇനി രോഗത്തിൽ നിന്നുള്ള സൗഖ്യത്തെപ്പറ്റി നമുക്ക് നോക്കാം. യഹോവ സകല രോഗവും നിങ്ങൾ നിന്ന് അകറ്റിക്കളയും. ആവർത്തനം 7:15 ഭാവികാലത്ത് പറയുകയാണ്. യിരെമ്യാവ് 3:22 ഭാവികാലം. വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗം മാറ്റിത്തരാം. യിരെമ്യാവ് 31:17 ഭാവികാല വാഗ്ദത്തം. അവർ നിന്നെ ഭ്രഷ്ടയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോനെന്നും വിളിക്കൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. മത്തായി 8:7 ഇപ്പോൾ ചെയ്യുന്ന വർത്തമാനകാലം. ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും. യെശയ്യാവ് 53:5 ഭൂതകാലത്തിൽ പറയുകയാണ്. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 5:26 വർത്തമാനകാലത്തിൽ പറയുകയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. സങ്കീർത്തനം 103:3 വർത്തമാനകാലത്തിൽ പറയുകയാണ്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. വേദപുസ്തകത്തിൽ കാണുന്ന യേശു സകല പാപങ്ങളെയും 100% മുഴുവനായി ക്ഷമിച്ച് ശുദ്ധീകരിക്കുന്നവനാണ്. അവൻ സകല ദൈവമക്കളെയും അനുഗ്രഹിക്കുന്നവനാണ്. അവന് വേണ്ടി നഷ്ടം സഹിച്ചാൽ അതെല്ലാം പല ഇരട്ടി 100 ഇരട്ടി മടക്കിത്തന്ന് അനുഗ്രഹിച്ച് ആദരിക്കുന്നവനാണ്. അവൻ സകല രോഗത്തെയും സൗഖ്യമാക്കുന്നവനാണ്. അവന്റെ അനുഗ്രഹം ഭാവികാലത്തിലും ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലുമാണ്. ബലാത്കാരികൾ വിശ്വാസത്തോടെ അത് ബലാത്കാരം ചെയ്യുന്നുവെന്ന് യേശു പറഞ്ഞു. ദൈവത്തിന് കഴിയും. ദൈവത്തിന് മനസ്സുണ്ട്. അവൻ വാഗ്ദത്തം ചെയ്തതാണ്. നാം അത് വിശ്വസിക്കണം, പ്രാപിക്കണം. വിശ്വസിക്കുന്നവർ ചെയ്ത ചില കാര്യങ്ങൾ കൂടി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ശ്രദ്ധിക്കാം. രക്തസ്രവക്കാരി സ്ത്രീ തൻ്റെ തളർന്ന ശരീരവും പേറി ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങിയത് നാം കണ്ടു. അവളുടെ കയ്യിൽ പണമില്ല. ഊന്നുവടിയിൽ ഭാരം കൊടുത്ത് സാവധാനം നടക്കുമ്പോൾ അവൾ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. യേശുവിനെ ഞാൻ കാണും, ആ വസ്ത്രത്തിൽ ഞാൻ തൊടും, എനിക്ക് സൗഖ്യം വരും. മർക്കോസ് 5:28. അവൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു. ഞാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടുമ്പോൾ തന്നെ അവൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി എന്നിലേക്ക് വരും, ഞാൻ സുഖമാകും. അവൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു.
അവൾ സുഖമാകുന്നത് ഭാവനയിൽ കണ്ടു കാണും. അതിനുശേഷം ചെയ്യുവാനുള്ള പല കാര്യങ്ങളും അവൾ ഭാവന ചെയ്ത് കാണും. ആരോഗ്യത്തോടെ ബസാറിൽ പോകുന്നതും നല്ല വേല ചെയ്ത് ജീവിക്കുന്നതും അവൾ ചിന്തിച്ചു കാണും. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? യേശുവിൻ്റെ വസ്ത്രം തൊടുന്ന സമയം മുതൽ. ആ സമയം മുതൽ അത് സംഭവിക്കും. അവൾ വിശ്വസിച്ചു. അവൾ വിശ്വസിച്ചത് പറഞ്ഞുകൊണ്ട് നടന്നു. ആ സമയം മുതൽ ഞാൻ സുഖമുള്ളവളാകും. എൻ്റെ പരിതാപനില മാറും. ഇവിടെ 3 കാര്യം നമുക്ക് കാണാം. ഒന്നാമതായി അവൾ വിശ്വസിച്ചു. രണ്ടാമതായി അവൾ വിശ്വസിച്ചത് പറഞ്ഞു. മൂന്നാമതായി അവൾ സംഭവിക്കുവാൻ ഒരു സമയം നിശ്ചയിച്ചു. നിങ്ങൾ വിശ്വസിക്കുന്നു, യേശു നിങ്ങളെ അനുഗ്രഹിക്കും, വിടുവിക്കും എങ്കിൽ അത് നിങ്ങൾ കൂടെ പറയുക. സ്ത്രീ വിശ്വസിച്ചു. അവൾ പറഞ്ഞു. നിങ്ങൾ വിശ്വസിക്കുന്നത് വീണ്ടും വീണ്ടും പറയുക. പല പ്രാവശ്യം പറയുക. ദിവസവും പറയുക. യേശു എന്നെ അനുഗ്രഹിക്കും, എൻ്റെ ദരിദ്രാവസ്ഥയിൽ നിന്ന് വിടുവിക്കും. യേശു എൻ്റെ അതിർ വിസ്താരമാക്കും. യേശു എൻ്റെ മക്കളെ അനുഗ്രഹിക്കും. യേശു എൻ്റെ നാൽക്കാലികളെ അനുഗ്രഹിക്കും. എന്നെ യേശു സൗഖ്യമാക്കും. എൻ്റെ രോഗത്തിൽ നിന്ന് യേശു എന്നെ വിടുവിക്കും. യേശു എൻ്റെ പൈശാചിക ശക്തി മാറ്റിത്തരും. യേശു എൻ്റെ വയറ്റിലെ മുഴ മാറ്റും. യേശു എൻ്റെ ക്യാൻസർ മാറ്റും. എൻ്റെ ക്ഷയരോഗം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകും. എൻ്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടും. എൻ്റെ ചെവിയുടെ കേൾവി എനിക്ക് തിരിച്ചു കിട്ടും. യേശു എൻ്റെ എല്ലാ അസുഖവും മാറ്റും. നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഭവിക്കും. ദൈവത്താൽ എല്ലാം സാധ്യം. യേശുവിന് എല്ലാം കഴിയും. അവന് മനസ്സുണ്ട്. അവന് തീർച്ചയായും ചെയ്യും. സ്ത്രീ വിശ്വസിച്ചു, പ്രവർത്തിച്ചു, പറഞ്ഞു. മത്തായി 6:31. ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഇംഗ്ലീഷിൽ ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെട്ട് പറയരുതെന്നാണ്. യേശു പറയുന്നത് എന്ത്, എങ്ങനെ എന്ന് പറയരുത് എന്നാണ്. ഇനി എന്നാണ്, എങ്ങനെ സംഭവിക്കും എന്ന് പറയരുത്. സംശയത്തിന്റെ വാക്കുകൾ പറയരുത്. നിഷേധാത്മകമായ വാചകങ്ങൾ പറയരുത്. എന്തു പറയണം? യേശു എനിക്ക് ചെയ്യും എന്ന് പറയണം. പല പ്രാവശ്യം പറയണം. അത് സംഭവിക്കുവോളം പറയണം. ഉറക്കെ പറയണം. സ്വയം കേൾക്കത്തക്ക വിധം കൂടെ പറയണം. ആ സ്ത്രീ പറഞ്ഞപ്പോൾ കേട്ടവർ ചിരിച്ചു കാണും. പക്ഷെ ആ സ്ത്രീ വീണ്ടും വീണ്ടും പറഞ്ഞു. സംഭവിക്കുവോളം പറഞ്ഞു. വിശ്വസിക്കുക, അതുതന്നെ പറയുക. യേശു ജനിക്കുമെന്നുള്ളത് ദൈവം അത് സംഭവിക്കുന്നതിന് 750 വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞതാണ്. അന്നു മുതൽ യഹൂദർ അത് വായിച്ചു. അനേകർ ആ വാക്യങ്ങൾ കേട്ടു. അനേകർ ഉരുവിട്ടു. ഒരു ദിവസം മറിയ എന്ന പെൺകുട്ടി ആ വാർത്ത കേട്ടു. എങ്ങനെ സംഭവിക്കും എന്നവൾ ചോദിച്ചു. മറുപടി കിട്ടി. പരിശുദ്ധാത്മാവ്, അതായത് ദൈവത്തിന്റെ ആത്മാവ്, റൂ അള്ള. അവൾ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ലൂക്കോസ് 1:26 മുതൽ 38 വരെ. അവൾ അത് പറഞ്ഞപ്പോൾ, വിശ്വസിച്ച് പറഞ്ഞപ്പോൾ, അവളുടെ ഉള്ളിൽ ഒരു പുരുഷ പ്രജ ജന്മമെടുത്തു. എപ്പോൾ? അവൾ പറഞ്ഞപ്പോൾ. എങ്ങനെ? പരിശുദ്ധാത്മാവിനാൽ. ഇതാ നിങ്ങൾക്കാവശ്യമുള്ള അത്ഭുതത്തിന്റെ താക്കോൽ. അത് ദൈവത്തിന്റെ ആത്മാവാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ ആത്മാവ്. എങ്ങനെയാണ് പ്രശ്നം മാറുന്നത്? എങ്ങനെയാണ് രോഗം മാറുന്നത്? എങ്ങനെയാണ് നെടുവീർപ്പ് മാറുന്നത്? എങ്ങനെയാണ് സ്ഥിതിക്ക് വ്യത്യാസം വരുന്നത്? പരിശുദ്ധാത്മാവിനാൽ. എങ്ങനെ? വിശ്വാസത്താൽ. എങ്ങനെ? പറയുന്നതിനാൽ. മറിയ ദൈവം പറഞ്ഞത് വിശ്വസിച്ചു. ബുദ്ധി പറഞ്ഞു അസാധ്യം. പുരുഷ സംസർഗമില്ലാതെ എങ്ങനെ ഒരു കുഞ്ഞ് പിറക്കും? ദൈവം പറഞ്ഞു എൻ്റെ ആത്മാവിനാൽ. മറിയ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് അങ്ങനെ സംഭവിക്കട്ടെ. അവൾ വിശ്വസിച്ചത്, അവൾ പറഞ്ഞത്, ഒടുവിൽ അവൾക്ക് സംഭവിച്ചു. നിങ്ങൾക്കൊരത്ഭുതം വേണമോ? രോഗശാന്തി വേണമോ? വിടുതൽ വേണമോ? എന്തു ചെയ്യണം? വിശ്വസിക്കുക. അസാധ്യങ്ങളുടെ ദൈവത്തിൽ വിശ്വസിക്കുക. പറയുക. വിശ്വസിക്കുന്നത് പറയുക. സംഭവിക്കുവോളം പറയുക. എങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നത്, പറയുന്നത് സംഭവിക്കണം. സംഭവിക്കും. എപ്പോൾ വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഇപ്പോൾ പ്രാപിക്കാം. സ്ത്രീ പറഞ്ഞു ഞാൻ തൊടുമ്പോൾ അങ്ങനെ സംഭവിച്ചു. ബെറ്റി ബാസ്റ്റർ ദിവസം സമയം പറഞ്ഞു. അയൽക്കാരെ വിളിച്ചു. അവൾ വിശ്വസിച്ചു. പറഞ്ഞ സമയത്ത് അവൾ തളർന്നു കിടന്ന കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. അവൾ അനുഭവിച്ചു. മറ്റുള്ളവർ അതുതന്നെ കണ്ടു. സെക്കന്ദരാബാദിലുള്ള ഒരു വൃദ്ധ വർഷങ്ങളോളം ദിവസവും ഇഞ്ചക്ഷൻ എടുത്ത് ജീവിച്ചു. ഒരു ദിവസം എൻ്റെ ഒരു കത്ത് അവർ എടുത്തു. വയറോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു. ഈ സമയം മുതൽ എന്ന് അവർ പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിച്ചു. അവർ വിശ്വസിച്ചു, പറഞ്ഞു, സമയം നിശ്ചയിച്ചു. ഓറൽ റോബർട്ട്സ് റേഡിയോയിൽ പ്രസംഗിക്കുമ്പോൾ ആൾക്കാരോട് സമയം നിശ്ചയിക്കുവാൻ പറഞ്ഞു.
ഇപ്പോഴാണെങ്കിൽ റേഡിയോയുടെ സ്വിച്ചിൽ തൊടുവാൻ പറഞ്ഞു. ഈ സമയം മുതൽ എന്ന് വിശ്വസിച്ച് പറയുവാൻ അദ്ദേഹം അവരോട് പറഞ്ഞു. ഈ സമയം മുതൽ അങ്ങനെ സംഭവിച്ചു. അനേക രോഗികൾ സൗഖ്യമായി. എപ്പോഴാണ് നിങ്ങൾക്ക് സൗഖ്യം ആവശ്യമായിട്ടുള്ളത്? വിശ്വാസം പറയുന്നത് ഈ സമയമാണോ? എങ്കിൽ നിങ്ങളെ ആരും ശല്യപ്പെടുത്താത്ത ഒരു സ്ഥലത്ത് ഇരുന്ന് ഈ പ്രസംഗം ഒന്നുകൂടി കേൾക്കുക. നിങ്ങളുടെ വിശ്വാസത്തിന്റെ സമയം ഇപ്പോഴാണെന്ന് വിശ്വസിക്കുക. പറയുക, ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ സംഭവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പറഞ്ഞാട്ടെ, എൻ്റെ കൂടെ പറഞ്ഞാട്ടെ. സ്നേഹവാനും കരുണാസമ്പന്നനുമായ യേശുവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എനിക്ക് ഒരത്ഭുതത്തിൻ്റെ ആവശ്യമുണ്ട്. എനിക്ക് ഒരു വിടുതലിൻ്റെ ആവശ്യമുണ്ട്. നിനക്കത് ചെയ്യുവാൻ കഴിയും. ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് ഏറ്റുപറയുന്നു. എൻ്റെ പ്രശ്നം നിനക്ക് വലുതല്ല. കാരണം നിനക്ക് കഴിയും. നിനക്ക് അത് ചെയ്യുവാൻ മനസ്സുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ സമയം പറഞ്ഞാട്ടെ, ഈ പ്രാർത്ഥിക്കുന്ന സമയം നീ അത് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, നീ ചെയ്തിരിക്കുന്നു. ഞാൻ വിശ്വാസത്താൽ നിന്നെ തൊടുന്നു. വിശ്വാസത്താൽ പ്രാപിക്കുന്നു. ചെയ്തതിനാൽ, നീ അത് ചെയ്തതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, പ്രാപിച്ചിരിക്കുന്നു. ആമേൻ ആൻഡ് ആമേൻ. നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചെങ്കിൽ നിങ്ങളുടെ ഈ പ്രാർത്ഥിച്ച ദിവസവും സമയവും കുറിച്ചു വയ്ക്കുക. ഒരത്ഭുതം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കും. അത് ലഭിച്ചു കഴിയുമ്പോൾ എനിക്ക് എഴുതാൻ മറക്കരുത്. അധ്യായം 7, മൂന്നാമത്തെ ചവിട്ടുപടി, പരിശുദ്ധാത്മാവ്. ഒരു അനുഭവം എഴുതുകയാണ്. ഞാൻ ഒരിക്കൽ ഒരു കൺവെൻഷൻ സ്ഥലത്ത് വെച്ച് രോഗിയായി. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ രോഗം എനിക്ക് അനുഭവപ്പെട്ടു. അതിനുശേഷം വേറൊരു ദൈവദാസൻ രോഗസൗഖ്യത്തെപ്പറ്റി പ്രസംഗിച്ചു. രോഗികൾക്കായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ ആ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടു. എൻ്റെ നെഞ്ചത്ത് കൈവച്ച് വിടുതലിനായി പ്രാർത്ഥിച്ചു. വിടുതൽ കർത്താവ് തന്നതായി വിശ്വസിച്ചു. ഞാൻ വിശ്വസിച്ചു. ഞാൻ സുഖമായതായി പറഞ്ഞു. അടുത്ത ദിവസം എൻ്റെ രോഗലക്ഷണം കൂടി. ഞാൻ പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ സുഖമായി. സംശയം എന്നോട് ചോദിച്ചു, നീ സുഖമായെങ്കിൽ എന്തുകൊണ്ട് ഈ രോഗലക്ഷണം കൂടി? ഞാൻ പറഞ്ഞു, ഈ ലക്ഷണത്തെപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇന്നലെ രാത്രി ഞാൻ സുഖമായി. സംശയം പറഞ്ഞു, ഇല്ല, നീ സുഖമായില്ല. ഞാൻ പറഞ്ഞു, ഞാൻ സുഖമായി. യേശു എന്നെ സുഖമാക്കി. ഞാൻ വിശ്വസിച്ചു, പറഞ്ഞു, സമയം നിശ്ചയിച്ചു. വിശ്വസിച്ചതുപോലെ പറഞ്ഞതുപോലെ സംഭവിച്ചു. 2 ദിവസത്തിനകം ഞാൻ പരിപൂർണമായിട്ട് സൗഖ്യമായി. 4 വർഷമായിട്ടും ഞാൻ സുഖമായി തന്നെ ഇരിക്കുന്നു. കാരണം യേശു സൗഖ്യമാക്കുമ്പോൾ അത് 100% സൗഖ്യമാണ്. പത്താംകോട്ട് വെച്ച് 1982 ഡിസംബറിൽ ഞങ്ങളുടെ സഭയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തൻ്റെ മക്കൾക്ക് അനുഗ്രഹം തരുമ്പോൾ സമയവും കാലവും നിയമവും മാറിപ്പോകുമെന്ന് പറഞ്ഞു. തുടർന്ന് ഞാൻ പറഞ്ഞു, ബുദ്ധിയില്ലാത്തവർക്ക് ബുദ്ധി ലഭിക്കും, ആരോഗ്യമില്ലാത്തവർക്ക് ആരോഗ്യം ലഭിക്കും, പട്ടിണി മാറും, ധനസ്ഥിതി മെച്ചപ്പെടും, ഉദ്യോഗമില്ലാത്തവർക്ക് ഉദ്യോഗം ലഭിക്കും, പ്രമോഷന് സമയമായില്ലെങ്കിലും ക്രമനമ്പരാകുന്നതിന് മുമ്പേ പ്രമോഷൻ ലഭിക്കും. ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു മിലിറ്ററിക്കാരൻ സഹോദരനെ ഞാൻ കണ്ടു. ഞാൻ അവനോട് പറഞ്ഞു, മിലിറ്ററിക്കാർക്കായാലും സമയത്തിന് മുമ്പേ പ്രമോഷൻ ലഭിക്കാം. ഞാൻ പറഞ്ഞത് മനുഷ്യബുദ്ധിക്ക് അബദ്ധമായി പോയെന്ന് എനിക്കറിയാമായിരുന്നു. മിലിറ്ററിയിൽ ഒരിക്കലും സമയത്തിന് മുമ്പേ ക്രമനമ്പർ തെറ്റി പ്രമോഷൻ കിട്ടുകയില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ദൈവം പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, സഹോദരനും വിശ്വസിച്ചാട്ടെ. 1 മാസത്തിനകം താഴ്ന്ന ജോലിയിലിരുന്ന ഈ സഹോദരനെ ക്ലർക്കായി അംഗീകരിച്ച കത്ത് വന്നു. മാത്രമല്ല സമയത്തിന് മുമ്പേ ഇതിനുള്ള ട്രെയിനിങ്ങിന് ക്ഷണിക്കുകയും ചെയ്തു. യേശു പറഞ്ഞു, ബലാത്കാരികൾ ദൈവരാജ്യം അവകാശമാക്കുന്നു. നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. അധ്യായം 8, സമാപന സന്ദേശം. ഭയപ്പെടരുത്. ഞാൻ ഈ പറഞ്ഞതെല്ലാം വേദവാക്യങ്ങൾ ആധാരമാക്കിയാണ്. നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയും. വിശ്വസിക്കാതെ ഇരിക്കാൻ പിശാച്, നിങ്ങളുടെ ശത്രു, വളരെ പ്രവർത്തിക്കും. ഈ സത്യം വിശ്വസിക്കാത്ത അനേകർ ഇതിനെതിരായി പല കാര്യങ്ങളും നിങ്ങളോട് പറയും. ആര് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കും? ദൈവം പറയുന്നതോ അതോ മനുഷ്യർ പറയുന്നതോ? വിശ്വാസം പറയുന്നതോ അതോ അവിശ്വാസം പറയുന്നതോ? ചിലപ്പോൾ നിങ്ങൾ സ്വയം ചോദിച്ചേക്കാം, എന്തുകൊണ്ട് ചില നീതിമാന്മാരായ ദൈവമക്കൾ ദാരിദ്ര്യത്തിൽ കഴിയുന്നു? എന്തുകൊണ്ട് ചില ദൈവമക്കൾ ജീവിതകാലം മുഴുവൻ രോഗികളായി കഴിയുന്നു? എന്തുകൊണ്ട് ചില പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല? എന്തുകൊണ്ട് ചില ദൈവമക്കൾ അകാലചർമ്മം പ്രാപിക്കുന്നു? മറുപടി, നമ്മുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി ലഭിക്കുകയില്ലെന്ന് എനിക്കറിയാം.
എന്നാൽ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ വാഗ്ദാനങ്ങൾക്കും വേണ്ടിയുള്ള മറുപടി കർത്താവ് തരും. അനുഗ്രഹം, അഭിവൃദ്ധി, രോഗശാന്തി, വിടുതൽ എന്നിവ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അതെല്ലാം അവൻ തരിക തന്നെ ചെയ്യും. ദൈവ ഇഷ്ടത്തിനെതിരായുള്ള ഒരു പ്രാർത്ഥനയ്ക്കും മറുപടി ലഭിക്കുകയില്ല. എന്നാൽ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾക്ക് മറുപടി നിശ്ചയമാണ്. താമസിച്ചാലും ലഭിക്കും. എന്നാൽ പല ദൈവമക്കളും ഈ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്നില്ല എന്നത് ദുഃഖകരമായ ഒരു പരമാർത്ഥമാണ്. ദാരിദ്ര്യത്തിൽ കഴിയുന്നു, പഠിക്കുവാൻ ബുദ്ധിയില്ലാതെ കഴിയുന്നു, രോഗികളായി തുടരുന്നു. എന്തുകൊണ്ട്? ഇതിൻ്റെ മറുപടി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 3-ാം അധ്യായം 25-ാം വാക്യം. ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു. ഞാൻ വളരെ പേടിച്ചത് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. വളരെ പേടിച്ചു, സാധാരണ രീതിയിൽ ഭയപ്പെട്ടു. ഇയ്യോബിൻ്റെ മക്കളെല്ലാം സുന്ദരരും ആരോഗ്യമുള്ളവരും ആയിരുന്നപ്പോൾ ഇയ്യോബ് മനസ്സിൽ ഭയപ്പെട്ടു, പേടിച്ചു. ഇവർക്ക് വല്ലതും സംഭവിച്ചാൽ, ദൈവം എൻ്റെ മക്കളെ അനുഗ്രഹിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ സംഭവിക്കാതെ വന്നു പോയാൽ, ഇയ്യോബിന് ധാരാളം സ്വത്തുണ്ടായിരുന്നു. ഇതെല്ലാം കൊയ്തു കൂട്ടുമ്പോൾ ഭയപ്പെട്ടു പോയി. ഈ വിളവ് എങ്ങനെയെങ്കിലും നശിച്ചു പോയാൽ, ഭയപ്പെട്ടതു തന്നെ സംഭവിച്ചു. വിളവെല്ലാം നശിച്ചുപോയി, പേടിച്ചതുപോലെ തന്നെ. ഇയ്യോബിന് നല്ല ആരോഗ്യമുണ്ടായിരുന്നു, രോഗമില്ലാത്ത ശരീരമുണ്ടായിരുന്നു. ദൈവം പറഞ്ഞതുപോലെ തന്നെ. എന്നാൽ അവൻ്റെ ഉള്ളിനകത്ത് ഒരു ഭയമുയർന്നു. രോഗിയായാൽ അവൻ ഭയന്നത് തന്നെ വന്നു മഹാരോഗിയായി. അവന് ധാരാളം നാൽക്കാലികൾ ഉണ്ടായിരുന്നു, ധാരാളം ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ തന്നെ. എന്നാൽ അവയെ കാണുമ്പോൾ അവനൊരു പേടി. ഒരിക്കൽ ഇവയെല്ലാം ചത്തുപോയാൽ അവൻ ഭയന്നത് തന്നെ അവന് വന്നു ഭവിച്ചു. എന്തുകൊണ്ടാണ് അവനിതെല്ലാം സംഭവിച്ചത്? അവൻ ഭയന്നതുകൊണ്ട്. ഇയ്യോബിന് എന്തു സംഭവിച്ചു? അവൻ എന്തു ഭയന്നോ, എന്ത് ഭാവനയിൽ കണ്ടോ, അത് വന്നു ഭവിച്ചു. അവൻ്റെ മനസ്സിലൂടെ കൂടെ ഓടി മറഞ്ഞത് തന്നെ, അവൻ്റെ ചുണ്ട് പെറുപുറത്തത് തന്നെ അവന് വന്നു ഭവിച്ചു. നോക്കൂ, എന്തുകൊണ്ടാണ് നമുക്ക് അഭിവൃദ്ധി ലഭിക്കാത്തത്, ധനസ്ഥിതി മെച്ചപ്പെടാത്തത്, ബിസിനസ് മെച്ചപ്പെടാത്തത്, മക്കൾക്ക് ബുദ്ധിയില്ലാത്തത്, മകളുടെ വിവാഹം നടക്കാത്തത്, കൃഷി മോശമാകുന്നത്, കന്നുകാലി വർദ്ധിക്കാത്തത്, മറ്റുള്ളവരെക്കാൾ നില മെച്ചപ്പെടാത്തത്, രോഗം മാറാത്തത്, വിടുതൽ ലഭിക്കാത്തത്? വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹം, സൗഖ്യം ഒക്കെ നമുക്ക് ലഭിക്കാതെ പോകുന്നത് എന്തുകൊണ്ട്? വിശ്വസിക്കാത്തതിനാൽ, വിശ്വസിക്കുന്നത് പറയാത്തതിനാൽ, ഭയപ്പെടുന്നതിനാൽ. മറ്റൊരു കാരണവും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും മനസ്സിൽ സംശയത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കരുത്, അവിശ്വാസത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കരുത്. വിശ്വാസത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നവനായി ഭാവന കാണുക, അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുക, അനുഗ്രഹിക്കുമെന്ന് പറയുക, വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക. ദാവീദ് പറഞ്ഞത് ശ്രദ്ധിക്കുക, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ദാവീദ് പറഞ്ഞത് ശ്രദ്ധിക്കുക. സങ്കീർത്തനം 23:1-6 വാക്യങ്ങൾ. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എൻ്റെ പിന്നാലെ വരും. ദാവീദ് ദൈവം പറഞ്ഞത് വിശ്വസിച്ചു. ദൈവം അവൻ്റെ ഇടയനാണെന്ന് അവൻ അറിയാമായിരുന്നു, വിശ്വാസമുണ്ടായിരുന്നു. അവൻ്റെ ഓരോ ആവശ്യവും അവൻ തീർത്തു കൊടുക്കുമെന്ന് അവൻ വിശ്വസിച്ചു. മാത്രമല്ല, ഈ ദൈവത്തിൻ്റെ സകല നന്മയും കരുണയും അവനെ പിന്തുടർന്ന് ചെല്ലുമെന്ന് അവൻ വിശ്വസിച്ചു. എത്ര നാളത്തേക്കാണ്? ആരോഗ്യമുള്ള കാലത്തേക്ക് മാത്രമാണോ? മക്കൾ വിദേശത്തുള്ള കാലത്ത് മാത്രമാണോ? സിംഹാസനത്തിൽ ഇരിക്കുന്ന ഉദ്യോഗമുള്ള കാലം മാത്രമാണോ? അല്ല, അവൻ വിശ്വസിച്ചത് എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നാണ്. ശത്രു അവനെ ഓടിച്ച് അവൻ ഗുഹയിൽ ഒളിച്ചപ്പോഴും അവൻ പറഞ്ഞു, ദൈവം എൻ്റെ ഇടയനാണ്, അതുകൊണ്ട് അവൻ്റെ നന്മയും കരുണയും എന്നെ അന്വേഷിച്ചു വരും. അതുതന്നെ സംഭവിച്ചു. ജനം അവനെ അന്വേഷിച്ചു വന്ന് തിരികെ കൊണ്ടുപോയി രാജാവാക്കി. അവൻ്റെ കൊട്ടാരം, വീട്, ഭാര്യമാർ, സമ്പത്ത് ഇവയെല്ലാം നഷ്ടമായപ്പോൾ അവൻ എന്തു പറഞ്ഞു? യഹോവയാണ് എൻ്റെ ഇടയൻ, ആയതിനാൽ അവൻ്റെ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ അന്വേഷിച്ചു വരും. വരുന്നുണ്ട്. എൻ്റെ കണ്ണുകൊണ്ട് അത് കാണുവാൻ എനിക്ക് കഴിയുന്നില്ലായിരിക്കാം, എൻ്റെ വിശ്വാസ കണ്ണിനാൽ അത് ഞാൻ കാണുന്നു. അവ എന്നെ അന്വേഷിച്ചു വരുന്നു. വേദപുസ്തകം നോക്കുക. അവന് എല്ലാം തിരികെ കിട്ടി. കൂടുതൽ മഹത്വത്തോടെ, പ്രതാപത്തോടെ ദാവീദ് അനുഗ്രഹിക്കപ്പെട്ടു. അവനൊരിക്കൽ നല്ല ആഹാരം കഴിച്ച് പട്ടുമത്തയിൽ ഉറങ്ങിയതാണ്. ഇപ്പോൾ ശത്രുവിനെ ഭയന്ന് വനത്തിലാണ്. ആഹാരമില്ല, കിടക്കാൻ പായ് പോലുമില്ല. അപ്പോൾ അവൻ എന്തു പറഞ്ഞു കാണും? യഹോവ തന്നെയാണ്
ഇപ്പോഴും എൻ്റെ ഇടയൻ. അവൻ എന്നെ പച്ചപ്പുൽപ്പുറത്തേക്കും സ്വസ്ഥമായ വെള്ളത്തിനരികത്തേക്കും നടത്തുന്നു. അവൻ്റെ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുന്നു. ഞാനത് വിശ്വസിക്കുന്നു, കാണുന്നു. അവൻ വിശ്വസിച്ചതുപോലെ സംഭവിച്ചു. അവൻ്റെ ആയുഷ്കാലത്തൊക്കെയും ദൈവത്തിൻ്റെ നന്മയും കരുണയും അവനെ പിന്തുടർന്നു. ഞാൻ ജനിച്ചു വളർന്നത് വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. അവിടെ പായിലി, ഔദ എന്ന 2 വേട്ടക്കാർ ഉണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ തോട്ടത്തിലൂടെ വനത്തിലേക്ക് തോക്കും തോളിൽ വെച്ച് പോകുന്നത് ഞാൻ കൊച്ചു ബാലനായിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. അവർ വേട്ടപ്പട്ടിയെയും കൊണ്ടുപോകും. വനത്തിൽ അവർ ചിലപ്പോൾ ചില മൃഗങ്ങളെ കാണും. ആ മൃഗം വേട്ടക്കാരനെ കണ്ട് ഓടി ഒളിക്കുമ്പോൾ ഈ വേട്ടപ്പട്ടി അവയുടെ മണം പിടിച്ച് കൂടെയെത്തി ഒളിച്ചിരിക്കുന്ന കാട്ടിൽ നിന്നും അഥവാ മാളത്തിൽ നിന്നും കടിച്ചെടുത്ത് വെളിയിൽ യജമാനന്റെ പക്കൽ കൊണ്ടുവരും. അവയ്ക്ക് നേരിടുവാൻ പാടില്ലാത്ത വിധം വേട്ടമൃഗം അപകടകാരിയാണെങ്കിൽ ഈ പട്ടികൾ ഒന്നു ചേർന്ന് ആ മൃഗത്തെ തടഞ്ഞു നിർത്തുന്നു. അഥവാ ആ മൃഗത്തിന്റെ ഒളിപ്പിടം യജമാനന് കാണിച്ചു കൊടുക്കുന്നു. ആ വേട്ടമൃഗത്തെ വേട്ടപ്പട്ടികൾ പിന്തുടർന്ന് പിടിക്കുന്നു. ദാവീദ് പറയുന്നത്, ദൈവത്തിന്റെ നന്മയും കരുണയും എന്നെ പിന്തുടർന്ന് പിടിക്കുക തന്നെ ചെയ്യും. അതേ വേട്ടപ്പട്ടികളെ പോലെ നിങ്ങളെ പിന്തുടർന്ന് പിടിക്കും. നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്താൽ, നിങ്ങൾ വിശ്വസിക്കുന്നത് മാത്രം പറഞ്ഞാൽ, നിങ്ങൾ പറയുന്നത് മാത്രം പ്രതീക്ഷിച്ചാൽ, ഈ സമയം മുതൽ അതെത്ര പ്രയാസമുള്ളതായിരിക്കട്ടെ, ദൈവത്താൽ എല്ലാം സാധ്യം. അവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഉളവായി. അവൻ 270 അടി ആഴമുള്ള ചെങ്കടൽ വിഭാഗിച്ച് നടുക്ക് 2000-ൽ പരം പേർക്ക് ഒന്നിച്ചു നടന്നു പോകത്തക്ക റോഡ്, ഉണങ്ങിയ നിലം ഉണ്ടാക്കി. 40 വർഷം അനേക ലക്ഷം പേർക്ക് ദിവസവും ആകാശത്തു നിന്ന് ആഹാരം പൊഴിച്ചു കൊടുത്തു. ആട്ടിടയനെ രാജാവാക്കി, ഭയന്നോടുന്ന ഗിദിയോനെ ജയാളിയാക്കി മാറ്റി, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, കടം കയറി വീട് ജപ്തി ചെയ്യാനിരുന്ന ഒരു വിധവയെ രക്ഷിച്ചു സമ്പന്നയാക്കി, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുത്തു, പഠിത്തമില്ലാത്തവരെ സുവിശേഷ പ്രസംഗകരാക്കി. അതിലൊരാൾ പ്രസംഗിച്ചപ്പോൾ ഒരു ദിവസം 3000 പേർ ഈ സന്ദേശം സ്വീകരിച്ച് സ്നാനപ്പെട്ടു. ചെകിടർ കേട്ടു, മുടന്തർ നടന്നു, പക്ഷവാതക്കാരൻ കിടക്കയെടുത്ത് നടന്നു, പൊട്ടക്കണ്ണൻ കാഴ്ച പ്രാപിച്ചു, ഭൂതബാധിതർ സ്വതന്ത്രരായി. അവന് ചെയ്യുവാൻ കഴിയാത്തതായി എന്തെങ്കിലുമുണ്ടോ? ഭാവനയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതെല്ലാം അവൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചെയ്തു, ഇന്നും ചെയ്യുന്നു. ആകയാൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഏറ്റവും ഒടുവിലായി, എൻ്റെ ഈ സന്ദേശം കേട്ട് നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചെങ്കിൽ, വിശ്വാസം വർദ്ധിച്ചെങ്കിൽ, ഒരത്ഭുതം ചെയ്തുവെങ്കിൽ എനിക്കെഴുതുക. നിങ്ങളോടൊപ്പം ഞാൻ സന്തോഷിക്കാം, പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എഴുത്ത്, നിങ്ങളുടെ ഇമെയിൽ, നിങ്ങളുടെ ടെലിഫോൺ സന്ദേശം ഞാൻ മറ്റുള്ളവരോട് പറയാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ മേൽവിലാസം P.G. വർഗീസ്, 126 അന്ധേരി മോഡ്. സ്പെല്ലിംഗ് പറയാം, ANDHERIMODH, ന്യൂഡൽഹി 110074. എൻ്റെ ഇമെയിൽ ID pgvargisindia@gmail.com. ഒന്നുകൂടെ പറയാം, pgvargisindia@gmail.com. എഴുതാൻ മറക്കരുത്. ദൈവം നിങ്ങളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. എൻ്റെ അടുത്ത പുസ്തകത്തിന് വേണ്ടി കാത്തിരിക്കുക. God bless you and bless you.